പ്രൈസ് ദ ലോർഡ്. അരോമാറ്റി ഇവിടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ വഴികളും വിധങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ ഓരോ ദിവസവും കർത്താവ് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ ഷാൻഡി സിസ്റ്ററാണ്. ഷാൻഡി സിസ്റ്ററിനെ നിങ്ങളിൽ പല പ്രിയപ്പെട്ടവർക്കും അറിയാമായിരിക്കും. 2022 ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാവിലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാണ്ടി അവറുകൾ തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് രാവിലെ സമയം 7:15 മണിക്ക് അതിഭയങ്കരമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ വാഹനം സ്ലിപ്പായി അത് ഒരു തോടിലേക്ക് വീഴുകയും പിന്നത്തേതിൽ ആ ദൈവദാസനും ആ 2 കുഞ്ഞുങ്ങളുമായി അതിദാരുണമായി മരണത്തിന് വിധേയമാകുവാൻ കൂടെയായി തീർന്ന ആ സംഭവം ലോകത്തെ മുഴുവനും ഞെട്ടിച്ച, പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളെ മുഴുവനും കണ്ണീരിലാഴ്ത്തിയതായ ആ സംഭവം നമുക്ക് ഇന്നും മറക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതിനോട് അനുബന്ധിച്ച് പ്രിയ ഷാൻഡി സിസ്റ്റർ കടന്നുപോയ ജീവിതപാതകൾ, ദൈവം നടത്തിയ വഴികൾ നമ്മോടൊരുമിച്ച് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകയാൽ വളരെയേറെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ജീവിതാനുഭവങ്ങൾ കേൾക്കാം. കഴിഞ്ഞ നാളുകൾ ഈ വാത്സല്യ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. തുടർന്നും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷാൻഡി സിസ്റ്റർ ആമേനെ തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായി ഞങ്ങൾ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. കർത്താവിൻ്റെ ദാസി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർന്ന് സംസാരിക്കാൻ സമയം വേർതിരിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് ചാണ്ടി എന്നാണ്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് മാതാപിതാക്കൾ, ഒരു സഹോദരിയാണ് എൻ്റെ വീട്ടിലുള്ളത്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരു വിശ്വാസ കുടുംബത്തിലാണ് ആദ്യം ജനിച്ചത്. മാതാപിതാക്കൾ തന്നെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഈ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയിൽ അന്ന് ചെറുപ്പത്തിലൊന്നും അത്ര ആത്മീയമൊന്നും ഇല്ലെങ്കിൽ ഒരു പരുവത്തിലൊക്കെ അങ്ങ് പോവുകയായിരുന്നെങ്കിലും ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചത്. അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. പാട്ടും പ്രാർത്ഥനയും ആരാധനയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെ പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ 4 പേരും വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കുന്നു. ദൈവദാസന്മാർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന നടത്തുന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ പഠന കാര്യങ്ങൾ, മാതാപിതാക്കളും ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത, എൻ്റെ പിതാവ് തടിപ്പണിയായിരുന്നു. അമ്മ ഏലക്കാടാണ് ഞങ്ങളുടെ ഹൈറേഞ്ചിൽ, അവിടെ ജോലിക്കൊക്കെ പോകും. അങ്ങനെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് സുഖമായിട്ടൊരു പഞ്ഞോ ഒരു പ്രയാസമോ പട്ടിണിയോ ഒന്നും ആ നാടുകളിൽ ഒന്നും ഇല്ല. വളരെ സുഖം, സന്തോഷം, ഒരു സമാധാനക്കേടില്ല. ഞങ്ങൾ 4 പേരും അല്ലേ ഉള്ളൂ. ആകുന്ന ജോലി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുക, പിന്നെ പഠിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിച്ചും വളർന്നു വന്നൊരു കാലയളവ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ചെയ്ത എൻ്റെ പിതാവിന് ഞങ്ങളുടെ പഠിത്തം ഏകദേശം ഒരു 9-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് പിതാവിന് വല്ലാത്തൊരു രോഗത്തിന്റെ അവസ്ഥ കടന്നു വന്നു. ശരീരം മുഴുവൻ വിറയ്ക്കുക. അതുവരെയും ജീവിക്കുന്നു. അപ്പൊ ഈ മാതാപിതാക്കളായിട്ട്, പിതാവിന്റെയും മാതാപിതാക്കളായിട്ട് അവർക്ക് മുതലൊന്നും കൊടുത്തില്ല. എന്തോ 5-10 സെന്റ് സ്ഥലം വീതം കൊടുക്കാനുള്ളായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് 2 പേരും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് 1.5 ഏക്കർ സ്ഥലത്തോളം അവർ തന്നെ വാങ്ങിച്ചു. ജോലി ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് 1.5 ഏക്കർ സ്ഥലത്തോളം തന്നെ വാങ്ങിച്ച് ഞങ്ങളെ അന്നത്തെ സമയത്ത് പഠിപ്പീരിന് വലിയ ചെലവില്ലാത്തതായതുകൊണ്ട്, ആ 10-ാം ക്ലാസ് വരെയുള്ള പഠിപ്പീരിനൊന്നും വലിയ ചെലവില്ലാത്തതുകൊണ്ട് യൂണിഫോം ഒക്കെ മേടിക്കുക. എന്നാൽ ഓവറായിട്ട് ഡ്രസ്സുകളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ അന്നും വലിയ ഡ്രസ്സുകൾ ഒത്തിരി ഇതായിട്ടൊന്നുമില്ല. എന്നാൽ എല്ലാ പിള്ളേരെ പോലെ സാമാന്യമായിട്ട് ജീവിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ആത്മീയമായിട്ടെല്ലാ നിലയിലും സന്തോഷമായിരുന്നു. പിതാവിന് ഈ വയ്യാഴിക വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അതുവരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ദൈവത്തെ വിളിച്ചു പോയ ഒരു വീട്ടിൽ പെട്ടെന്ന് ഈ ഒരു അസുഖം വന്നു. വേറെ തൈറോയിഡ് കൂടിയിട്ട് പിന്നെ ആഹാരം ഇറക്കാൻ പറ്റില്ല, വെളിയിലേക്ക് ശബ്ദം വരത്തില്ല. അങ്ങനെ വന്ന് കട്ടപ്പന ഞങ്ങൾക്ക് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലാണുള്ളത്. അവിടെ ചെന്ന് ഞങ്ങള് ഡോക്ടറെ കണ്ട് സർജനെ കണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. പക്ഷെ കുറയുന്നില്ലാതെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ
തിരുവനന്തപുരത്ത് ശ്രീചിത്തിരെ പോകണം എന്നിട്ട് അത് കരിച്ചു കളയണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒന്നും ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ശരീരം വല്ലാണ്ട് വിറയ്ക്കും. ഒരു ഗ്ലാസ് വെള്ളം പോലും പിടിക്കാൻ മേലാത്ത പോലുള്ള വിറയല്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വളരെ കഷ്ടതയായി, ബുദ്ധിമുട്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ പോക്കായി, പൈസയുടെ ആവശ്യമായി. അങ്ങനെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളും ഭാരങ്ങളിലൂടെ ആളുകളിൽ കടന്നുപോയി. അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും ആകെ മനസ്സിനങ്ങ് ക്ഷീണമായി പോയി. ഇതുപോലെ സ്നേഹിക്കുകയും ദൈവദാസന്മാരൊക്കെ അന്നെന്ന് വെച്ചാല് ആ ഒരു നാളുകളില് ദൈവദാസന്മാരെ സംബന്ധിച്ചു അവർക്കും ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ്. ആ സമയത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ദൈവദാസന്മാര് വീട്ടിൽ വന്ന് നമ്മുടെ വീട് കൊണ്ടാണ് അവര് ജീവിച്ചു പോകുന്നത്. നമുക്ക് ജോലി ഉണ്ടേലും നമുക്ക് ആഹാരം ഉണ്ടേലും ആണ് അവര്. എന്റെ പാപ്പ എന്ന് പറഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞ വീട്ടിൽ എന്തേലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കത്തില്ല. പാസ്റ്റർ എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയി കഴിച്ചേക്കാന്ന് പറയും. വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും അപ്പനുള്ളത് വിളമ്പി വെച്ചേച്ച് ഞങ്ങൾ ചിലപ്പം കഴിച്ചേച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പോഴായിരിക്കും ഒരു പാസ്റ്ററേയും കൊണ്ട് വരും. എങ്കിലും വിളിച്ചോണ്ട് വരും. അന്നും കൊടുക്കാൻ നല്ല മനസ്സായിരുന്നു എന്റെ പിതാവിന്. ദൈവദാസന്മാരെ സ്നേഹിക്കാനും അവർക്ക് ആഹാരം കൊടുക്കുന്നതിനും അവരെ താമസിപ്പിക്കുന്നതിനും ഒന്നും ഒരു മടിയുള്ള ഇതല്ലായിരുന്നു. അന്ന് ദൈവത്തെ പോലെയാ ദൈവദാസന്മാരെ സ്നേഹിച്ചിരുന്നതും കേട്ടോ. ഒരു ദൈവദാസ സ്ഥലം മാറി പോകുന്നു പറഞ്ഞ എന്റെ പപ്പ വരെ അങ്ങ് കരയും. അത്രയും ഒരു ആത്മാർത്ഥ സ്നേഹം അവരുമായിട്ട് അങ്ങ്. അപ്പൊ ആ ദൈവദാസന്മാര് കടന്നു വന്നു. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പാസ്റ്റർ നമുക്ക് എന്നാ വീട്ടിലേക്ക് പോയേക്കാന്ന് പറയും. വീട്ടിൽ വന്ന് പിന്നെ അവർ രണ്ടുപേരും കൂടെ ഉള്ളത് വീതിച്ച് കഴിച്ച് അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് നിന്നൊരു വീട്ടിൽ ഇതുപോലൊരു പ്രയാസം വന്നപ്പോഴത്തേക്ക് പാസ്റ്റർമാർക്കും ഒരു സങ്കടമായി പോയി. കുഞ്ഞുട്ടിച്ചായന് ഇങ്ങനെ ഒരു പ്രയാസം വന്നല്ലോ എന്നോർത്തോണ്ട് പാസ്റ്റർമാർ അന്ന് ഹോസ്പിറ്റലിൽ മിക്കവാറും കൊണ്ടുവന്നു. ജോയി എബ്രഹാം എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്ററാണ് കുഞ്ഞുട്ടിച്ചായ നമുക്ക് എവിടെ പോണേലും പോകാന്ന് പറയും. പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ എന്നോർത്ത് കുറെയൊക്കെ സ്ഥലത്തൊക്കെ പോകും. തിരുവനന്തപുരത്ത് വെച്ച് എന്റെ പിതാവ് പോയപ്പോൾ തനിച്ചാ പോയത്. അന്ന് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി. ഇപ്പൊ കൂടെ പോകാൻ ഞങ്ങൾ രണ്ട് പെൺപിള്ളേരായതുകൊണ്ട് ഞങ്ങളെ ഇട്ടേച്ച് മാതാവിന് പോകാൻ പറ്റത്തില്ല. ഏത് പ്രായം ആ പ്രായത്തിലാണെങ്കിലും ഇട്ടേച്ച് പോകാൻ പറ്റും. പിന്നെ ഒരു എന്ന് വെച്ചാൽ എല്ലാ സഹോദരങ്ങളും എന്റെ പപ്പായിക്ക് ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ട്. പക്ഷെ അവരെയൊക്കെ ഒന്ന് ഇതാക്കുന്നതിന് ഒരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മള് തനിച്ചാണ് എന്റെ അപ്പ പോയിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് പോയി ഒരു 3 പ്രാവശ്യത്തോളം അതിന് പോകേണ്ട വന്നു. 3 പ്രാവശ്യം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെയും ജോലി കാര്യങ്ങൾ ചെയ്യാൻ ഏകദേശം പിന്നെ ഒരു കുറെ നാളുകൂടി എടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ആടും പശുവും ഒക്കെ ഉണ്ട്. അതിന്റെ പാല് കൊണ്ടൊക്കെ കൊടുക്കും. എനിക്ക് പശുവിന്റെ കാര്യങ്ങൾ, പശുവിനെ കറവയും കാര്യങ്ങളും ഒക്കെ അപ്പൊ നേരത്തെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ പശുവിനെ കറന്നു കൊടുക്കും. അനിയത്തി പാല് കൊണ്ട് പോകും. അമ്മ പോയി പോച്ച എഴുതി വെക്കും. ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴത്തേക്ക് ഇതിന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് അങ്ങ് വിട്ടു. കാര്യം പിതാവിന് ഈ അസുഖം വന്നതോടെ നമ്മുടെ എല്ലാ അവസ്ഥകളും അങ്ങ് ക്ഷീണിച്ചു പോയി. ഒന്നും ചെയ്യാൻ മേല. ഞങ്ങളെല്ലാം ആകെ ഒരു അസുഖം വന്ന് ഞങ്ങൾക്ക് വന്നില്ലേലും പിതാവിന് വന്നോടെ ഞങ്ങളും അങ്ങ് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. പിന്നെ ആഹാരത്തിന് അന്ന് ഈ ജോലി ചെയ്തപ്പോ ഈ വസ്തുവൊക്കെ മേടിച്ചിട്ടോ അതിനകത്ത് എല്ലാ ആദായവും കരിഞ്ഞു പോയി. ഏലമൊക്കെ ആയിരുന്നു നമ്മുടെ വസ്തുവിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് എല്ലാം കരിഞ്ഞു പോയി. ജോലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ. ഞങ്ങളെ സംബന്ധിച്ച് പിള്ളേരായതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്യുന്ന പോലെ ഏലത്തിനകത്തെ ജോലികളൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അങ്ങനെ കഴിഞ്ഞ് എല്ലാം പോയി. പിന്നെ അങ്ങ് കഷ്ടതയായിരുന്നു. ആ അസുഖം കുറഞ്ഞു വന്നു കഴിഞ്ഞ് പിന്നെ 1 വർഷത്തോളം പിതാവ് പിന്നെ റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ്. പിന്നെ അതിനോടിടയ്ക്ക് ഞങ്ങൾക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്നിട്ട് പറയുന്ന കേൾക്കാം. ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്നിട്ട് പ്ലാവിന്റെ ചുവട്ടിൽ പോയി ചക്കുകുരു പെറുക്കിക്കൊണ്ട് പുഴുങ്ങി തന്നു എന്നൊക്കെ പറയാം. ഞാനത് ഓർക്കുന്നില്ല. പിതാവും മാതാവും കൂടി ഇരുന്ന് പറയും ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളെ അതും അറിയിച്ചിട്ടില്ല. അപ്പൊ പ്ലാവിന്റെ ഒക്കെ ചോട്ടില്ല. അപ്പൊ അവയൊന്നും കേറാൻ വയ്യല്ലോ. അപ്പൊ വയ്യാതിരിക്കുന്നു. അപ്പൊ ചക്ക പഴുത്തൊക്കെ വീഴുമ്പോ അതിന്റെ കുരുവൊക്കെ പെറുക്കിക്കൊണ്ടെന്ന് ഞങ്ങൾക്ക് ആഹാരത്തിന് പുഴുങ്ങി തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട് ഞാൻ കേട്ടു. അങ്ങനെ വളരെ കഷ്ടതയിലൂടെ പോയി. പിന്നെ അസുഖമൊക്കെ കുറഞ്ഞു. പറമ്പിനകത്ത് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അല്പം ആദായമൊക്കെ ആയി വന്നു. അപ്പോഴത്തേക്ക് പിന്നെ ഒരു താല്പര്യമായി. എന്നെ 2 പെൺപിള്ളേരല്ലേ, അപ്പം എന്നെ എങ്ങനെയും കെട്ടിച്ചു വിടണം. ആ ഉത്തരവാദിത്തം ഈ അസുഖം കുറഞ്ഞെങ്കിലും പിതാവിന് എന്തോ മാരകമായ ഒരു പ്രയാസമാണ്. എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് അറിയുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ കെട്ടിച്ചു വിടണം. അങ്ങനെ ഒരു താല്പര്യം. അതിന് ഒത്തിരി ആലോചനകളും കാര്യങ്ങളും ഒക്കെ വന്നു. പിന്നെ നമുക്ക് വീടില്ല. വീടിന്റെ പണികളെന്ന് വെച്ചാൽ അന്ന് മേസ്തിരി വരെ മൈക്കാടായിട്ട് ഞാനൊക്കെയാ നിൽക്കുന്നത്. അല്ലാതെ ഇപ്പൊ ജോലിക്ക് ആളെ നിർത്താനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാനും അനിയത്തിയും മണലപ്പം പപ്പ തോട്ടിൽ നിന്ന് വാരി കൊണ്ടുപോയി വെക്കും. ഞങ്ങള് അത് അരിച്ച് ഇങ്ങനെ പെറുക്കി അതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്ന
തന്നെ എന്ന് വെച്ചാൽ അമ്മയുടെ ആങ്ങളെ ഒരാൾ മേസ്തിരിയുണ്ട്. ആ ജോയിച്ചാനെ നിർത്തും മേസ്തിരിയായിട്ട്. ഞങ്ങൾ അതിന് ജോയിച്ചാൻ തന്നെ ചാന്ത് കൂട്ടിത്തരും, ഞങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കും. അങ്ങനെ ഒരു വീടൊക്കെ ഞങ്ങള് ഏകദേശം വെച്ചു. നല്ലൊരു കുഴപ്പമില്ലാത്ത ദിവസത്തിലായി. അങ്ങനെ ഈ കല്യാണ കാര്യങ്ങളെ കുറിച്ച് പിന്നെ ആലോചനയായി. പാസ്റ്റർ അന്നേരത്തേക്ക് പിതാവ് പോയി. പിന്നെ ഒത്തിരി ഇടത്തുനിന്ന് ആലോചനകൾ വന്നപ്പോഴും ഞാന് വടക്കിണ്ടിയിൽ സുവിശേഷ വേലയ്ക്ക് പോകണം. അവിടെ സുവിശേഷ വേലക്കാർ വന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, എനിക്ക് വേണ്ട സുവിശേഷ വേലക്കാരെ വേണ്ട, എനിക്ക് ജോലിക്കാരും മതി. കാര്യം ഈ പാസ്റ്റർമാരെ സംബന്ധിച്ച് ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാസ്റ്റർമാരുടെ ഇല്ലായ്മകളും അവരുടെ ബുദ്ധിമുട്ടുകളും അവരെ നിന്ന വാക്കുകളും മറ്റുള്ളവർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് പാസ്റ്റർ വേണ്ട, സുവിശേഷ വേലക്കാര് വേണ്ട. ഞാൻ നല്ലൊരു വിശ്വാസിയായിട്ടിരുന്നോളാം, കുഴപ്പമില്ല, നല്ലൊരു വിശ്വാസിയായിട്ട് പാസ്റ്റർമാരെ സ്നേഹിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, അങ്ങനെ നല്ലൊരു വിശ്വാസിയായിട്ടിരുന്നോളാം. എനിക്ക് പാസ്റ്റർ വേണ്ട, അത് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു ഒത്തിരി പേരെ വിട്ടേച്ച് ലാസ്റ്റ് നമ്മുടെ അടുത്തുനിന്ന് തന്നെ, ഞങ്ങൾ കട്ടപ്പന താമസിക്കുന്നു, കുമളി അണക്കരയെന്ന് തന്നെ ഒരു എൻ്റെ അമ്മയുടെ അനിയത്തിമാര് മോളമ്മാമയും മോളിമാമയും ഉണ്ട്. 2 അനിയത്തിമാരൂടെ കൂടി ഈ ചാണ്ടി പാസ്റ്ററായിട്ട് വീട്ടിൽ വരിക. പാസ്റ്റർ വീട്ടിൽ വന്നു. അന്നേരം എൻ്റെ പപ്പായും മമ്മിയും വീട്ടിലില്ല. ഞാനും എൻ്റെ അനിയത്തിയും പോച്ചയൊക്കെ ചെത്തിക്കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അവര് വരിക. വന്നു പെട്ടെന്ന് ഒരു നൈറ്റി എടുത്തിട്ട്, അന്നും ഈ നമുക്ക് ഈ വലിയ ഒരുക്കോ എടുക്കുകയൊന്നുമില്ലേ, ഒരു നോർമലായിട്ട് നമ്മളങ്ങ് പോയി ഒരു നൈറ്റി ആയിട്ടോണ്ട് പോയി നിന്നത്. നൈറ്റി ഇട്ടോണ്ട് പോയി. മോളിമാമ പറഞ്ഞൊരു ഗ്ലാസ് കാപ്പി കൊണ്ട് കൊടുക്കുമ്പോളെ കാപ്പിയും കൊണ്ട് കൊടുത്തു. പിന്നെ എന്തോ പേരൊന്ന് ചോദിച്ചു, അന്ന് അഭിഷേകം പ്രാപിച്ചതാണോ പിന്നെ സ്നാനപ്പെട്ടതാണോ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു പറഞ്ഞു. പിന്നെ എന്നോട് അധികം സംസാരിച്ചില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിതാവും മാതാവും പിന്നെ 2-3 പേരൂടെ കൂടി ചാണ്ടി പാസ്റ്ററുടെ വീട്ടിലേക്ക് ചെന്ന ഉടനെ പാസ്റ്റർ പറയുന്ന ഇതാണ്, അച്ചാച്ചാ എനിക്ക് വീടില്ല. അന്നൊരു പുല്ലിട്ട വീടാ അവിടെ ഉള്ളത്. എനിക്ക് വീടില്ല, എൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഉടനെ എൻ്റെ പിതാവ് പറഞ്ഞു, മോനെ വീടൊക്കെ നമുക്ക് ദൈവം തരുന്നതാ, നമുക്ക് വീടൊന്നും അല്ല കാര്യം, അത് എൻ്റെ മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മാതാവിന് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വീടില്ലല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മാതാവിനുണ്ടായിരുന്നു. അത് ചാണ്ടി പാസ്റ്ററിനോട് പറഞ്ഞു, നിന്റെ മമ്മി എനിക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു, ആ പറച്ചിരി കേട്ടിട്ട് നടക്കുമെന്ന് ഓർത്തില്ല. കാര്യം നമ്മൾ ഒരുമാതിരി നല്ല വീട്ടിൽ താമസിക്കുന്നു, എനിക്ക് അവിടെ ചാണകം മെഴുകുന്ന കാര്യമൊന്നും നമുക്ക് അത്ര വശമൊന്നുമില്ല. അങ്ങനെ വല്ലാത്ത ഒരു ഇത് വന്നാലും എൻ്റെ പപ്പ പറഞ്ഞു, ഞാനും പറഞ്ഞു, എൻ്റെ പപ്പ ഏത് കാര്യം പറയുന്നു ഞാൻ അതിന് സമ്മതിക്കും. കാര്യം ഒന്നാമത് ഞങ്ങളുടെ അപ്പനെ നോക്കി 2 പെമ്മക്കളല്ലേ, ആങ്ങളമാരില്ലാത്തതുകൊണ്ട് അപ്പനാണ് ഞങ്ങൾക്ക് എല്ലാമായിട്ടുള്ളത്. അപ്പൊ ഏത് കാര്യം പപ്പ പറഞ്ഞു ഇന്നത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. അങ്ങനെ ഞങ്ങള് ആ ഒരു കാര്യം വന്നപ്പോ ഇത് വീടാണേലും കുഴപ്പമില്ല, എൻ്റെ അപ്പന് സന്തോഷമായിരുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് കണ്ടു. ആ ഒരു സാഹചര്യത്തിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ വീടിന്റെ ഒരു അവസ്ഥയല്ല അവിടെ ഉണ്ടായിരുന്നത്. 2 ചേട്ടന്മാര് സമുദായത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടുത്തെ പപ്പ ഇച്ചിരി കള്ളൊക്കെ കുടിക്കുന്ന ഒരു പപ്പയായിരുന്നു. അവിടെ വന്ന് ചിലപ്പോഴൊക്കെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. നമ്മൾ ആ ഒരു സാഹചര്യം കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടില് സന്തോഷവും സമാധാനവും അല്ലാതെ ഈ പപ്പായ്ക്ക് ഈ അസുഖം എന്നുള്ള ഈ ഇതല്ലാതെ ഒരു കള്ളു കുടിച്ചൊരു ബഹളവോ അങ്ങനെ ഒരു അസ്വസ്ഥത നമ്മള് കണ്ടിട്ടില്ല. വഴിയൊക്കെ ഇങ്ങനെ ആൾക്കാർ പോകുന്നു കണ്ടിട്ടുള്ളതല്ല. നമ്മുടെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയായി. എങ്കിലും പിടിച്ചു എന്നാന്ന് വെച്ചാല് മാതാപിതാക്കൾ വിട്ടതല്ലേ, നമ്മൾ എൻ്റെ അടുത്ത് വഴക്കും അലമ്പൊന്നുമില്ല, അവിടെ വന്ന് അമ്മയുടെ അടുത്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വരുന്ന കാണുമ്പോഴെ പേടിയായതുകൊണ്ട് ഞാൻ റൂമിനകത്ത് കയറി അങ്ങിരിക്കും. അങ്ങനെ കുഴപ്പമില്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയി, കുഴപ്പമില്ല. എന്നാൽ സങ്കടം ഉണ്ടെന്നാലും ഈ ഒരു അവസ്ഥ വന്നല്ലോ, പിന്നെ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം, മനം തിരിയുന്നില്ലെങ്കിൽ വാളിന് മൂർച്ച കൂട്ടും ദൈവമാണല്ലോ, ദൈവമേ മാനസാന്തരം കൊടുക്കണേ, മടക്കി വരുത്തണേ, നമ്മൾ ഇന്നും ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു ഇങ്ങനെയൊക്കെ പോയി കുറെ ദിവസം കഴിയുമ്പോ ഒരു 3 മാസത്തേക്ക് ഒരു മാനസാന്തരം വരും. അത് കഴിയുമ്പോൾ പിന്നെ ആ ഒരവസ്ഥയിലേക്ക് പിന്നെയും പിതാവ് അങ്ങ് പോകും. എന്താണെന്നറിയത്തില്ല. പിതാവ് വന്ന് എസ്റ്റേറ്റ് സൂപ്പർവൈസർ ആയിരുന്നു. അപ്പം ഈ ചാണ്ടി പാസ്റ്റർ എസ്റ്റേറ്റ് സൂപ്പർവൈസർ ആയിരുന്നു. ജോലിക്കാരനെ ആഗ്രഹിച്ച പോലെ തന്നെ ജോലിക്കാരെ തന്നെ കിട്ടി. അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായിപ്പോയി. ജോലിക്കാരനാണല്ലോ, എനിക്ക് 4 പേരുടെ അടുത്ത് നിർത്താൻ പറ്റുമല്ലോ, ജോലി ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ സന്തോഷിച്ച് ഞാൻ അവിടെ ചെന്നിട്ടും പശുവുണ്ട്, അതിന് കറന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് പോയി. പിന്നെ ഈ ഒരു വിഷയത്തിലെ ഒരു നിരാശയുള്ളൂ,
ഈ അവിടുത്തെ പപ്പ ഈശ്വര ഇത് കുടിച്ചേച്ച് വന്ന് കഴിയുമ്പോൾ ഒരു ബഹളം ഒച്ചപ്പാടും ഒരു ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളു. അല്ലാതെ ചാണ്ടിപ്പാസ്റ്റയെ കൊണ്ട് ഒരു കുഴപ്പമില്ല, സ്നേഹത്തിന് കുറവില്ല, ഒന്നിനും കരുതുന്നതിന് കുറവില്ല. എല്ലാം നല്ല ഒരു ഇതായിരുന്നു എന്റെ ജീവിതത്തിൽ. ദൈവമായിട്ട് എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരുക്കി തന്നെങ്കിൽ അപ്പന്റെ ഇഷ്ടപ്രകാരം ചെയ്ത് എങ്കിലും അതിന്റെ ജീവിതത്തിൽ നല്ലൊരു അനുഗ്രഹം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം പറയുന്നതിന് മാറ്റം പറയത്തില്ല. പിന്നെ എന്റെ പപ്പ പറയുന്നതിന് എതിർപ്പ് ആരും പറയത്തില്ല. അപ്പൊ ആ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് അധികം താമസിക്കാതെ തന്നെ ഒരു മോളുണ്ടായി കഴിഞ്ഞാണ് ചാണ്ടിപ്പാസ്റ്റ് ഇങ്ങനെ ദൈവജനം പഠിക്കാൻ പോകുന്നത്. അതിനും ദൈവം ഒരു മുഖാന്തരം ഒരുക്കി. എല്ലാവരിലൂടെയും ദൈവശബ്ദം കേൾക്കും. മോനെ, നിന്നെ മറ്റുള്ളവരുടെ തോട്ടം നോക്കാനല്ല വിളിച്ചിരിക്കുന്നത്, എന്റെ വയലിൽ ഇറങ്ങണം. അതൊക്കെ കേട്ടങ്ങ് മാറിപ്പോവും. ഒരു ഭയങ്കര ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്കിരുന്നാലും, ആസ്യോതിരുന്നാലും, കൺവെൻഷൻ എവിടെ ഇരുന്നാലും ചാണ്ടിപ്പാസ്റ്റർ തിരിഞ്ഞു പെറുക്കി വന്ന് എനിക്കും അതൊരു അത്ഭുതമായിപ്പോ. ഇത്രയും ജനത്തിന്റെ ഇടയിൽ വന്ന് ഈ പാസ്റ്ററുടെ തലയെ മാത്രം കൈവച്ച് ഇങ്ങനെ ആലോചന പറഞ്ഞു, നിന്നെ ഞാൻ മറ്റുള്ളവരുടെ നോട്ടം നോക്കാനല്ല വിളിച്ചിരിക്കുന്നത്, എന്റെ വയലിൽ അധ്വാനിക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് പറയും. അപ്പോഴും നമ്മളിങ്ങനെ തട്ടി നീക്കും. കാര്യം ഈ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ ഓർക്കുമ്പോഴത്തേക്ക് വേണ്ട എങ്ങനെയും മുന്നോട്ട് വല്ല കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ച് സമാധാനമായിട്ട് പോവാം. നമ്മള് ആത്മീയമായിട്ടെങ്ങും പോകുന്നില്ല. നല്ലൊരു ആത്മീയമായിട്ടും ദശാംശം കൊടുത്തും ദേവദാസന്മാരെ സ്നേഹിച്ചും ഒക്കെ പോയാൽ മതി. അതാണ് നമ്മുടെ ചിന്തയിരിക്കുന്നത്. പിന്നെ ഉപവാസ പ്രാർത്ഥന മുടക്കത്തില്ല, കോട്ടേജ് മീറ്റിംഗ് മുടക്കുക, എല്ലാ പ്രാർത്ഥനയ്ക്കും പോകും. അങ്ങനെയൊക്കെ ഇരുന്നത്. പക്ഷേ ഇങ്ങനെ ഒത്തിരി ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. എന്തോ ഇങ്ങനെ കേൾക്കുന്നത്. പിന്നെ ഞാൻ പറയും, അതൊക്കെ ഇങ്ങനെ ദേവദാസന്മാർ അങ്ങനെ പറയും. ദേവദാസന്മാരെ സംബന്ധിച്ച് അവരങ്ങനെ പറയും. ഒരു ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ പറയുന്ന ഒരു സ്വഭാവം ഓർക്കുള്ളത്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന്. അതുകൊണ്ട് അത് വലിയ ഇതാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ആ സ്ഥലത്ത് തന്നെയായിരുന്നു, അണക്കര തന്നെയായിരുന്നു പിന്നെ ആദ്യ എസ്റ്റേറ്റ് സൂപ്പർവൈസർ ആയിട്ട്. പിന്നെ അവിടുന്ന് ഒരു സ്ഥലം മാറ്റം കിട്ടി. തോപ്രാംകുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ജോലിക്ക് കടന്നുപോയി. ഈ പാസ്റ്ററെ സംബന്ധിച്ച് സമുദായത്തിലായിരിക്കുമ്പോഴും ഭയങ്കര പള്ളിഭക്തനായിരുന്നു. ഏതൊരു കാര്യം ഉണ്ടെങ്കിലും അതെന്നോട് പറഞ്ഞറിഞ്ഞ, എനിക്കതേക്കുറിച്ച് അല്ലാതെ അറിയത്തില്ല, എന്നോട് പറഞ്ഞത് പള്ളിഭക്തനായിരുന്നു. അത് ചേട്ടത്തിമാരാന്നേലും പറയും, പിന്നെ മറ്റുള്ളവരാണേലും പറയും. 8 നോയിമ്പും മറ്റു നോയിമ്പുകളും കാര്യങ്ങളും എടുക്കുന്നതിനും എല്ലാം ഭയങ്കര പള്ളിഭക്തൻ. അവിടെ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മുന്നേ നിൽക്കുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് വരാൻ കാരണമെന്ന് വെച്ചാല് പിന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചു. അത്രയും പ്രായത്തിനോടിട ചെയ്യാവുന്ന സകല ഇതും ചെയ്തു. കുടിച്ചേച്ച് സെമിത്തേരി വരെ കിടന്ന അവസ്ഥകളുണ്ടായിരുന്നു ആ സമയത്തിനോടിടയില്. 24 വയസ്സിലാണ് ചാണ്ടിപ്പാസ്റ്റർ തന്നെ 21 വയസ്സിൽ എന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പം ആ 24 വയസ്സിനോടിടയിലെ കൂട്ടുകാരും കൂടി കുടിച്ച് സകലവിധ അഴിമതിയും ചെയ്ത് സെമിത്തേരി വരെ കിടന്ന ഒരവസ്ഥയിൽ നിന്ന് കൂട്ടുകാരൻ പറഞ്ഞു, ബിജു വാ, എന്റെ വീട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥനയുണ്ട്, നീ ഒന്ന് വാ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ വിളിച്ചാ. എന്നാ എന്തോ അവിടെ നടക്കുന്ന കളി കാണാൻ വേണ്ടി, അവിടെ എന്താ നടക്കുന്നെന്ന് കാണാൻ വേണ്ടി ചാണ്ടിപ്പാസ്റ്റർ അവിടെ പോയിരുന്നു. അപ്പോഴേക്കും അവിടെ ഇന്ന് ദേവദാസൻ പറഞ്ഞു, അങ്ങനെ നിന്റെ പാവങ്ങൾ ഈ ലോകത്തിൽ ആർക്കും മോചിച്ചു തരും കഴിയത്തില്ല, നിന്റെ പാവം മോചിക്കുവാന് സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ അവിടെ അത് മാനസാന്തരത്തിന് ഒരു മുഖാന്തരമായിരുന്നു. അത് അവിടെ വെച്ച് ആ ശബ്ദം കേട്ടപ്പോ പാവത്തെ മോചിക്കാൻ കർത്താവിന് കഴിയുള്ളൂ. എന്നാ അതൊന്ന് അറിയണമല്ലോ എന്ന് ഓർത്ത് ഈ വചനം പഠിക്കാൻ തുടങ്ങി. പിന്നെ ബൈബിള് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യാവസ്ഥ മനസ്സിലായി. സത്യം മനസ്സിലായി കഴിഞ്ഞപ്പം പിന്നെ പയ്യെ പ്രാർത്ഥനയ്ക്ക് പോകാൻ. അതിനു മുമ്പ് തന്നെ അവിടുത്തെ അമ്മയും പെങ്ങളും വിശ്വാസത്തിലാകട്ടോ. ചാണ്ടിപ്പാസ്റ്റർ അമ്മയും പെങ്ങളും വിശ്വാസത്തിലാ. അവരെ കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട് ഈ കർത്താവിന്റെ വേലയ്ക്ക് ബന്ധക്കോസ് വന്നതിന് വേണ്ടി. ഇഷ്ടം പോലെ ഉപദ്രവിക്കുകയും പ്രാർത്ഥിക്കാനും സമ്മതിക്കത്തില്ല. ആകുന്ന ഈ പപ്പായെ പോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു. മറ്റു ചേട്ടന്മാരും സമുദായത്തിലായതുകൊണ്ട് ഇവര് വിശ്വാസത്തിൽ പോയതിനു വേണ്ടി ഇവരെ കണ്ടമാനം ഉപദ്രവിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്ത ആളാണ്. അവിടെ ചെന്നിരുന്ന് ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് ദൈവശബ്ദം അന്ന് ദൈവത്തിന്റെ ആത്മാവ് വന്ന് സംസാരിച്ച് പാവത്തിന്റെ കാര്യത്തെ കുറിച്ച്. അപ്പൊ വചനം പഠിച്ചതനുസരിച്ച് ഇപ്പൊ പിന്നെ ഇത് പ്രാർത്ഥനയ്ക്ക് പിന്നെ പയ്യെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് വന്നു. അതോടനുബന്ധിച്ചാണ് ഈ കല്യാണം നടക്കുന്നത്. അത് ഒരു ഭയങ്കര ഒരു വർഷങ്ങളുടെ പാരമ്പര്യം പറയാനില്ല കല്യാണം നടക്കുന്ന സമയത്ത്. എങ്കിലും ഒരു ആത്മീയ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കല്യാണം നടക്കുന്നത്. പിന്നെ ഞാനും ഒരു ആത്മീയ അന്തരീക്ഷത്തിലുള്ള ആയതുകൊണ്ട് ഞാനും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ്
ഉത്സാഹമായി പിന്നെ പ്രാർത്ഥനയ്ക്ക് പോയി. ഇത് അറിഞ്ഞു കഴിഞ്ഞ് സത്യം ഇതാത് മനസ്സിലായി കഴിഞ്ഞപ്പോ മുതല് പ്രാർത്ഥനയ്ക്ക് പോകണം. പ്രാർത്ഥനയ്ക്ക് പോകാതെ ഒരു നിമിഷം പോലും പറ്റത്തില്ല. അങ്ങനെ തോപ്രാംകുടി ജോലിക്ക് പോയി കഴിഞ്ഞ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഇപ്പം വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന പോലും മുടക്കുകയല്ലേ. അവിടെ ചെന്ന് കത്തോലിക്കരുടെ ഏരിയയിലാണ് തോപ്രാംകുടി ജോലിക്ക് പോയത്. ജോലി സ്ഥലത്ത് ചെന്നിട്ട് ഞായറാഴ്ച അവരോട് ചോദിച്ചു, ദേവദാസ് സാർമാരെ ഇവിടെ എവിടെയെങ്കിലും പിന്നെ ഈ പ്രാർത്ഥന ബന്ധക്കോസുകാരുടെ പ്രാർത്ഥനയുള്ള സ്ഥലം അറിയാമെന്ന് ചോദിച്ചു. അവര് 2-3 പേര് അവിടെ അങ്ങോട്ട് കൂടി വരുന്ന ഒരു ഇതുപോലെ അവിടെ ഉണ്ട്. അവർക്കും അറിയത്തില്ല ബന്ധക്കോസുകാരെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കത്തോലിക്കരുടെ ഏരിയ. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അവിടെ അന്ന് ഞായറാഴ്ച രാവിലെ ചാണ്ടി പാസ്റ്റർ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. ഒന്നും അറിയത്തില്ല, ഒരു മനുഷ്യർക്കും അറിയത്തുമില്ല, ഒന്നുമില്ല. പ്രാർത്ഥന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്ക് കയറിയിരുന്നു. പ്രാർത്ഥനയ്ക്ക് ചെന്ന് പാട്ടും ആരാധനയും കഴിഞ്ഞ് ഉടനെ ഒരു 5 വയസ്സുള്ള കൊച്ചു വന്ന് ദൈവാലോചന പറഞ്ഞു, അവനെ നിന്നെ ഞാന് മറ്റുള്ളവരുടെ നോട്ടം നോക്കാനാണ് വിളിച്ചിരിക്കുന്നത്, നീ എന്റെ വേലയ്ക്ക് ഇറങ്ങണില്ല, നിന്റെ ഭവനത്തിൽ അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും വരുമെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ, അത് പ്രാർത്ഥന കഴിഞ്ഞ് എസ്റ്റേറ്റ് വന്ന ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു, എടി കൊച്ചെ, എന്നെ എടി കൊച്ചെന്നാ വിളിക്കുന്നത്, എടി കൊച്ചെ ഇതിങ്ങനെ പോയാൽ ഒക്കത്തില്ല, നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണം. ഇനി പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ഇങ്ങനെ ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചു, എന്നെ ഒന്നും അറിയത്തില്ല, അവിടെ ആർക്കും അറിയത്തില്ല, അവിടെ ചെല്ലുന്ന കർത്താവിന് മാത്രമല്ല അതൊരു മനുഷ്യനും അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് ചെന്നപ്പോ ഈ 5 വയസ്സുള്ള കുഞ്ഞു എന്ന് പറഞ്ഞപ്പോ അതങ്ങുള്ളിൽ വലിയ ഭയമായി പോയി. വീട്ടിൽ പ്രതികൂലങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനോടിടയ്ക്ക് പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയൊരു പ്രതികൂലം കൂടെ വരുമ്പോ ഒന്ന് പേടിച്ചേച്ച് എന്ത് ചെയ്തു, ചാണ്ടി പാസ്റ്റർ സുവിശേഷ വേലയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്കും ഒരു ഉള്ളിലൊരു പേടി, പ്രതികൂലം വരുമെന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ അത് കേൾക്കുമ്പോ നമുക്കുള്ളിൽ ഒരു പേടി, എന്തോ പ്രതികൂലം വരുന്ന ദൈവമേ, എന്താ വരുന്നെന്നുള്ള ഒരു പേടി കൊണ്ട് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാ കുഴപ്പമില്ല എന്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ചാണ്ടി പാസ്റ്ററുടെ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർക്ക് താല്പര്യമില്ല, അവരൊക്കെ സമുദായത്തിൽ പോകുന്നുണ്ട്. അമ്മയുണ്ട്, പിന്നെ അമ്മയുടെ ഒരു ആങ്ങള അമ്മാച്ചൻ ഒരു പാസ്റ്ററാണ്. അന്നേരം കുഞ്ചായനെയും വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി അവിടെ വരന്നൂര് ഇടത്തറ എന്നാ വീട്ടുപേര്, ഈ 2 കുടുംബത്തിൽ നിന്നും ആരുമില്ല, നീയെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി, എന്റെ ഒരു പാരമ്പര്യം നീ പിന്തുടര് എന്നും പറഞ്ഞ ഇജാസിന് കുഞ്ചായനും പറഞ്ഞു. അങ്ങനെ വന്ന് ആ ജോലിയെല്ലാം നിർത്തി വന്നേച്ച് ഒരാഴ്ച വീട്ടിൽ നിന്നേച്ച് പിറ്റേ ബൈബിൾ കോളേജിലെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പുളക്കട നമ്മുടെ ചർച്ചക്കോടിന്റെ അവിടെ തന്നെ പോയി ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് പഠിക്കാൻ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അന്ന് പിന്നെ അവിടുത്തെ പപ്പയ്ക്ക് ജോലിയുള്ള കൊണ്ട് ഞാനും അമ്മയും എന്റെ മൂത്ത മോളും മാത്രമേ ഉള്ളായിരുന്നു. കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോയി ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകും. 2 ആഴ്ച കൂടുമ്പോൾ ശനിയാഴ്ച ക്ലാസ് തീരും, അല്ലെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ക്ലാസ് തീരുവാണെങ്കിൽ അന്ന് വൈകിട്ട് വന്നിട്ട് ഞായറാഴ്ച വെളുപ്പിനെ 5:30 ഒരു ബസ്സുണ്ട് നമ്മുടെ അവിടുന്ന്, അതിന് വന്നാൽ ഇവിടെ കറക്റ്റ് സമയത്ത് വരാൻ പറ്റും. ആ 5:30 ബസ്സിന് തിരിച്ചു പോരും. അങ്ങനെ അന്ന് പിതാവ് കൊണ്ടുവിടും, അവിടുത്തെ ചാണ്ടി പാസ്റ്ററുടെ പപ്പ അന്നൊക്കെ കൊണ്ടുവിടും. അങ്ങനെ കുറെ നാൾ ഇങ്ങനെ വന്ന് 1 വർഷം ചാണ്ടി പാസ്റ്റർ ദൈവജനം പഠിക്കാൻ പോയി കഴിഞ്ഞാണ് പപ്പയ്ക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. പപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ബൈബിൾ വചനം പഠിത്തമൊന്നും നിർത്തിയില്ല, ധൈര്യമായിട്ട് തന്നെ വചനം പഠിച്ചു, കുഴപ്പമില്ല. പിന്നെ പോരുമ്പോഴും ഞാനും അമ്മയും മോളും മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ചാണ്ടി പാസ്റ്റർ 2 ആഴ്ച കൂടുമ്പോൾ വരും. പിന്നെ സഹോദരങ്ങളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്. അവര് സമുദായത്തിൽ പോകുന്നവരാന്ന് പറഞ്ഞാലും പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ വെച്ചാൽ വരും. പശു ഒക്കെ ഉള്ളത് കൊണ്ട് അതിനെ പോച്ച എത്താൻ പോകണമെന്ന് പറഞ്ഞാൽ ചേട്ടത്തിമാരൊക്കെ അതിന് സപ്പോർട്ടാണ്, ചേട്ടന്മാര് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മുടെ കൂടെ. ഞങ്ങൾ 2-3 പേരും തന്നെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിനും അവര് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രാർത്ഥന നമ്മൾ ബന്ധക്കോസിൽ പോയതിന് അവർക്ക് എതിർപ്പൊന്നുമില്ല, അവര് വരുന്നില്ല എന്ന് പറഞ്ഞാണ് നിന്നിരുന്നത്. നമുക്ക് പോയതിന് അവർക്ക് എതിർപ്പില്ലായിരുന്നു. പിന്നെ അങ്ങനെ സന്തോഷമായിട്ട് പോയി. പഠിത്തം കഴിഞ്ഞ് ചാണ്ടി പാസ്റ്റർ അവിടുത്തെ പഠിത്തം കഴിഞ്ഞ് ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സമുദായത്തിലുള്ള സഹോദരന്മാരും ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും ആ ഒരു വണ്ടി വിളിച്ച് എല്ലാവരും ഗ്രാജുവേഷന് പോയി. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നടന്ന് പുതിയൊരു പ്രവർത്തന സ്ഥലത്തേക്ക് ഞങ്ങളെ വിട്ടത്. ആദ്യം ഒരു 6 മാസം ഒന്നുമില്ലാത്തൊരു ഏരിയയിലേക്ക് വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ വന്ന് ചെല്ലാറുകോവിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്ന് ഒരു പുതിയ പ്രവർത്തനം എടുത്തു.
കുറെ നാൾ ഒരു പാസ്റ്റർ, നമ്മുടെ ചർച്ചിലെ പാസ്റ്ററിന്റെ കീഴിൽ തന്നെ നിന്നു. കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് അവിടെ അല്പസമയം ആ പാസ്റ്റർ ദൈവജനം സംസാരിക്കാൻ സമയം കൊടുക്കും. അങ്ങനെ ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ടൊക്കെ നിന്നേച്ച് ഒരു പുതിയ പ്രവർത്തനം എടുത്തേച്ച് ഇങ്ങനെ ചെല്ലാർകോവിൽ എന്ന പ്രദേശത്ത് ഒരു വിശ്വാസികളും ഇല്ല, ആരുമില്ല. പുതിയൊരു പ്രവർത്തന സ്ഥലം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തും കർത്താവിന് വേണ്ടി സഹിപ്പാനങ്ങ് മനസ്സോടെ ഇറങ്ങിയേക്കല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പോവുകയും വരികയും ചെയ്താൽ മതി. അതാകുമ്പോ അപ്പം പശുവിനെയും ആടിനെയും ഒക്കെ നോക്കാൻ കുഴപ്പമില്ല. അപ്പം വീട്ടിൽ നിന്ന് പോയി ഇങ്ങനെ പോയി വന്നു ഒക്കെ അങ്ങനെ നിന്ന് സുവിശേഷ വേല ചെയ്തു. 6 വർഷം അവിടെ നിന്നു ചെല്ലാർകോവില്. ഒരു വാടക കെട്ടിടത്തിലാണ് പ്രാർത്ഥന തുടങ്ങിയത്. 5 വർഷമായപ്പോ നമുക്കൊന്ന് മാറണമെന്ന് തോന്നി. ഇനിയിപ്പം ഒരിടത്ത് തന്നെ അപ്പൊ നമുക്ക് വീട് വെച്ചപ്പോ അല്പം കടമുണ്ട്. ഈ പുതിയ പ്രവർത്തന സ്ഥലത്ത് പോയാൽ നമുക്കൊന്നും കിട്ടാനില്ല. ഒരു ജോലിക്ക് പോകാൻ പറ്റിയല്ല, പാസ്റ്ററായിട്ട് പഠിച്ചിറങ്ങിയും പോയില്ലേ, ഒരു വഴിയും നമുക്കില്ല. പുതിയ പ്രവർത്തന സ്ഥലത്ത് ആരുമില്ല, നമുക്കൊരു സപ്പോർട്ടിന് ആരുമില്ല. സഹോദരങ്ങളുടെ അടുത്ത് ബന്ധക്കോസിൽ പോയതുകൊണ്ട് പൈസ ചോദിച്ചെല്ലാം പറ്റൂ, അത് പറ്റത്തില്ല. പിന്നെ അറിഞ്ഞു തരുന്നെന്ന് വെച്ചാൽ എന്റെ വീട്ടുകാരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തന്നൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം വീട് വെച്ചപ്പം തന്നെ ഒരു അല്പം കടം ഉണ്ടായിരുന്നു. ആ കടം അങ്ങനെ കിടക്ക ചെയ്ത് തന്നെ പിന്നെ ഈ ഞങ്ങൾക്ക് പഞ്ഞം വരുത്തല്ലോ ഒന്നുമില്ലോന്ന് ഓർത്തുകൊണ്ട് എവിടുന്നേലും കിട്ടുന്നവരോടൊക്കെ മരിച്ചു എടുത്തു ഒക്കെ ആയിട്ട് 100 രൂപ ഒരാഴ്ച ഞങ്ങൾക്ക് ചിലപ്പം അവിടുന്ന് സ്വതരാഴ്ച എല്ലാമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു വീട് എങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെ കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ തീരുമാനിച്ച് വസ്തു വിറ്റ് കർത്താവ് ഈ വീട് വിറ്റ് തരികയാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈ വീട് വിറ്റ് കടമൊക്കെ ഒന്ന് വീട്ടി പശുവും വേണ്ട, ആടും വേണ്ട, എല്ലാം വിട്ട് കർത്താവ് അയക്കുന്നിടത്ത് ഞങ്ങൾ പോയിക്കോളാം. കർത്താവ് എവിടെ പറയുന്നു, ഇനി ഏത് ദേശത്ത് പറയുന്നു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ പൊയ്ക്കോളാം. അങ്ങനെ കുറെ നാളിങ്ങനെ കടമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ കടമെല്ലാം വീടി കഴിഞ്ഞ് ഞങ്ങൾ കർത്താവ് അയക്കുന്നിടത്ത് നോക്കോളാം. ഈ പശുവിനെയൊക്കെ നോക്കി നിന്നാൽ കർത്താവിന് വേണ്ടി വേണ്ട പോലെ കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥനയ്ക്ക് പോയാൽ ഓടി പെട്ടെന്ന് വരണം, ഇവിടെ ഇതൊക്കെ കിടക്കുന്നല്ലോ പോച്ചേത്തന. അങ്ങനെയുള്ള ചിന്ത, ഭയങ്കരമായ ഒരു ടെൻഷനായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉപവാസ പ്രാർത്ഥന വെച്ചാല് ഭയങ്കര പ്രയാസം, വേണ്ടതുപോലെ ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇതൊക്കെ ഇങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ തന്നെ തീരുമാനം എടുത്തു, ഇത് വിറ്റ് കിട്ടിയാൽ കർത്താവ് അയക്കുന്നിടത്ത് പോകും. എന്റെ പാസ്റ്റ അതുപോലെ തന്നെ ദൈവം അവിടെ പ്രവർത്തിച്ചു. ആ വീടിന്റെ വിൽപ്പന ഒരിക്കലും ഉദ്ദേശിക്കാത്തൊരു സമയത്ത് ഒരു കൂട്ടർ വന്ന് ആ വീടും വസ്തു കൂടെ മേടിച്ചു. ആ വീടും വസ്തു മേടിച്ച് ഞങ്ങൾക്ക് വേറെ ഒരു 20 സെന്റ് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അവരൊക്കെ അത് കൊടുത്ത് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടി. അപ്പുറം വേറെ ഇച്ചിരി വസ്തു കിടന്നതിനകത്ത് ഞങ്ങൾ ഒരു ഷെഡ് പോലെ ഒരെണ്ണം വെച്ചു. കുറെ സാധനം ഞങ്ങൾക്ക് വേറെ കർത്താവ് അയക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോരണം. പിന്നെ ബാക്കിയുള്ള ബാലൻസ് വരുന്ന എല്ലാ ഷെഡിനകത്ത് പെറുക്കിയിട്ടേച്ച് പോരാ എന്നും പറഞ്ഞ് ആ വസ്തുവിനകത്ത് ചെറിയൊരു 2 റൂമിലൊരു ഇത് വില വെച്ചു. പിന്നെ ബാക്കി അത് അപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ക്രമീകരണമായി. റാന്നിയിലെ PC ചെറിയൻ പാസ്റ്ററുടെ സെന്ററില് വെച്ചുച്ചിറ കുന്നമെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ക്രമീകരണമായി. കുഴപ്പമില്ല, അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്നേരത്തേക്ക് ഞങ്ങൾക്ക് സന്തോഷമായി. കടം വീടിയല്ലോ, ഒന്നുമല്ല, ദൈവമേ ഇനി പഞ്ഞം കിടന്നാലും കടമില്ലാതിരുന്ന സമാധാനമാണല്ലോ എന്നോർത്ത് കടവും വീടി. അങ്ങനെ അല്പമായ ഒരു പൈസ ബാക്കി ബാലൻസ് വന്നുള്ളൂ. അതിന്റെ കൂടെ അപ്പുറം ആ 2 റൂമിൽ ഉള്ള ഒരു ഇത് കൂടെ വെച്ചതുകൊണ്ട് പിന്നെ അല്പമായ പൈസയെ ബാക്കി വന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് ഞങ്ങള് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരുടെയും അടുത്തുനിന്ന് സഹോദരങ്ങളുടെ എല്ലാം ഇടയ്ക്കുനിന്ന് അവിടുന്ന് മാറി പോരാനായിട്ടെല്ലാം ക്രമീകരിച്ചു. ചാണ്ടിപ്പാസ് വന്ന് കുന്നം വെച്ചുച്ചിറ വന്ന് ആ വീട് താമസിക്കാനായിട്ട് അവിടെ ചർച്ച് മാത്രമേ ഉള്ളൂ, പാഴ്സനേജ് ഇല്ല. അപ്പോഴത്തേക്ക് അവിടെ വന്ന് വിശ്വാസികളൊക്കെ പാസ് നമ്മൾ വരുന്നെന്ന് അറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. കുഴപ്പമില്ല, അവര് നമുക്ക് വേണ്ടി വീടൊക്കെ ഒരുക്കിയിട്ടേക്ക്. അവിടെ നമ്മൾ അന്നേരത്തേക്ക് വീട് വന്ന് ചാണ്ടിപ്പാസ് വീട് കാണാൻ വന്നു. കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ബിജു ചായ എന്നാണ് വിളിക്കുന്നത്, ബിജു എന്നായതുകൊണ്ട് ബിജായ പിന്നെ വീടുള്ള ആളും ഏറ്റവും വെളിച്ചമുള്ളിടത്തെ ആകാവുള്ളേ, നമുക്ക് അല്ലാതെ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇച്ചിരി പേടി കൂടുതലുള്ളവരെ പിള്ളേര് അപ്പോഴത്തേക്ക് കൊച്ചുമോളും ഉണ്ടായി. പേടി കൂടുതലുള്ള റൗണ്ട് ഞാൻ പറഞ്ഞു എല്ലാം നോക്കി വേണം, ഒന്നുമല്ല വെട്ടവും വിളിച്ചു ആളും കാണണം. അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഒരു ഞായറാഴ്ചയല്ല ഏതോ ഒരു ദിവസം പ്രാർത്ഥന, ഏതോ ഒരു ദിവസം പിന്നെ ഈ ചർച്ചിന്റെ ഇവിടും വീടും ഒക്കെ കാണാനായിട്ട് ഞാൻ പാസ്റ്റർ അവിടെ നിന്ന് വന്ന് കണ്ടേച്ച് പറഞ്ഞു, എടി വെച്ചാൽ നമുക്ക് പോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്റെ പാസ്റ്റർ വന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെ ഞങ്ങളെ കൊണ്ടുവിട്ടപ്പം പറഞ്ഞു, ഇവനെന്തോ വട്ടായോ ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് കിടക്കുന്നു. എന്റെ പാസ്റ്റർ അവിടെ വന്ന് ഒരൊറ്റപ്പെട്ട ഒരു വീട്, ഒരു റബ്ബർ തോട്ടത്തിനകത്ത്. നമ്മൾ വരുമ്പം തന്നെ നമുക്കൊരു വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു
നമ്മൾ ഈ ഒരു എല്ലാവരുടെയും അടുത്ത് ഇങ്ങനെ ഇത് നമ്മുടെ മുറ്റത്തുകൂടിയായിരുന്നു അവിടെ വഴിയൂടെ. അപ്പൊ ആൾക്കാർ അങ്ങനെ പോവുകയും വരികയും എപ്പോഴും അവിടെ സംസാരവും വെട്ടവും വെളിച്ചവും കണ്ടുകൊണ്ടിരുന്ന ഒറ്റപ്പെട്ട ഒരു വീട്. അവർക്ക് തന്നെ ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞ് വന്നും പോയി സാധനമെല്ലാം ആയിട്ട് വന്നും പോയി എന്തോ ചെയ്യാൻ പറ്റും, തിരിച്ചു പോകാൻ പറ്റും, ഒന്നും പറ്റാത്തൊരു. പിന്നെ ഞങ്ങള് 4 പേരും കൂടെ അവിടെ താമസിച്ചു. 2 ദിവസം കഴിഞ്ഞ് വിശ്വാസികളുടെ വീട്ടിൽ ചെല്ലുമ്പോ അപ്പുറം ഒരു വീട് അടച്ചിട്ടേക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരാളെ പിന്നെ ഒരാൾ അടിച്ചു കൊന്ന് ആയിട്ട് അങ്ങനെ ഒരു വീടാണ് ആ കിടക്കുന്നത്. പിന്നെ മേഖലയില് ഇച്ചിരി അപ്പുറം ഒരാളെ ഭാര്യയും പിന്നെ അവരുടെ ആരാണ്ടും കൂടെ കൂടി അടിച്ചു കൊന്ന് ഒരാളെ കുടിച്ചിട്ട് അതിന്റെ കൈയൊക്കെ പൊങ്ങി. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരു രക്ഷയില്ല. ഭയങ്കര പേടി എന്ന് വെച്ചാൽ അതികഠിനമായ പേടി. എന്നാലും എന്തോ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഭയങ്കര കരച്ചിലും സങ്കടം ഒത്തിരി ചാണ്ടിപ്പാസിനോട് പറഞ്ഞു കേട്ടോ, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നത്. അവൾ അത്രയും പേരെ എടുത്ത് കിടന്നിട്ട് ഇങ്ങനെ വന്ന് കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വേറൊരു വീടിനെ കുറിച്ച് പറയാൻ മേലായിരുന്നു. പക്ഷെ ആ ചാണ്ടിപ്പാസിനെ സംബന്ധിച്ച് അന്നും അവര് വായിക്കുന്നിടത്തേ എടുത്തു പോകത്തുള്ളൂ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എതിർത്ത് പറയുന്നൊരു സ്വഭാവമില്ല. വീടെങ്കിൽ അത് കർത്താവിന്റെ വേലയല്ലേ, അത് ചെയ്യാന്നുള്ളൊരു ചിന്തന. അങ്ങനെ വന്നു. വളരെ കഷ്ടതയായിരുന്നു. ആ റബ്ബർ തോട്ടം കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ ചാണ്ടിപ്പാസിന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ ഇരിക്കാൻ പേടിയ. വല്ലാത്തൊരു അന്തരീക്ഷം. അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്കൊരു എന്തോ ഒരു വല്ലാത്തൊരു, അത് പറയാനും അറിയത്തില്ല, എങ്ങനെയോ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. പോയിട്ട് വന്നു കഴിഞ്ഞാലേ പിന്നെ ഒരു സമാധാനമുള്ളൂ. അതുവരെ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുറെ അങ്ങോട്ട് മാറി ചർച്ചിനോട് ചേർന്ന്, ചർച്ചിനോട് ചേർന്നല്ല, കുറെ ആളും പേരും ഉള്ളിടത്തേക്ക് ഒരു വീട് കിട്ടി. അതുകൊണ്ട് അത്ര ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇങ്ങനെ താമസിച്ചു. അവിടെയും പാവങ്ങൾ വിശ്വാസികൾ, അവരെല്ലാം ഈ റബ്ബർ വെട്ടുകാരും എല്ലാം പാവങ്ങൾ. അവിടെ നമുക്ക് വാടക കൊടുക്കണം. പിന്നെ നമുക്ക് വീട്ടിലെ കാര്യം, കുഞ്ഞുങ്ങൾ 2 പേര് പഠിക്കുന്ന, ഇച്ചിരി പാലിന്റെ ഭയം, ഒന്നും മേടിക്കാനുള്ള ഒരു നിവൃത്തിയില്ല. വല്ലാത്തൊരു ഒത്തിരി കഷ്ടത സഹിച്ചു. അത് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും കരയുന്ന ഞാനിതാ. ഇത്രയും കഷ്ടം സഹിച്ചിട്ടൊരു നല്ല കാലത്തിന് ദൈവം ഒരു അവസരം കൊടുത്തിട്ടില്ല. ഇപ്പോഴും കരയുന്നത് കഷ്ടത എന്ന് വെച്ചാൽ അവിടെയും ചെന്ന് കഴിഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ടു ദൈവമേ. എന്നിട്ട് അവിടെ കുഞ്ഞിനെ മൂത്ത ആളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. അങ്ങോട്ട് എന്റെ പപ്പായുടെയും മമ്മീന്റെ അടുത്തേക്ക് മോളെ വിട്ട് അവിടെ വന്ന് 3 വർഷം ഞങ്ങൾ കുന്നത്തായിരുന്ന സമയത്ത് മോള് അവിടെ വന്നിന്നാണ് പഠിച്ചത്. മാതാപിതാക്കളുടെ അടുത്ത് വന്ന് അവിടെ വന്നിന്ന് അവർക്ക് അപ്പച്ചനും അമ്മച്ചിക്കും ആദ്യം കണ്ടതായതുകൊണ്ട് കൊഞ്ചിച്ചത് അങ്ങ് വല്ലാത്ത, എന്തു പറഞ്ഞാലും വാങ്ങിച്ചും കൊടുത്ത് അതുപോലെ സ്നേഹിച്ച് മോളെ നോക്കി. പിന്നെ 2-3 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ വരും കൊച്ചിനെ കാണാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനും ഒക്കെ. അങ്ങനെ കൊച്ചായതുകൊണ്ട് മറ്റേ കൊച്ചിനെ ഞങ്ങൾ മലയാളം മീഡിയത്തിൽ വിട്ടു. പ്ലസ് മോള് മലയാളം മീഡിയത്തിൽ വിട്ടു. കാര്യം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിട്ടുപഠിപ്പിച്ചു. അതാകുമ്പോൾ ഒത്തിരി ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. സ്കൂളിൽ തന്നെ ചെന്നാൽ കഞ്ഞിയുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നും. ഞങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ അടുത്തുള്ള വീട്ടുകാരൊക്കെ പാല്, അത് അടുത്തുള്ള ഒരു അമ്മാമ്മ ഞങ്ങൾക്ക് പാല്, ഓരോ ഗ്ലാസ് പാല് ഫ്രീ ആയിട്ട് തരും. അവിടുത്തെ അമ്മാമ്മയ്ക്ക് റേഷൻ കടയിൽ നിന്ന് ഇഷ്ടം പോലെ അരി കിട്ടും. ആ അരി ഞങ്ങൾക്ക് കൊണ്ടുതരും. പിന്നെ അവിടുത്തെ വിശ്വാസികൾക്കുള്ളപ്പോ അവര് പച്ചക്കറിയായിട്ടും ഏത്തക്കൊലയായിട്ടും അവർക്ക് ഉണ്ടായാലും അവർക്ക് കൊടുക്കാൻ നല്ല മനസ്സുള്ളവരാ. ആദ്യം ഞങ്ങൾ വെച്ചിച്ചിറ വന്നിരുന്ന, കുന്നത്ത് വന്നിരുന്ന ചർച്ച കൊടുക്കാൻ മനസ്സുള്ളവരാ. പക്ഷെ അവരുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ചില സമയങ്ങളിൽ അവർക്ക് മഴക്കാലമായ റബ്ബർ വെട്ടില്ല, പിന്നെ വേനലായാലും ഇല്ല. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടതകളുള്ളതുകൊണ്ട് അവരുടെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് നല്ല മനസ്സുള്ള ദൈവമക്കളായിരുന്നു. എന്തുവാണേലും അവിടെ 3 വർഷം ദൈവം ഇരുത്തി എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കഴിവുകൊണ്ട് ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ വീട്ടുകാരുടെ ഒരു ചെറിയൊരു ഹെൽപ്പും, പിന്നെ വേറെ ആരും പാസ്റ്ററുടെ സഹോദരന്മാരെല്ലാം സമുദായത്തിലുള്ളവർ, അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവര് നമ്മൾ ചെല്ലുമ്പോൾ ഓർക്കുന്ന അവിടുന്ന് ഞങ്ങൾ പോകുന്നതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു, അല്ല നമ്മൾ ബുദ്ധിമുട്ടും ഒന്നും കാണിക്കുന്നില്ല, ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ചിന്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇരുന്നോട്ട് എന്ന് നമ്മൾ വെച്ചു. ആരുടെയും അടുത്ത് നമ്മളൊന്നും പറയില്ല. അഥവാ പറഞ്ഞ് ചോദിച്ചെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ അമ്മയോട് പറയും, അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് ഒന്നേ വിളിക്കും. എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ചാൽ ഞങ്ങളെ വിളിക്കും. ഇതുപോലെ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, വന്നെടുത്തോണ്ട് പറഞ്ഞ് എന്റെ വീട്ടിൽ വിളിക്കും. അത് മോളെയും കണ്ടേച്ചു വരാൻ, സാധനം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് എല്ലാ സാധനവും കേട്ടോ വാങ്ങിച്ചു വെച്ച് വിളിച്ച് ഞങ്ങൾ പോയി എടുത്തോണ്ട് വരും. അങ്ങനെ അവിടെ 3 വർഷം കഴിഞ്ഞ് അവിടുന്ന് 3 വർഷം കഴിഞ്ഞ് മാറാൻ ആഗ്രഹിച്ചിട്ട് മാറ്റം തരികയില്ല. ചാണ്ടിപ്പാസിന്റെ സ്വഭാവം നല്ലതുകൊണ്ട്
ആരും അവിടെ നിന്നാ മതി എന്നാ പറയുന്നത്. കഷ്ടത ഇവരൊന്നും അറിയുന്നില്ല. നമ്മൾ ഈ അനുഭവിച്ചു പോകുന്ന കഷ്ടത അറിയുന്നില്ല. ഈ അറിയാൻ പാസ്റ്റർ അടുത്ത് എന്ന് പറഞ്ഞു, ഇരിക്കും പാസ്റ്റർ അവിടെ തന്നെ ഇരിക്കുക, ഒന്നും ബുദ്ധിമുട്ടിനും പറഞ്ഞുകൊണ്ടും ചെല്ലുന്നില്ല. നമ്മളൊന്നും പറയാത്തത് കൊണ്ടുണ്ടല്ലോ സഭയും നന്നായിട്ട് പോകുന്നു, ആത്മാക്കൾ വരുന്നു, എല്ലാ സഭാന്തരീക്ഷം നല്ല ഇതായി. അവർക്ക് എല്ലാ വിശ്വാസികൾക്കും ഭയങ്കര ഇഷ്ടം, എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷം. പക്ഷെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചാ പോകുന്നത് ഇവരാരും മനസ്സിലാക്കുന്നില്ല. അപ്പം പാസ്റ്റർ അടുത്ത് എന്നും പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാണ്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ മാറിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബലമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് വരെ മാറ്റം ഇല്ലാതിരുന്നിട്ട് ഏതോ ഒരു പാസ്റ്റർ ഒരു സഭ വിഷയം ഉണ്ടാക്കിയ ഒരു പാസ്റ്റർ മാറ്റത്തിന്റെ സമയം കഴിഞ്ഞ് ആ സഭക്കാരെവിടെ എഴുതി കൊടുത്തു. ആ പാസ്റ്ററെ വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ ചാണ്ടി പാസ്റ്ററെ അങ്ങോട്ടും ബിനോയ് പാസ്റ്റർ ഇങ്ങോട്ടും എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് വെച്ചു. ഓക്കെ, എന്നാലും വേണ്ട, നമുക്ക് മാറിയേക്കാം പോയേക്കാന്ന് ഓർത്തുകൊണ്ട് കടമ്പനാടിനിപ്പുറം കല്ലൂഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആ സ്ഥലത്തേക്കാണ് പിന്നെ ഞങ്ങളെ വിടുന്നത്. അവിടെ ചെന്നപ്പം കുഴപ്പമില്ല, അതും വാടക വീടാ, അതും കുഴപ്പമില്ല. അത് പിന്നെ വിശ്വാസികൾ വാടക കൊടുക്കുമായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അവിടെ കുഴപ്പമില്ല, അവിടെ ഒരു അച്ചായനൊക്കെ ഉണ്ട്, അവിടെ പലചരക്ക് കടയൊക്കെ നടക്കുന്ന ആളാ. അച്ചായന് ചില അത്യാവശ്യ സാധനമൊക്കെ തരും, വലിയ കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോൾ മോളെ ഞങ്ങളിങ്ങി കൊണ്ടുപോയി, വേവാച്ചിയെ ഞങ്ങളിങ്ങി കൊണ്ടുവന്നു. ഇച്ചിരി ഒരു സാമ്പത്തികത്തിന്റെ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ മോളെ ഇങ്ങി കൊണ്ടുവന്നു. അവിടെ പാസ്റ്റർ ഒരു വർഷം നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം അവിടെ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. ആ അച്ചായൻ പറഞ്ഞു, ചാണ്ടി പാസ്റ്റർ ചിലരൊക്കെ സഭയെന്ന് പറഞ്ഞു വിടുന്നത്, എന്നാലും സഭ നന്നാകത്തുള്ളൂ. ചാണ്ടി പാസ്റ്റർ പറഞ്ഞു, അത് എന്നെ കൊണ്ട് പറ്റത്തില്ല, പറഞ്ഞു വിടുന്ന കാര്യം പറ്റത്തില്ല. നമുക്ക് ഒരാളെ നേടാൻ പ്രയാസമാണ്. ഇച്ചിരി എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ഒരാളെങ്കിലും നമ്മൾ അവരെ സ്നേഹിച്ചും കരുതിയും വചനം പറഞ്ഞു കൊടുത്തു. അത് അച്ചായന് പിടിച്ചില്ല, അച്ചായൻ അത് ഇഷ്ടപ്പെട്ടില്ല. അച്ചായൻ പറയുന്നവരെ വിടണം. അപ്പൊ നമ്മളോട് പറഞ്ഞു, അച്ചായൻ ഒത്തിരി ഓഫർ പറഞ്ഞു, ഞാൻ പാസ്റ്ററെ മോളെ പഠിപ്പിച്ചോളാം, കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഞാൻ പഠിപ്പിച്ചോളാം, പാസ്റ്റർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പാസ്റ്റർ ഇവരെ രണ്ടു കൂട്ടരെ അങ്ങ് വിടണം. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റത്തില്ലാത്ത കാര്യമാണ് എന്ന് പറയാം. ഇതിനു മുമ്പ് തന്നെ അന്നേരം അവിടെ വസ്തുവില്ല, ചർച്ചിന് ഒന്നും ഇല്ലാതിരുന്നപ്പം ഈ അച്ചായൻ തന്നെ പറഞ്ഞു, ഭയങ്കര കാശുകാരൻ അച്ചായൻ. അപ്പൊ ഈ അച്ചായൻ തന്നെ പറഞ്ഞു, ഞാനൊരു 18 സെന്റ് സ്ഥലം ചർച്ചിന് തരാന്ന് പറഞ്ഞു. ആ അച്ചായനോടൊപ്പം ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അതെഴുതി. അപ്പൊ അന്ന് ഇരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞപ്പി പാസ്റ്റാണ്, ചർച്ചകോടിലെ ഓഫീസർ ആയിട്ടിരിക്കുന്നത്. കുഞ്ഞപ്പി പാസ്റ്റാ വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെയാ കാര്യം, നാളെ തന്നെ ആ കാര്യം നടക്കുകയാണെങ്കിൽ, അച്ചായന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റത്തില്ല, നാളെ തന്നെ ആ കാര്യം നടക്കുകയാണെങ്കിൽ നമുക്ക് എഴുതിക്കാന്ന് പറഞ്ഞാൽ ചാണ്ടി പാസ്റ്റർ പെട്ടെന്ന് പോരാൻ പറഞ്ഞു. എന്നെ ഉടനെ എഴുതാനുള്ള പൈസ തന്നു വിട്ടു. പെട്ടെന്ന് തന്നെ ആ കാര്യം നടത്തി. 18 സെന്റ് സ്ഥലം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞു. അത് നല്ല റോഡ് സൈഡ്, ഭയങ്കര വില കിട്ടുന്ന സ്ഥലമാണ്. അച്ചായൻ അന്നേരത്തെ ഒരു ഇതിൽ പറഞ്ഞു, നമ്മളോടുള്ള സ്നേഹത്തിൽ പറഞ്ഞു ഇങ്ങനെ ചെയ്യാന്ന്. അത് കഴിഞ്ഞ് അച്ചായൻ ഓർത്തു, പിന്നെ ചാണ്ടി പാസ്റ്റർ പറയുന്നെല്ലാം അങ്ങ് കേൾക്കുമെന്ന് ഓർത്തു. ഈ ഇഷ്ടപ്പെടാത്തവരെ മാറ്റണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ അതൊരു ഇതായി പോയത്. അതിനു മുമ്പ് വരെ ഞാൻ അമേരിക്കയിലൊക്കെ ഉള്ളതാണ് അച്ചായൻ്റെ ആൾക്കാർ. അപ്പം ഞാൻ അമേരിക്കയെ പോലെ ഇവിടുത്തെ ചർച്ചുകൾ പണിയാന്നൊക്കെ പറഞ്ഞിരുന്ന. പക്ഷെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് അച്ചായന് നമ്മളോടൊരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളെന്നാ ഇനി നമ്മൾ മാറിയ അച്ചായൻ അവിടെ ചർച്ച് പണിയുമെങ്കിൽ ആയിക്കോട്ടെ എന്നോർത്ത് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് പോയെന്ന് വെച്ചാല് കല്ലട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, കല്ലട മുളമനയ്ക്ക് പുറമെ ഒരു കല്ലട. ആ കല്ലടയിൽ പോയപ്പോഴും ഇത് തന്നെ ചർച്ചും പാഴ്സനേജും ഉണ്ട്. പക്ഷേ പാഴ്സനേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അന്ന് രാത്രിയിൽ ഒരു മഴ പെയ്തിട്ട് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. കാര്യം അവര് ഈ ടിൻഷീറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്, അത് മുഴുവൻ അങ്ങ് ദ്രവിച്ചിട്ട് മഴ വരുന്ന വെള്ളം മുഴുവൻ ഇതിനകത്തേക്കാണ് വീഴുന്നത്. ഈ അതിന്റെ പുറകിലെങ്ങാണ്ട് മാവൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് അന്നേരം അല്ലേ, അന്ന് അന്നായതുകൊണ്ട് അന്നത്തെ ഒരു സാഹചര്യം വെളിയിലിറങ്ങി നോക്കാനൊന്നും പറ്റിയില്ല. ആൾക്കാർ വരുന്നു പോകുന്നു ഇതൊക്കെ ആയതുകൊണ്ട് ആ മഴയത്ത് ഈ മാങ്ങയെല്ലാം കൂടി ടിൻഷീറ്റിലോട്ട് വീണിട്ട് ഭയങ്കര ശബ്ദം. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കാർച്ച കയറി. എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ വെള്ളം മുഴുവൻ പെരയ്ക്കകത്തേക്ക് വീഴും. അങ്ങനെ ഒരു പാഴ്സനേജിലേക്കാണ് പിന്നെ അത്രയും നാള് വാടകയ്ക്ക് നിർണയിച്ച് ചെന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പാഴ്സനേജിലേക്കായിരുന്നു. എന്നാലും ഒരു വെറുവെറുപ്പ് ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാനായിരുന്നു വല്ലതൊക്കെ പറയും, എന്റെ സങ്കടത്തിന്റെ വല്ലതൊക്കെ പറയും. ചാണ്ടിപ്പാശ സംബന്ധിച്ച ഒന്നുമില്ല, ഗുണവുമില്ല. കുഞ്ഞുങ്ങളെ ഒന്നുമായിട്ട് അടിക്കുകയും ചെയ്തു. ഈ കുഞ്ഞുങ്ങളുടെ കാർച്ച കാരണം അവര് വഴക്ക് പറഞ്ഞ് അടിക്കുകയും കൂടി ചെയ്തു. ഇങ്ങനെ ഇരുന്ന് കരയുകയും വെച്ച് എന്ന് വെച്ചാൽ പിള്ളേരോട്ട് എന്തൊക്കെ പൊട്ടിത്തെറിച്ചതെല്ലാം വീഴാൻ പോവാന്ന്. ഇതിന്റെ മുകളിലേക്ക് മാങ്ങയൊക്കെ വീണപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആയപ്പോഴാണ് മനസ്സിലായ ഇങ്ങനെയാ കാര്യങ്ങളെന്ന്. പിന്നെ അവിടെ തന്നെ താമസിച്ച ചർച്ചകാരോടൊക്കെ പറഞ്ഞ് ഇത് ഭയങ്കരമായിട്ടും നനയുന്നുണ്ട്,
അപ്പൊ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ അത്യാവശ്യത്തിന് എന്തൊക്കെ ചെയ്ത് അതിന്റെ പുറത്ത് എന്തൊക്കെ ചെയ്ത് തൽക്കാലം ഒന്ന് ജീവിച്ചു. അവിടെയും നമ്മൾ 4 വർഷം ജീവിച്ചു. അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ അവിടെ ഈ കശുവണ്ടി ഫാക്ടറി പോകുന്നവരാണ് ഇതുമായിട്ടുള്ളത്. അവിടെ അവർക്ക് അതിന് പോയിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന് നമുക്ക് കൊണ്ട് തരുന്നത്. അപ്പൊ എനിക്കൊരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ കടമ്പനാട ഈ അച്ചായൻ നമുക്ക് സപ്പോർട്ടായി. ഈ പലചരക്ക് കടയുണ്ടെന്ന് പറഞ്ഞ ഒരു അച്ചായൻ നമുക്ക് സപ്പോർട്ടായിരുന്നു. അവിടെ ഒരു ബ്ലെസ്സി എന്ന് പറഞ്ഞ ഒരു കൊച്ചുണ്ട്. അവൾക്ക് എന്നെ ഭയങ്കര കാര്യം. അവളെ കുറിച്ചൊക്കെയുള്ള ദൈവാലോചന ദൈവം എന്നെ അറിയിച്ചിട്ട് ഞാൻ അവളോട് പറയുന്നതെല്ലാം കറക്റ്റ് ആയിട്ടായിരുന്നു. അവൾക്ക് എന്നോട് ഭയങ്കര കാര്യമാണ് ആന്റി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഇവിടെ എന്നെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. ആ വീട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് കല്ലട പോയപ്പോഴും ആ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് വരുമ്പോ അമ്മമ്മ എവിടുന്ന് സാധനങ്ങളൊക്കെ തന്നു വിടും. പിന്നെ ഞാൻ ഇതുവരെ പാസ്റ്റേ ആ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കല്ലട ചെന്ന് എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ ഇവിടെ അമ്മാമ്മയെ വിളിക്കാം. അമ്മാമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്നൊന്ന് ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് അമ്മമ്മ കുറെ തേങ്ങയും കുറെ സാധനങ്ങൾ അരിയും അവിടെ എന്റെ വീട്ടിൽ ചെല്ലുന്ന പോലെ തന്നെ ബേക്കറി സാധനങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്കുള്ളതും എല്ലാം അന്ന് ഉണ്ടാക്കുന്ന സാധനം വരെ അമ്മാമ്മ എനിക്ക് തന്നു വിടും. ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ട് കല്ലട ചെന്നിട്ട് പറഞ്ഞിട്ട് ചാണ്ടിപ്പാസിനോട് പറയും വഴി കൊച്ചു നീ അങ്ങനെ പോകരുത്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണമല്ലോ, നമ്മുടെ ബുദ്ധിമുട്ടാണല്ലോ, ആരും അറിയണ്ട. അവിടെ ചെന്നാല് അമ്മാമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നീക്കിപ്പെറുക്കി കൊടുത്തു കഴിയുമ്പം ഇങ്ങനൊക്കെ കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇടയ്ക്ക് പോകും. അങ്ങനെ പോയി അവിടുന്ന് ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഇവിടെ 4 വർഷം നിന്നു. 3 വർഷം ആയപ്പോഴത്തേക്ക് നമ്മള് അവിടുത്തെ പാസ്റ്ററോട് ഡിസ്ട്രിക്ട് പാസ്റ്ററോട് പറഞ്ഞു പാഴ്സനേജിന്റെ അവസ്ഥ ഒരു വല്ലാത്ത അതൊന്ന് മാറണം. ഞങ്ങൾ മാറി വേറൊരു പാസ്റ്റർ വന്നാലും നമ്മൾ 3 വർഷം വരെ അതിനകത്ത് താമസിച്ചു. വേറൊരു പാസ്റ്റർ വന്നാൽ ഞങ്ങൾ അനുഭവിച്ച് ബുദ്ധിമുട്ടാകരുത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. പലരോടും അവിടെ നിന്ന് ആരോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യത്തിനോ ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിനോ ഒരു മനുഷ്യനോട് ചോദിച്ചിട്ടില്ല. ഇതിനു വേണ്ടി പലരോടും ഇങ്ങനെ പൈസ ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങളെ പാഴ്സലേജ് പറ്റാത്ത അവസ്ഥയിലായിരുന്നു പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഈ ആസ്പെറ്റോസ് മറ്റേ ഈ പാട്ട ഷീറ്റുമായി മാറ്റിയിട്ട് ആസ്പെറ്റോസ് എന്ന് പറഞ്ഞ ഒരു പൊട്ടുന്നൊരു സൈസ് ഷീറ്റുണ്ട്. പിന്നെ അത് തീർത്തങ്ങ് ഒരു ഇങ്ങനെ ചെരുപ്പ് പോലെ ഉണ്ടാക്കി വെക്കുക. പാഴ്സനെ ചർച്ച് കഴിഞ്ഞ ചെരുപ്പ് പോലെ ഉണ്ടാക്കിയാണ് എന്തുവാ ഈ പാഴ്സനേജ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അത് തീർത്ത് പൊക്കക്കുറവാ. പിന്നെ അതിന്റെ മേളിൽ കുറെ കട്ടയൊക്കെ കെട്ടി അതൊന്ന് പൊക്കി ഈ ആസ്പെറ്റോസും ഒക്കെ ഇട്ടു നല്ല വൃത്തിയാക്കി ഒരു റൂമൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വൃത്തിയായി. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഒരു പാസ്റ്റർക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യമായി നമ്മളനുഭവിച്ച് ബുദ്ധിമുട്ട് വരരുതെന്ന് ഓർത്തുകൊണ്ട് അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചർച്ചുകാരോട് പറഞ്ഞു ഞങ്ങൾ മാറുക, ഈ വർഷം ഞങ്ങൾ മാറുക. ഇനിയിപ്പം കുഴപ്പമില്ല, ഒരു പാസ്റ്റർ നമ്മളെ അനുഭവിച്ച ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, മാറുക എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു വേണ്ട പാസ്റ്ററെ, എനിക്ക് ഒരു വർഷം കൂടി ഇന്നേച്ച് പോയാൽ മതി, ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് പാസ്റ്ററെ പോലെ. എന്റെ പാസ്റ്റർ ഒരു ചർച്ചയിൽ നമ്മളെ ബലമായിട്ട് വിട്ടിട്ടില്ല, നമ്മൾ മനഃപൂർവ്വം മാറിയിട്ടുള്ളതല്ലാതെ പാസ്റ്റർ പോകരുതേ എന്ന് പറഞ്ഞാലും പിന്നെ അന്ന് അവരുടെ നിർബന്ധത്തിന് ഒരു വർഷം കൂടെ ഇരുന്നു. അങ്ങനെ 4 വർഷം അവിടെ ഇരുന്നേച്ചാണ് പിന്നെ ഞങ്ങള് അപ്പോഴത്തേക്ക് മൂത്ത മോള് 10ലേക്കായി. അവിടെ അയക്കുമ്പോ ഇല്ല +1 ആയി. അന്നേരത്തേക്ക് കൊച്ച് അവിടെ +1 പോയി. കുണ്ട്ര ഒരു സ്കൂളിലാണ് +1 പഠിച്ചത്. അന്നേരം ഞങ്ങള് പിന്നെ മാറ്റത്തിന് അപേക്ഷിച്ച് എഴുതി കൊടുത്തപ്പോഴത്തേക്ക് എന്തുവാ +2 അഡ്മിഷൻ കിട്ടുന്നെങ്കിലേ പോകാൻ പറ്റുള്ളൂ, വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ ഞങ്ങള് മാറ്റത്തിന് പറഞ്ഞപ്പോ ഇങ്ങനെ മല്ലപ്പള്ളി എഴുമറ്റൂര് ഒരു ചർച്ച് പറഞ്ഞു. അതും ഇങ്ങനെ എന്റെ പൊന്നു പാസ്റ്ററെ നല്ല ചർച്ചും പാഴ്സലേജും ഒക്കെയാ, പക്ഷെ അവിടെ ഇരുന്ന പാസ്റ്ററെ ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ട് അവിടെ എല്ലാരും അങ്ങോട്ട് വല്ലാത്തൊരു അന്തരീക്ഷത്തിലാവും. നമ്മൾ ചെന്നപ്പോ നമ്മൾ തന്നെ തുറന്നാ കയറി. ഇതുവരെ നമ്മൾ തുറന്ന് കയറി ഒരു പാഴ്സലേജ് ഞാൻ ഗേറ്റ് തുറന്ന് നമ്മൾ തന്നെയാ കയറി. അതുപോലെ വിശ്വാസികളെല്ലാം തമ്മിൽ പിരിഞ്ഞ് ഒരു ഐക്യതയില്ലാതെ അങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷം. അങ്ങനെയുള്ളിടത്തെ നമ്മളെ വിട്ടിട്ടുള്ളൂ ഇതുവരെയും. അങ്ങനെ അവിടെ ചെന്ന് അപ്പോഴത്തേക്ക് ഈ +2 അഡ്മിഷൻ കിട്ടണമല്ലോ. അപ്പൊ ഈ മാറ്റത്തിന് ഇങ്ങനെ ഈ എഴുമറ്റൂര് പറഞ്ഞ ഉടനെ ചാണ്ടി പാസ്റ്റർ അവിടുന്ന് സ്കൂളിൽ വന്ന് ചോദിച്ചു ഇങ്ങനെ +2 ഇങ്ങനെ അഡ്മിഷൻ കിട്ടുമോ നമുക്കെന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ടീച്ചർ അപ്പൊ ഈ മാർക്ക് ലിസ്റ്റ് എല്ലാം കൊണ്ടുവരാൻ പറ്റും. മാർക്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു കുഴപ്പമില്ല, മോളെയും കൊണ്ട് പോരെ എന്ന് പറഞ്ഞു. അപ്പം കൊച്ചു 7ലെങ്ങാണ്ട് പഠിക്കാന്ന് എനിക്ക് തോന്നുന്നു, 8ലോ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പം ആ മോളെ കൊണ്ട് പോരാൻ പറഞ്ഞു. +2 അഡ്മിഷൻ കിട്ടണേ നല്ല മാർക്ക് ഇല്ലാതെ അവര്
അഡ്മിഷൻ കൊടുക്കുക. അപ്പൊ 10ലെ റിസൾട്ട് കൊണ്ടൊക്കെ അടിച്ചപ്പോൾ കുഴപ്പമില്ല. പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നിട്ടുമില്ല. അപ്പൊ നല്ല മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവര് പറഞ്ഞു പോരെ, ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അതിന് മോളെ അത് കിട്ടിയ ഉടനെ ഞങ്ങൾക്ക് സന്തോഷമായപ്പോൾ പോരാവല്ലോ, കൊച്ചിനെ അവിടെ കിട്ടുമല്ലോ എന്ന് ഓർത്ത്. അതിനോടിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ ഒരു 100 ഒത്തിരി സ്കൂൾ മാറി. ഈ കുഞ്ഞുങ്ങളുടെ ഈ സ്കൂൾ മാറ്റം അതുങ്ങളെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. കൂട്ടുകാർ കൂടി വരുമ്പോൾ അവിടുന്ന് അടുത്ത സ്കൂളിലേക്ക് പോയി പിന്നെ ഒന്നേന്ന് കൂട്ട് പറയണം. അതും കൂടെ ഒരു മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളൊരു പുതിയ ഇറച്ചി ചെന്ന് പുതിയ വിശ്വാസികളോട് ഇണങ്ങി വരുന്നത് പോലെയാണ് ഒന്നേന്ന് പിന്നെ തുടങ്ങി കുഞ്ഞുങ്ങളുടെ. +2 വന്നിട്ട് മോളെ +2 കൊണ്ട് ചേർത്തു. അവിടെ തന്നെ ബ്ലെസ്സിമോക്ക് അഡ്മിഷൻ ആ സ്കൂളിൽ തന്നെ കിട്ടി. അങ്ങനെ അവിടെ +2 കൊച്ചും മോള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർമാര് കൂടെ വിളിക്കുക, എന്തായി മോള് ഇങ്ങനെ ആയി, മിണ്ടുകയില്ല, അവർക്ക് ഭയങ്കര മനപ്രയാസമാണ് നമുക്ക്. അപ്പം ചോദിച്ചപ്പോ കൊച്ചു പറയുന്നത് എല്ലാരും കൂട്ടുകാര് കൂടിയേ നടക്കുള്ളൂ. കൊച്ചു പെട്ടെന്ന് ഈ +2 ചെന്നപ്പോ ആരും അവിടെ കൂട്ടുന്നില്ല. അതുകൊണ്ട് ഈ കൊച്ചിന്റെ മനപ്രയാസം ടീച്ചർമാർക്ക് മനസ്സിലായി, ഒന്നും മിണ്ടുന്നുമില്ല. വീട്ടിൽ വന്നാലും അങ്ങ് സങ്കടപ്പെട്ടിരിക്കുക. ഞങ്ങൾക്കും അങ്ങ് സങ്കടം, എന്താ ചെയ്യും. പിന്നെ ഞങ്ങൾ കൊച്ചിനോട് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കും, മോളെ ഇങ്ങനെയൊക്കെ അമ്മനെ സാരയില്ല, മോക്ക് ആരെയും കൂട്ട് കിട്ടുന്നവരെ പിടിക്കും. പിന്നെ ടീച്ചർമാരോട് ഞങ്ങൾ ഇങ്ങനെ ചെന്ന് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെയാ കാര്യങ്ങള്. +1 വരുമ്പം പിന്നെ അവരൊരു ഗ്യാങ് ആയിട്ട് അങ്ങ് നടക്കുക. പിള്ളേര് 3 പേരെങ്കിൽ 3 പേര്, അവര് 3 പേര്. പിന്നെ അടുത്ത ഒരാൾ പുതിയത് ചെല്ലുന്ന ഒരാളെ അവരങ്ങനെ അവരുടെ കൂടെ കൂട്ടത്തില്ല. അങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ കൂട്ടുകാരായി, വലിയ കുഴപ്പമില്ലാതൊക്കെ ആയി. നല്ല മാർക്കോടെ കൊച്ച് +2 നല്ല മാർക്കോടെ ആ ഒരു ബുദ്ധിമുട്ട് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ വന്നെങ്കിലും നല്ല മാർക്കോടെ എൻ്റെ മോള് അവിടെ ജയിച്ചു കഴിഞ്ഞ ഉടനെ അവിടെ പപ്പായിയുടെ ആഗ്രഹം ബാങ്ക് ജോലിക്ക് വിടണമെന്നാ. പക്ഷേ ബാങ്ക് ജോലിക്ക് പോയാലൊക്കത്തില്ല. അന്നേരത്തേക്ക് മോള് തന്നെ പറഞ്ഞു, അച്ഛൻ ഞാനൊരു കാര്യം ചെയ്യാം, സയൻസും അല്ലേ എടുത്തേക്ക്, ഞാൻ നേഴ്സിംഗ് പഠിക്കാം. അച്ഛന് പെട്ടെന്ന് 4 വർഷം കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടുന്ന കാര്യം പറഞ്ഞു. കണക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുമായിരുന്നുകൊണ്ട് എനിക്ക് ബാങ്ക് ജോലിക്ക് പറ്റത്തുമില്ല. കണക്ക് എനിക്ക് എത്ര ഒരു ഇതിലല്ലോ. അതുകൊണ്ട് ഞാൻ നേഴ്സിംഗ് പഠിക്കാന്ന് പറഞ്ഞു. ഒക്കെ മോളെ നേഴ്സിംഗ് പഠിക്കാം. അപ്പൊ നേഴ്സിംഗ് പഠിക്കാനായിട്ട് വിടാനായിട്ട് ഞങ്ങള് മംഗലാപുരത്ത് വിട്ടേക്കാന്ന് ചിന്തിച്ച് അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇന്ന് ഞാൻ പറഞ്ഞു, മംഗലാപുരത്തൊക്കെ വിട്ടാൽ എനിക്കൊന്ന് പോകാനോ വരെ, എനിക്ക് യാത്ര ഭയങ്കര പ്രയാസം, തലവേദന, എനിക്ക് യാത്ര ചെയ്തു എനിക്ക് പറ്റത്തില്ല, എനിക്ക് യാത്ര ചെയ്യാനോ എനിക്ക് കാണാതിരിക്കാനും പറ്റത്തുമില്ല. മംഗലാപുരത്തൊക്കെ പോയി എങ്ങനെ അത് എന്നിട്ടും പോയി. വേറൊരു പാസ്റ്ററുടെ മംഗലാപുരത്ത് ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം രാവിലെ കൊണ്ട് വന്നു. പോയി അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. അന്നേരം പലയിടത്തും ഈ കുഞ്ഞുങ്ങളുടെ ഇതിനു വേണ്ടി അഡ്മിഷന് വേണ്ടി നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മംഗലാപുരത്ത് പോയിട്ട് വന്ന് ഒരാഴ്ച കഴിയുന്നതിന് ഇപ്പുറം കോഴഞ്ചേരി മുത്തൂറ്റിന്ന് 1ാമത് കൊച്ചിന് ഈ മാർക്കിന്റെ ഇത് കൊണ്ട് കൊച്ചിന് 1ാമത് അവിടെ തന്നെ കിട്ടി. 2ാമത് പോലുമില്ല, 1ാമത്തെ ഇതില് മോക്ക് അവിടെ കോഴഞ്ചേരി മുത്തൂറ്റി കിട്ടി. അപ്പോഴത്തേക്ക് അവര് പറഞ്ഞു, പെട്ടെന്ന് വന്ന് അഡ്മിഷൻ കാര്യം റെഡി ആയിട്ടുണ്ട്, മോക്ക് വന്ന് പെട്ടെന്ന് 5000 രൂപ അടച്ച് നിങ്ങൾ അത് കാര്യങ്ങൾ റെഡിയാക്കി ചെയ്യുന്നു. 5000 രൂപ അടച്ചു കഴിഞ്ഞപ്പം അത് കൊടുത്തു, എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കോ ഗവൺമെന്റിൽ നിന്ന് തന്നെ കൊച്ചിനെ ഇത് കിട്ടി. ഗവൺമെന്റ് ഇതിൽ പഠിക്കാനുള്ള ഇത് കിട്ടി. പിന്നെ അല്ലാതെ ഫീസ്, എന്നിട്ടും അത് ഫീസ് കൊടുത്ത് പഠിക്കുന്ന, ഇപ്പം ഗവൺമെന്റിന്റെ ഇത് വന്നാലും ഫീസ് കൊടുത്ത് പിന്നെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും, സ്കോളർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. കോഴഞ്ചേരി മുത്തൂറ്റില് പഠിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി. അപ്പം ഞങ്ങളുടെ കയ്യില് ആകെ 30,000 രൂപയേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വളരെ പ്രയാസപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചാണ്ടിപ്പാസ്റ്റർക്ക് അതികഠിനമായ വിശ്വാസം, ദൈവം നടത്തും എന്നുള്ള വിശ്വാസം. ഒന്നും എനിക്ക് അത് കഴിഞ്ഞ് എന്റെ കൈ ബാലൻസ് വരുമെന്നുള്ള ഒരു ഇതിലാണ് ചാണ്ടിപ്പാസ്റ്ററെ ആ ധൈര്യം. എനിക്ക് അപ്പോഴും നിരാശ. ഞാൻ ഈ പാരമ്പര്യമായിട്ട് വിശ്വാസി വന്നെങ്കിൽ എനിക്ക് ചിലപ്പോ ആ വിശ്വാസം വരും. എനിക്ക് എന്നിട്ട് എന്റെ ദൈവമേ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് ഒത്തിരി മനം കഴിയും. ഈ ചാണ്ടിപ്പാസ്റ്ററെ വിശ്വാസം പ്രാർത്ഥനയും കൊണ്ട് ആ കാര്യങ്ങളും എന്റെ ചെറുപ്പം വസ്തു വിൽക്കാതെ നമ്മുടെ ചർച്ചിൽ പലരും നിന്നു. അവരുടെ വസ്തുവിന്റെ വിൽപ്പന നടന്നപ്പോൾ അവര് തീരുമാനമെടുത്തു, വസ്തു വിൽറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ പാസ്റ്റർക്ക് ഇത്ര കൊടുത്തേക്കാം. അങ്ങനെ കൊച്ചിന്റെ പഠിത്തത്തിന് സമയമായപ്പോഴത്തേക്ക് അവരെല്ലാം വസ്തുവിന്റെ വിൽപ്പന നടന്നു. അവരെല്ലാം 50,000 ഒക്കെ വെച്ച് നമുക്ക് ദശാംശം അവര് തീരുമാനിച്ച ഇത്ര കൊടുത്തേക്കാന്ന്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഒരു പഞ്ഞവും നമുക്ക് ബാലൻസ് കൈ വന്നത് കഴിഞ്ഞ്
മോളെ 1,50,000 ആദ്യത്തെ ഇതിന് കയറേണ്ട ഇതിന് ഹോസ്റ്റൽ ഫീസും ഫുഡിന്റെയും മറ്റെല്ലാ ചെലവൂടെ പോകുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് എല്ലാം കൂടെ കൂട്ടി 1,50,000 രൂപയായി. അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് വെച്ച് ഞങ്ങൾക്ക് ബാലൻസ് പൈസയോടെ വന്നു. അതുപോലെ ദൈവം അവിടെ അങ്ങ് പ്രവർത്തിച്ചു. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാല് പഠിച്ചു കുഴപ്പമില്ല. 2018 മോള് പഠിക്കാനായിട്ട് പോകുന്നത്. 2018 പഠിക്കാൻ പോയി. ഏതാണ്ട് ഏതോ ഒരു സമയം 18 വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്. അപ്പൊ ആ സമയത്ത് കൊച്ചു കോളേജില. ഒന്നാമത്തെ നില ഫുള്ള് വെള്ളം കയറിയപ്പോ 5ാം നിലയിൽ കയറി കുഞ്ഞുങ്ങൾ ഇരുന്നു. എന്റെ പാസ്റ്റേ ഒത്തിരി കഷ്ടപ്പെട്ടു. അന്ന് ആഹാരമില്ല, വെളിച്ചമില്ലെന്ന് വിളിക്കാൻ സൗകര്യമില്ല, ഫോണെല്ലാം ഇതായി പോയി, ചാർജ് ഒന്നുമില്ലാതെ ഒത്തിരി ഞങ്ങളും ബുദ്ധിമുട്ടി. ദൈവമേ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്ന ആഹാരം ഉണ്ടോ ഇതൊന്നും അറിയത്തില്ല. എന്നിട്ട് പിള്ളേരുടെ കൂട്ടുകാരുടെ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസ് വിളിക്കുക, എന്റെ പാസ്റ്ററെ എങ്ങനാ പാസ്റ്ററെ നമ്മുടെ. അപ്പൊ ഈ ചാണ്ടി പാസ്റ്ററെ ഭയങ്കര കാര്യമാണ്. കോളേജിൽ ചെന്ന് അവിടെ ചെന്നിട്ടും ഭയങ്കര കാര്യം. അവിടെ ചെന്ന് PTA ഇതാക്കി എല്ലാ കോളേജുകാരും അത്ര കാര്യം എവിടെ ചെന്നാലും ഈ വലിയ എടുത്തിയാട്ടവും ബഹളവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതുകൊണ്ട് ഭയങ്കര കാര്യം. അങ്ങനെ ഒക്കെ ചെയ്തു. എല്ലാരും പാസ്റ്ററെ വിളിച്ചു നോക്കി എങ്ങനെയാ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം അത്ഭുതം ചെയ്യും. പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ ഏതോ ഒരു ആൾക്കാർ വന്ന് ഇവരെ നേവിക്കാരാണ്ട് വന്ന് ഇവരെ വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ ആരുടെയോ ഫോൺ വിളിച്ചു വരാ ചാച്ചാ ഞങ്ങള് ഇന്ന സ്ഥലത്തുണ്ട്, ചാച്ചൻ വന്നാൽ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അതറിഞ്ഞ നേരത്തെ എന്തോ ചെയ്തു, ബൈക്ക് എടുത്തു. അന്നേരം നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുമില്ല, വഴിയില്ല. പിന്നെ ഏതോ എല്ലാം വഴികൾ ആരാണ്ടോടൊക്കെ ചോദിച്ച് ഏതോ ഇലേ ചെന്ന് മോളെ കൊണ്ടുവരാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് 2-3 പിള്ളേര് പറയാ, ചാച്ച ഞങ്ങളെയും കൊണ്ടുപോകണം, പപ്പ ഞങ്ങളെയും കൊണ്ടുപോകണം, ഇല്ല ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുകയില്ല. നമ്മുടെ ബൈക്കിൽ കൊണ്ടുവരാന്ന് വേറൊരു കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നു. 3 പേരെ നമ്മുടെ മോളും പാസ്റ്ററും വേറൊരു കൊച്ചിനെയും കൂടെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലാക്കി. പിന്നെ ബാക്കിയുള്ളവരോട് പറഞ്ഞ് ഞങ്ങള് എങ്ങനെയും നിങ്ങളെ ഇവിടുന്ന് മാറ്റിക്കോളാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പ് ഒന്നും ഇല്ലല്ലോ, ഒന്നെല്ലാം പോയി കിടക്കില്ലേ. കാറ് കിടപ്പുണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കാറ് പോകുന്നു എന്നുള്ള ഒരു ഇതായപ്പോഴത്തേക്ക് തന്നെ കുറെ പിള്ളേർ ഈ ചെങ്ങന്നൂരൊക്കെ താമസിക്കുന്ന കുറെ പിള്ളേരുണ്ടായിരുന്നു. അവരുടെ എല്ലാം വീട് മാതാപിതാക്കളെ കുറിച്ച് പോലും ഒരു വിവരമില്ലായിരുന്നു. പിന്നെ അവരെ എല്ലാം കൊണ്ട് നമ്മുടെ വീട്ടില് ചർച്ചിന്റെ പാഴ്സനേജ് നമ്മൾ താമസിപ്പിച്ച് അവർക്ക് ഫുഡും കൊടുത്ത്, വലിയതൊന്നും ഇല്ല, അന്ന് കടകളൊന്നും ഇല്ലല്ലോ, എല്ലാം ഒന്ന് മേടിക്കും. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെല്ലാം നമ്മൾ അവർക്ക് കൊടുത്ത് ഒരാഴ്ചത്തോളം ആ കുഞ്ഞുങ്ങളെല്ലാം താമസിച്ചു. പിന്നെ അവരുടെ മാതാപിതാക്കളെ വിളിച്ചപ്പോ അവരെല്ലാം മുകളിൽ എവിടെ ഒക്കെ താമസിക്കാനായിട്ട് പോയേക്കും. അവിടുന്ന് എല്ലാവരെയും വിളിച്ചു, അവരെല്ലാം കണ്ടുകിട്ടി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് ഈ പിള്ളേരെ എല്ലാം അവരുടെ വീടുകളിൽ കൊണ്ടാക്കി വെച്ച് സമാധാനമായിട്ട് പോകുന്നു. കുഴപ്പമില്ല, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. അത് കഴിഞ്ഞ് ആ ഒരു വർഷമേ മോള് ഹോസ്റ്റലിൽ നിർത്തിയുള്ളൂ. ഞങ്ങളുടെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നെ അവിടുത്തെ പ്രിൻസിപ്പളിനെ പോയി കണ്ടു. പിന്നെ സാറേ ഞങ്ങൾക്ക് ഇതുപോലെ മോള് വന്നും പോയി, എനിക്ക് അത്ര ദൂരേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് കൊച്ചിനെ വീട്ടുകാര് കഴിച്ചൊരു ഹെൽപ്പ് ചെയ്ത് പൈസ തന്നപ്പോ മോക്കൊരു വണ്ടി എടുത്തു കൊടുത്തു, ഒരു ആക്റ്റീവ എടുത്തു കൊടുത്തു. അപ്പൊ അത് പഠിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എന്റെ പാസ്റ്റർ അതും പഠിച്ചു. ഒരാഴ്ച കൊണ്ട് തന്നെ മോൾ അതും പഠിച്ചു, ഓടിച്ചു, ലൈസൻസും എടുത്തു. ഒരു 2 ആഴ്ചക്കുള്ളിൽ മോൾ അതുകൊണ്ട് കോളേജിൽ പോകാൻ തുടങ്ങി. ഞങ്ങൾക്കുള്ളിൽ പേടിയാ കൊച്ചിനെ വിടുമ്പോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ചാണ്ടി പാസ്റ്ററെ പുറകെ വിടും. എങ്ങനെ ഓടിച്ചു പോകുന്നേ, എങ്ങനെയാന്ന് പയ്യെ കൊച്ചു ഓടിച്ചു പോകുമ്പോ പുറകെ ഒന്ന് പോകും എന്നും പറഞ്ഞ് ഞാന് അങ്ങനെ പുറകെ ഒക്കെ വിട്ടു. അതുവരെ ചാണ്ടി പാസ്റ്റർ ഇടയ്ക്ക് വിടുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇങ്ങനെ അതിനോടിടയ്ക്ക് കൊച്ചുമോളെ കൊണ്ടുവിടാൻ പോകണം, സ്കൂൾ ബസ്സിനൊക്കെ വിടണേ ഒത്തിരി പൈസയാകും. അതുകൊണ്ട് നമ്മളതെല്ലാം ഈ കൊണ്ടുവിടാം. ഈ ചാണ്ടി പാസ്റ്റർ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കി പോയ സ്ഥലങ്ങളിലെല്ലാം ഈ നടന്ന ഈ പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മളായിട്ടൊരു ഇത് വരല്ലോ എന്ന് ഓർത്ത് എല്ലായിടത്തും കൊണ്ടു നടക്കുക. അതുപോലെയുള്ള സ്ഥലത്താണ് നമ്മളെ പാസ്റ്ററെ വിട്ടേക്കുന്നത്. അപ്പം വിട്ടു. കൊച്ചുമോളെ കൊണ്ടുവിടും. അത് ആദ്യമേ നേഴ്സിംഗ് പഠിക്കുന്ന മോളെ കൊണ്ടുവിടും. അത് കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ടുവിടും. അങ്ങനെ കൊണ്ടു നടന്ന കഴിഞ്ഞാണ് ഈ വണ്ടി കൊച്ചിനെ എടുത്തു കൊടുത്തു. അപ്പൊ മോള് നന്നായിട്ട് വണ്ടി ഓടിക്കും, കുഴപ്പമില്ല, നല്ല പയ്യ പോകുന്നത്. അപ്പൊ അത് പേടിക്കണ്ട. എന്നാലും നമുക്ക് പിള്ളേര് വണ്ടി കൊണ്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടിയല്ലേ. ചെന്നാ ഉടനെ വിളിക്കണേ മോളെ എന്ന് പറയും. ചെന്നാ ഉടനെ വിളിക്കും, മമ്മി ഞാൻ ഇവിടെ വന്നു, കുഴപ്പമില്ല എന്ന് പറയും. എന്റെ ക്ലാസ്സിൽ പോയിട്ട് ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ണുന്നത് തൊട്ട് പിന്നെ എപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം മമ്മി
മമ്മിയെ കുറിച്ച് പിള്ളേർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അച്ചാച്ചനോടും പറയും മമ്മി തന്നെയുള്ളൂ, അച്ചാച്ചൻ ഒത്തിരി ഒരിടത്തും താമസിക്കില്ല, മമ്മി തന്നെയുള്ളൂ വീട്ടിൻ്റെ ഉണ്ട്. അച്ചാച്ചൻ പെട്ടെന്ന് തന്നെ ഞങ്ങളെ കൊണ്ടുവിട്ടേച്ചെന്ന് പറയും. അങ്ങനെ ഈ വണ്ടി ഓടിക്കാനൊക്കെ പോയി 18. അപ്പൊ ഈ വെള്ളപ്പൊക്കവും വന്ന് ഈ കൊറോണയും വന്നപ്പോഴത്തേക്ക് 4 വർഷം കൊണ്ട് തീരേണ്ടപ്പോഴത്തെ 5 വർഷത്തോളമായി. കൊറോണ വന്നൊരു 3-4-5 മാസം പോകാൻ പറ്റാതിരുന്നു. ഇപ്പൊ ഈ ആശുപത്രിയിൽ ഇവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് 5 വർഷത്തോളമായി. അപ്പം അവിടെ എഴുമറ്റൂര് 4 വർഷമായിരുന്നു, എഴുമറ്റൂര് 5 വർഷമായിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് ചർച്ചക്കോടിലെ ഓവർസിയറോട് പറയുന്ന സാറേ ഞങ്ങൾക്ക് മാറ്റം വേണം. അപ്പം ബ്ലസ്സിമോളെ ബ്ലസ്സിമോൾ അപ്പോഴത്തേക്ക് ഡിഗ്രിക്ക് BCAക്ക് വിടാനായിട്ട് തീരുമാനിച്ചു. +2 കഴിഞ്ഞ് കൊച്ചിന് നല്ല മാർക്കുണ്ട്, അപ്പം കുഴപ്പമില്ല. നേഴ്സിങ്ങിന് വിടുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം ഭേവാമോള് പഠിക്കുന്ന കോളേജിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വേറെ ഒരു കോളേജ് ഉണ്ട്, അവിടെയോ ബ്ലസ്സിമോള് പോകത്തുള്ളൂ, വേറെ എങ്ങും കൊച്ചു പോകത്തില്ല. അപ്പം പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു അവിടെ എന്നാ ഇനിയും പോട്ടെ. മൂത്ത ആള് പറയുകയും ചെയ്തു, അച്ഛാ അവളെ നേഴ്സിങ്ങിന് വിടരുത്, ഞാൻ ഒത്തിരി കഷ്ടത അനുഭവിക്കുന്നു, നേഴ്സിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, ഉറങ്ങാനും പറ്റത്തില്ല, ആശുപത്രി ചെന്നാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുള്ള, കൊച്ചിനെ വിടരുത്, അവളെ വേറെ എന്തിനും. അപ്പൊ ഞങ്ങൾ BCAക്ക് വിടാൻ തീരുമാനിച്ചു. BCAക്ക് കൊണ്ട് വളഞ്ഞവട്ടം എന്ന സ്ഥലത്ത് ഉണ്ട് നേഴ്സിംഗ്. BCAക്ക് അപ്പോഴത്തേക്ക് ഇച്ചിരി സമയം പോയായിരുന്നു, അതുകൊണ്ട് BCAക്ക് ഇച്ചിരി ദൂരെയാണ് കിട്ടിയത്. നമ്മള് പല്ലപ്പള്ളി എഴുമറ്റൂര് താമസിക്കുന്നിടത്തുനിന്ന് 23 കിലോമീറ്റർ ഒരിടത്തേക്ക് പോകണമായിരുന്നു, ഒരു വശം കൊണ്ടുവിടാൻ പോകണം. അപ്പം കോളേജ് സമയത്ത് ചെല്ലുകയും ചെയ്യണതുകൊണ്ട് അതും രാവിലെ കൊണ്ടുവിടിയില്ല. രാവിലെ അപ്പോഴത്തേക്ക് ഭേവാച്ചി വണ്ടിക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ട് ബ്ലസ്സിമോളെയും കൊണ്ട് ഫാസ്റ്റ് പോകും. രാവിലെ 7 മണിക്ക് മുമ്പ് ഇറങ്ങണം. അതിനും 7 മണിക്ക് മുമ്പ് ഇറങ്ങിയാലേ അവിടെ 7:45 കോളേജിൽ ചെല്ലണം. അതിനുവേണ്ടി 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങാം. 6:45 ഇറങ്ങിയിട്ട് കൊണ്ടുവിട്ടേച്ച് വരും. തിരിച്ചു വരുമ്പോൾ മോക്ക് ബസ്സുണ്ട്, അതിപ്പം താമസിച്ചാലും കുഴപ്പമില്ല, 1 മണി വരെ ക്ലാസ് ഉള്ളത് കൊണ്ട്. അത് കഴിഞ്ഞ് 3 മണിയാകും കൊച്ചു വീട്ടിൽ വരുമ്പോഴത്തേക്ക്. അപ്പം തിരിച്ചു വരുമ്പോൾ ബസ്സിന് വരും. രാവിലെ കറക്റ്റ് സമയത്ത് കോളേജിൽ ചെന്നില്ലെങ്കിൽ പറ്റത്തില്ലാത്തതുകൊണ്ട് കൊണ്ടുവിടാൻ പോകും. അങ്ങനെ എഴുമറ്റൂര് വെച്ച് 2 വർഷം മോളെ അവിടെ കൊണ്ടുവിട്ടു. 2 വർഷമായല്ലോ. 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് പൂവമലയിലേക്ക് മാറ്റം കിട്ടിയത്. അവിടുന്ന് മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്പെട്ട് വാങ്ങിച്ചതാ കേട്ടോ. അവിടുത്തെ അച്ഛന്മാര് പറഞ്ഞു പോകരുത്, ഫാസ്റ്റേ പോകരുത്, നിങ്ങൾ ഇവിടെ നിൽക്കുക. അപ്പൊ ഇത്രയും നാളായില്ലേ, നമുക്കൊരു മാറ്റം വേണമല്ലോ. നമ്മള് ഓവർസിയറോട് പറഞ്ഞത് ഇച്ചിരി കൂടെ അടുത്ത് കിട്ടും, അങ്ങനെ ഉണ്ടെങ്കിൽ ബ്ലസ്സിമോളെ ബസ്സിന് വിടാൻ പറ്റുമല്ലോ. എന്നും രാവിലെ കൊണ്ടുവിട്ടാൽ നമുക്ക് ചർച്ചിൽ ഓരോ കാര്യങ്ങളൊന്നും വന്നാൽ രാവിലത്തെ കാര്യത്തിന് പോകാൻ പറ്റില്ല, ഫാസ്റ്റ് വിട്ട് വരുമ്പോഴത്തേക്ക് താമസിക്കും. അപ്പൊ നമുക്ക് ഇത്രയും 1.5 വർഷത്തോളം വിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അടുത്ത് കിട്ടുമെന്ന് ഓർത്തോണ്ടാ മാറ്റം പറഞ്ഞത് ഫാസ്റ്റേ. അവര് തന്നത് പിന്നെയും 10 കിലോമീറ്ററുടെ ദൂരമുള്ള ഒരു സ്ഥലം. ഈ 33 കിലോമീറ്റർ 10 കിലോമീറ്ററുടെ ദൂരമുള്ള സ്ഥലം തന്നപ്പോഴും സത്യം പറഞ്ഞാൽ അതൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ പറയുക, കാര്യം എന്റെ മനസ്സിൽ ആ സങ്കടം ഒന്നും മാറിയിട്ടില്ല. ഞങ്ങൾ എപ്പം ചെന്ന് അവരോട് ചർച്ച ചോദിച്ചാലും അവർ ഞങ്ങളെ ഒരു നല്ല മനസ്സിലേക്ക്, എനിക്ക് അവരോട് ഇന്നും അത് അടങ്ങാത്ത ഒരു സങ്കടമുണ്ട്. കാര്യം എനിക്ക് മരണ സമയത്ത് അവരെല്ലാം സപ്പോർട്ടായിരുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോഴല്ല സപ്പോർട്ട് വേണ്ടേ, ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്കൊരു സപ്പോർട്ട് നമ്മൾക്ക് നല്ലൊരു ക്രമീകരണം ചെയ്തു തരുന്നത്. അന്നേരം 10 കിലോമീറ്റർ കൂടുതലുള്ള സ്ഥലത്തേക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ചാണ്ടിപ്പാസ് വരാൻ സാറേ ചർച്ചക്കാർക്ക് കുഴപ്പമില്ല, എന്നാൽ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ ഉടനെ ഓവർസിയർ കയ്യാ. അപ്പൊ ഇനി ഞാൻ എത്ര നാൾ ഓവർസിയർ ആയിട്ടിരിക്കുന്നു അത്രയും നാളും ചാണ്ടിപ്പാസിന് ഒരു മാറ്റം തരത്തില്ല. എന്നിട്ട് എടുത്ത വായിൽ ഇങ്ങനെയാണ് പറയുന്നത്, കോളേജ് ഇരിക്കുന്നിടത്തോട്ട് നമുക്കൊരു ചർച്ച പണിയാം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ നിങ്ങളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞത്. അന്നേരം ചാണ്ടിപ്പാസ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, പോയേക്കാം, ഓവർസിയർ പറഞ്ഞല്ലേ 10 കിലോമീറ്റർ കൂടുതലാണെങ്കിൽ ഇത്രയും നമ്മൾ കൊണ്ടുവിട്ടതല്ലേ, പോയേക്കാം. 23 ഉള്ളിടത്തുനിന്ന് 10 കിലോമീറ്റർ 33 കിലോമീറ്റർ പിന്നെ രാവിലെ ആ കുഞ്ഞിനെ കൊണ്ട് എങ്കിലും ഒരു തിരിച്ചൊരു എതിര് പറയുമോ, ഒരു ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മോളെ 2 വർഷം 1.5 വർഷമായപ്പം പൂവമല ചെന്നു കൊണ്ടുവിട്ടു, കൊണ്ടിരുന്നു, പോകുന്നു. മൂത്ത മോള് കോളേജിൽ പോകുന്നു, കുഴപ്പമില്ല, എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. അവിടെ ചെന്നിട്ടും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന അന്നേരം 3-ാം വർഷത്തിലേക്ക് കയറി. ഞങ്ങളുടെ ചർച്ചില് ഇവർ ഈ മരണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് കൊച്ചു 3-ാം വർഷത്തിൽ കയറി 2 മാസമായി. ജൂൺ ജൂലൈ 2 മാസമായി BCAക്ക് 3-ാം വർഷത്തിലേക്ക് കയറി.
ചർച്ചിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. വെള്ളി, ശനി, ഞായറുമായിട്ട് തിരുനിലയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. അത് മാസത്തിൽ നമ്മുടെ ലാസ്റ്റ് ആഴ്ചകളിൽ നടക്കുന്നതാണ്. അതിന്റെ മുമ്പത്തെ ആഴ്ചയിലെ മാസയോഗം, പിറ്റേ സെക്കൻഡ് സാറ്റർഡേ നമ്മുടെ അവിടെ മാസയോഗം. അപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. കുഴപ്പമില്ല, നമ്മൾക്ക് ഫുഡ് വെളിയിൽ നിന്ന് വരുത്താൻ, ബാക്കി കാര്യങ്ങളെല്ലാം സഹോദരന്മാരും പിള്ളേരും എല്ലാം വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം, നമുക്ക് നന്നായിട്ട് നടത്തണം, കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. തിരുവത്താഴം എല്ലാവരും എടുത്ത് എല്ലാവരും അന്ന് വൈകിട്ടും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശനിയാഴ്ച വൈകിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഭജന ശുശ്രൂഷ നടത്തിയില്ല. എല്ലാവരും കൈ കോർത്ത് പരസ്പരം അടുത്തിരിക്കുന്നവർ കൈ കോർത്തിരുന്ന് ദേശത്ത് ദൈവദാസന്മാർക്ക് വരുന്ന അനർത്ഥം, തലമുറകളില്ലാത്തവർക്ക് വേണ്ടി, അങ്ങനെ ഇങ്ങനെ കുറെ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അന്ന് ശനിയാഴ്ച വൈകിട്ട്. മെസ്സേജ് പറഞ്ഞില്ല. അതും കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ടത്തെ പകലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പകല് പ്രാർത്ഥന കഴിഞ്ഞ് പാസ്റ്റ് കയറി വരാഞ്ഞപ്പോ ഞങ്ങൾ മെകളിത്തെ നിലയിൽ താമസിക്കുന്ന പാഴ്സിനെ ചടി ചർച്ച. അപ്പം കയറി വരാഞ്ഞപ്പോ ഞാൻ ഇറങ്ങി വന്ന് നോക്കി, എന്താണെന്ന് നോക്കിയപ്പോ മുഴങ്കാലിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ശല്യം ചെയ്യാതെ ഞാനിങ്ങ് കയറിപ്പോയി. ഞാനിത് കണ്ടേച്ച് കയറിപ്പോയിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പം കയറി വന്ന് പിറ്റേ ദിവസത്തേക്കുള്ള വചനം നോട്ടും. ഞായറാഴ്ചയാണല്ലോ, പിറ്റേ ദിവസം അത് വൈകിട്ടത്തെ പ്രാർത്ഥന ഇതുപോലെ പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഞായറാഴ്ചത്തേക്കുള്ള വചനവും തിരുവത്താഴത്തിനുള്ള ക്രമീകരണവും എല്ലാം ചെയ്തു. ഞായറാഴ്ച തിരുവത്താഴവും കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട്, അന്നാണ് ചർച്ചിൽ എല്ലാവരും എടുക്കുക, അല്ലെ ഒരാളെങ്കിലും എടുക്കാതിരിക്കും തിരുവത്താഴം. അന്ന് എല്ലാവരും തിരുവത്താഴം എടുത്ത് എല്ലാവരും വരികയും ചെയ്തു. സന്തോഷമായിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പാസ്റ്ററുടെ അമ്മയുടെ ഇടയ്ക്ക് ഒരാള് കോട്ടയത്ത് മരണപ്പെട്ടായിരുന്നു, പ്രായം ചെന്ന് മരണപ്പെട്ട. അവർ ഓർത്തഡോക്സുകാർ. അവർ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അടക്കി വെച്ചു. അപ്പം ചാണ്ടി പാസ്റ്റർ കയറി വന്നേച്ച് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ വരുന്നോന്ന്. അപ്പൊ എനിക്ക് പിള്ളേര് അന്ന് പിള്ളേർക്ക് കോളേജും ക്ലാസ്സും ഉണ്ടല്ലോ. അപ്പൊ ശനിയാഴ്ച പിള്ളേർക്ക് 2 പേർക്കും ഇല്ല. അപ്പം പേവാച്ചിയുണ്ട്, പേവാമോളും ഉണ്ട്, ബ്ലസ്സി മോളും ഉണ്ട്. 2 പേരും ഇരുന്ന് ഉപവസിക്കും, പ്രാർത്ഥിക്കും. എന്റെ പാസ്റ്ററെ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇന്നത്തെ പോലല്ല. പിള്ളേര് പ്രാർത്ഥിക്കാന്ന് പറയുന്ന ഉടനെ നമ്മുടെ പിള്ളേര് 2 പേരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങത്തുള്ളൂ. പേവാമോളും പ്രാർത്ഥിക്കും, ബ്ലസ്സിമോളും പ്രാർത്ഥിക്കും. ബ്ലസ്സിമോള് നല്ല പോലെ പാട്ട് പാടും. എല്ലാ കാര്യത്തിനും കുഞ്ഞുങ്ങൾ നല്ല ഉത്സാഹത്തിൽ, ആത്മീയ വിഷയത്തിൽ ഭയങ്കര ഉത്സാഹമാണ്. നന്നായിട്ട് പാട്ട് പാടും. ബൈബിളിൽ മനപ്പാഠം പറയുന്നത്, ലേഖന മനപ്പാഠം എന്ന് വെച്ചാലും 10, 45 ബാക്കിയുള്ളത് ആ വേവാമോൾ ഒറ്റ വൈകിട്ട് കൊണ്ട്, ശനിയാഴ്ച വൈകിട്ടേ അവർക്ക് ലീവ് കിട്ടത്തുള്ളൂ. ആ വൈകിട്ട് കൊണ്ടിരുന്ന് പഠിച്ചേച്ച് CAക്ക് ഇത് ലേഖന മനപ്പാഠം പറയും. എല്ലാത്തിനും ബൈബിൾ വായിച്ചു കൊടുക്കുന്നതിനും പാടുന്നതിനും എല്ലാം ഭയങ്കര മുൻപന്തിയിൽ നിൽക്കുക. അന്ന് ഈ ഇതും കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്ക് പാസ്റ്റർ പറഞ്ഞു, എന്നാ നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, പിള്ളേർക്ക് നാളത്തേന് പോകാൻ എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ വെക്കണം. ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞല്ലേ, ഡ്രസ്സും ഒക്കെ കഴുകാനും എടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വരുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, മൂത്ത മോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ചാച്ചാ ഞാനും വരുന്നില്ല, എനിക്ക് ഒത്തിരി ഡ്രസ്സൊക്കെ കഴുകാനുണ്ട്, അതുകൊണ്ട് ഞാനും വരുന്നില്ല. അപ്പം പാസ്റ്റർ തന്നെ പോയിട്ട് വന്ന് സന്ധ്യയ്ക്ക് 6 മണി 6:30 വീട്ടിൽ തിരിച്ചു വന്ന് ഇങ്ങനെ കുളിയും കഴിഞ്ഞേച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ട് നിലത്തിരുന്നേച്ച് ഫോൺ ഇങ്ങനെ നോക്കിയപ്പോ ഏതോ ഒരു ദേവദാസൻ മരിച്ച് ഇങ്ങനെ ഇത് കണ്ടു, ഫോണിനകത്ത് കണ്ടു. ഈ ദേവദാസന്മാരൊക്കെ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, എന്തോ ചെയ്യാനാ ഇങ്ങനെയാ കർത്താവ്, എന്തോ ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് പെട്ടെന്ന് എഴുതിയെന്നാൽ ഞാൻ പകല് കിടന്നുറങ്ങിയില്ലല്ലോ. ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് വന്നിട്ട് അന്നേരം ഞാൻ അടക്കിന് പോവല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ഇച്ചിരി ആഹാരം തന്നേരും, ഞാൻ കിടക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥനയും കഴിഞ്ഞ് 8:30 ആയപ്പം ചാണ്ടി പാസ്റ്റർ കയറി. അന്ന് ഞായറാഴ്ച വൈകിട്ട് കയറി കിടന്നുറങ്ങി. ഉറക്കം കഴിഞ്ഞാൽ രാവിലെ വെളുപ്പിന് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേക്കുന്ന ഒരു സ്വഭാവമുണ്ട്. 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ബൈബിൾ നോക്കുകയും ചെയ്യും. 4 മണിക്ക് എഴുന്നേറ്റാൽ എനിക്ക് ഈ അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ തണുപ്പ്, രാവിലത്തെ തണുപ്പോ ഇതൊന്നും അടിക്കാൻ പറ്റത്തില്ല. രാവിലെ എഴുന്നേക്ക് ഭയങ്കര തുമ്മല. അപ്പൊ എന്നെ ഒരു 6 മണിയായിട്ടേ വിളിക്കാറുള്ളൂ. പ്രാർത്ഥനയും കഴിഞ്ഞ് ബൈബിളും നോക്കി പത്രം കൂടെ നമുക്ക് വരുത്തുന്നുണ്ട്, അതും എടുത്ത് നോക്കിയിട്ടേ എന്നെ വിളിക്കാറുള്ളൂ. അപ്പം പത്രം എടുത്ത് നോക്കിയിട്ട് അപ്പൊ ഞാൻ വൈകിട്ടേ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം ഏകദേശം ചെയ്ത് വെക്കും. പൊതി കൊണ്ടുപോകേണ്ട ഇതുണ്ട്, ബ്ലസ്സിമോക്ക് പോകേണ്ടതുണ്ട്. എല്ലാവർക്കും 6:45, 7 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകണം കഴിച്ചേച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വൈകിട്ടേ ചെയ്തു വെച്ചേച്ചാണ് കൂടുതലും കിടക്കുന്നത്. അപ്പൊ 6 മണി ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു, അടി കൊച്ചെ എഴുന്നേക്ക്, പിള്ളേർക്ക് പോകേണ്ടതല്ലേ.
അന്നുമായിട്ട് തന്നെ പിള്ളേർ അച്ചാച്ച എന്റെ ബ്ലെസ്സിമോടെ തുണി എടുത്തിട്ടു, യൂണിഫോം എടുത്തിട്ട് വേവാച്ചിക്ക് ഇട്ടുകൊണ്ട് പോകേണ്ടത് എടുത്തിട്ടു, അച്ചാച്ച രാവിലെ ഇത് തേച്ചിട്ടേക്കണം. നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് പിള്ളേര് അങ്ങനെ അച്ചാച്ചനെ ഏൽപ്പിക്കും തുണി ഇത് തേച്ചിട്ടേക്കണം എന്ന്. അതും തേച്ചിട്ടേച്ച് എന്നെ വിളിച്ചു. ഞാനും എഴുന്നേറ്റ് വന്നു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, പത്രം ഒന്ന് എടുത്ത് നോക്കി, അവധി വല്ലതുമാണ്, ഇച്ചിരി കഴിഞ്ഞ് എഴുന്നേറ്റാ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ ഇല്ല, അവധിയൊന്നും ഇല്ല. അതുകൊണ്ട് എന്നെ വിളിച്ച് ഞാൻ എഴുന്നേറ്റ് 6 മണിയായല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് അടുക്കളയിൽ പോയി പിള്ളേരെയും വിളിച്ചു. പിള്ളേരും പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഞാൻ നേരത്തേക്ക് ടേബിളേൽ പാസ്റ്റർ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവച്ചു, കഴിക്കാനായിട്ട് കൊണ്ടുവച്ചു. എന്റെ ബ്ലെസ്സിമോക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. അവൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ പുറകിൽ നിന്ന് മുടി ചീകി കൊടുക്കും. സമയമില്ലല്ലോ, സമയം പോയാൽ. അത് തന്നെയല്ല, അന്ന് ഞായറാഴ്ച പകല് സാക്ഷിക്ക് ഇവര് പാടുന്നത് ആർക്കും മരണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷം മാർഗത്തിലാക്കിയല്ലോ എന്നുള്ള ഈ പാട്ട് 2 ആഴ്ച ഉണ്ട്. 2 ആഴ്ച, അതിന് മുമ്പത്തെ ആഴ്ചയും പിറ്റേ ആഴ്ച മരണം സംഭവിക്കുന്നതിന്റെ ആ ഞായറാഴ്ചയും പാടുന്ന ഇത് ആർക്കും മരണിച്ചുകൂടാത്ത സ്വർഗ സന്തോഷ മാർഗത്തിലാക്കിയല്ലോ, മാറ്റം വരാതെ എന്നെ കാക്കണേ പൊന്നുനാഥാന്നൊക്കെ ആ പാട്ട് പാടി. പിന്നെ സാക്ഷിക്ക് ആരോ ഒരാൾ വായിച്ചു, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത് എന്നൊക്കെയുള്ള കുറെ ഇങ്ങനെയുള്ള മരണത്തെ കുറിച്ചുള്ള ഒരു അത് നമ്മൾ ചിന്തിക്കുന്നില്ല. മരണം സംഭവിക്കാൻ പോവാന്നോ, അങ്ങനെ പിന്നീടാണ് നമ്മൾ ഇതൊക്കെ ഇതിനുള്ള ഒരുക്കമായിരുന്നോ. അതിനു മുമ്പ് എന്നോട് പറയും, മമ്മി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ പിടിച്ചു നിൽക്കണം മമ്മി, എന്ത് സംഭവിച്ചാലും പിടിച്ചു. എന്റെ ബ്ലെസ്സിമോളോട് പറയും, ബ്ലെസ്സിമോളെ നീ മൂത്ത ആള് പറഞ്ഞു കൊടുക്കും, നീ എവിടെ പോയാലും നല്ല ഡ്രസ്സ് അടിയിലൊക്കെ ആണെങ്കിൽ ഇടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളവർ നമ്മളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അവര് നമ്മളെ കാണുന്നുണ്ട്, എന്താണേലും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനുള്ള എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ഈ പാട്ടുകൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. ഈ പ്രത്യാശയുടെ പാട്ട്, ഈ മരണപ്പാട്ടും ഒക്കെ പാടിക്കൊണ്ടൊക്കെ എനിക്ക് അതും കേൾക്കുന്ന ഭയങ്കര പേടിയാ. ഞാൻ പറയും, മോളെ മമ്മിക്ക് അത് കേൾക്കാൻ പറ്റും, അത് പാടരുത്, അത് പാടരുത്. അപ്പൊ പറയും, ജീവിച്ചിരിക്കുമ്പോഴല്ലേ മമ്മി അത് പാടേണ്ടത്, മരിച്ചു കഴിയുമ്പോഴാണ് അത് പാടേണ്ടത്. എന്ത് പ്രത്യാശയുള്ള പാട്ടാ മമ്മി, അത് കേട്ടു നോക്കി എന്നും പറഞ്ഞ് കൂടെ കൂടെ ഈ പാട്ട് നേരമൊന്നും നമ്മള് ഇതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മരണത്തെ കുറിച്ചൊരു ചിന്ത എന്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് കാര്യം. നമ്മളൊക്കെ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാവുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. മരണം എന്നുള്ള ഒരു കാര്യം നമുക്കില്ല. അങ്ങനെ ഈ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ പറയും, എനിക്ക് പേടിയുള്ളത് പാടരുതേ പാടരുത് എന്നൊക്കെ പറയും. പക്ഷെ അന്ന് രാവിലെ ഇങ്ങനെ ഫുഡും കഴിച്ച് രാവിലെ എഴുന്നേറ്റ് ചാണ്ടി പാസ്റ്റർ കഴിച്ചെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പിരിഞ്ഞു നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് എനിക്ക് ഒരു നിമിഷം പോലും, കോളേജിൽ പോകുമ്പോഴും എനിക്ക് സങ്കട കാര്യം, എനിക്ക് അത്രയും നേരം കാണാതിരിക്കാൻ പറ്റത്തില്ല. ചാണ്ടി പാസ്റ്റർ ആണേലും അങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ല. കട്ടപ്പനയ്ക്ക് എങ്ങാനും പോരുന്ന കാര്യം പറയാണ്ട് അവക്ക് ദേഷ്യം തുടങ്ങി. അവക്ക് ഞാൻ അവിടെ കൂടെ എപ്പോഴും ഇരിക്കണം. അങ്ങനെ എനിക്ക് അവരെ പിരിഞ്ഞു നിൽക്കാൻ ഒരു നിമിഷം പോലും പറ്റാത്ത ഒരു അവസ്ഥ. അതാ കോലം മംഗലാപുരത്ത് വിട്ടിട്ടും പോകണ്ട, എനിക്ക് കാണണം. ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കോളേജിൽ കാണാൻ പോകും. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഇച്ചിരി നേരം കാണാൻ സമയമുണ്ട്. അപ്പൊ അവിടെ പോയി കാണും. വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കും. മുട്ട പൊരിച്ചാല് അത് ഞങ്ങൾ കഴിച്ചെങ്കിൽ അതും ഉണ്ടാക്കി കൊണ്ടുകൂടും. അങ്ങനെ ഇത്രയും കാണാൻ മേല നിന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് പാസ്റ്റർ ചാണ്ടി പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, അവിടം വരെ പോയിട്ട് വരണ്ടല്ലേ, അപ്പൊ ഒരു ബന്നി കഴിക്കുക, ബന്നൊരെണ്ണം ഇരിപ്പുണ്ട്, അതും കഴിച്ച് കാപ്പി എടുത്തു കഴിക്കാന്നാ പറഞ്ഞ. കാപ്പി ഊറ്റി വെച്ച് ഞാൻ പറഞ്ഞു, ബന്നൊരെണ്ണം എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിന്റെ മുടി ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കഴിച്ചോണ്ടിരിക്കത്തെ ചെയ്ത് തന്നെ ഞാൻ മുടിയും ചെയ്ത് കൊടുത്തു. ചാണ്ടി പാസ്റ്റർ പ്രാർത്ഥനയും കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വണ്ടി തിരിച്ചിട്ടെ പ്രാർത്ഥിച്ചാൽ ചപ്പളും ഇറങ്ങിപ്പോന്നേ. വണ്ടി തിരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വണ്ടി തിരിച്ചിട്ട് ഇങ്ങനെ ചില പിള്ളേർ താമസിച്ചപ്പോഴത്തേക്ക് ഓൺ അടിച്ചപ്പോഴത്തേക്ക് ബ്ലെസ്സിമോള് കൊച്ചാള് മുടിയും കൊടുത്തു, എല്ലാം റെഡിയായി, എനിക്കൊരു ഉമ്മയും തന്നെ, പോയിട്ട് വരട്ടെ മമ്മി എന്നും പറഞ്ഞു ബ്ലെസ്സിമോള് ഇറങ്ങിപ്പോയി. അച്ചാച്ചന്റെ അടുത്ത് തന്നെ കയറി ഫ്രണ്ടിലിരുന്നു. അത് കഴിഞ്ഞേക്കും ബ്ലെസ്സിം വേവാച്ചി ഹോസ്റ്റലിൽ താമസിക്കുന്ന OITക്ക് പഠിക്കുകയായിരുന്നു. ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ടില്ല. ഫസ്റ്റ് നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞേച്ചു വന്നിട്ട് കൂട്ടുകാരെല്ലാം റെസ്റ്റ് എടുത്തിരുന്നു. അപ്പം എനിക്ക് സമയമില്ല. ഒന്നാമത് ഇച്ചിരി സമയം കയറിയും കടന്നും പോയി. ഈ കൊറോണയൊക്കെ വന്നുകൊണ്ട് ഒരു ദിവസം പോയി റെസ്റ്റ് എടുക്കാതെ കൊച്ചു പഠിക്കാനായിട്ട് പോയി. ആ കാര്യം 1 മാസം പഠിത്തം കഴിഞ്ഞ് അഡ്മിഷന് അന്ന് പോയിട്ട് ഞായറാഴ്ച പോയിട്ട് ഒരു പാസ്റ്ററെ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ ഞാനൊരു ഡേറ്റ് എടുക്കാം. നമുക്ക് ഈ പാസ്റ്റർമാരെ അത്ര വിശ്വാസമല്ല. ഇവര് പറയുന്ന അതിന് മുമ്പത്തെ ആഴ്ച നമ്മുടെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് വെച്ചു. കോട്ടേജ് മീറ്റിംഗ് വെച്ചപ്പോ ഒരു ദേവദാസം വന്ന് ആലോചന പറയും, 9-ാം മാസം ഭയങ്കര ഒരു വിടുതലായിരിക്കും. നമ്മുടെ ഓർത്ത് ഈ OIT പഠിച്ച്
ഈ കുഞ്ഞ് വളരെ ജയിച്ച് നല്ല നില പോകുന്നതായിരുന്നു. നമുക്ക് ഭയങ്കര ഈ ഒരു പഠിക്കുന്ന ഈ കാര്യം കൊണ്ട് നമ്മൾ ചിന്തിച്ചു 9ാമത്തെ മാസം ഭയങ്കര ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് പറഞ്ഞു. എന്റെ കാലത്ത് നമ്മള് വചനത്തിൽ നമ്മൾ അതുപോലെ വിശ്വസിക്കുകയും ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ കേൾക്കുന്ന ആലോചനകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു വളരെ സന്തോഷം. അന്ന് വന്നവരോടെല്ലാം ആലോചന പറഞ്ഞു. പിള്ളേരില്ലായിരുന്നു, കുഞ്ഞുങ്ങൾക്കും ആലോചന കേൾക്കുന്ന ഇഷ്ടം. അവരും വന്ന ഉടനെ ചോദിച്ചു, മമ്മി ഞങ്ങളെ കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞോ മമ്മി? ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കൊന്നും നിഗളിക്കാനില്ല, പ്രാർത്ഥന മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. പ്രാർത്ഥിക്കുക, ദൈവം എന്തെല്ലാം അനുഗ്രഹവും വിടുതലും നമ്മുടെ ജീവിതത്തിൽ തരുന്നു അതെല്ലാം കർത്താവ് തരും, നമുക്ക് പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് എന്റെ വാസ്ത അന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ചാണ്ടി പാസ് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കൊച്ചാൾ ഇറങ്ങിപ്പോയി, മൂത്ത മോള് ഇറങ്ങിപ്പോയി. പിന്നെ പോകാൻ നേരം മമ്മി എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ തിങ്കളാഴ്ച രാവിലെ പോകുന്നു, ഇനിയിപ്പോ വെള്ളിയാഴ്ച വൈകിട്ട് ഞാനിങ്ങി വരും. എനിക്ക് അവക്കും ഞങ്ങളെ പിരിഞ്ഞു നിൽക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് ഞാനിങ്ങി വരും കേട്ടോ മമ്മി, അത്രയും ദിവസമേ ഉള്ളൂ. എന്റെ വാസ അവിടെ ചെന്നാല് എത്ര സമയം കിട്ടുന്ന ആ സമയം മുഴുവൻ വിളിച്ച്, സാധാ പിള്ളേരെ പോലല്ലേ, അവിടെ പോകുന്ന സമയം മുതൽ യാത്ര ചെയ്യുന്ന സമയം മുതൽ എന്തെല്ലാം അവിടെ നടക്കുന്നു. രണ്ടുപേരും വന്നിരുന്ന് പറയും. ഞങ്ങൾ 4 പേരോട് ഇരുന്ന് കുറെ പറയും, സംസാരിക്കും, ചിരിക്കും, 4 പേരോട് ഇരുന്ന് കഴിക്കും. അങ്ങനെ നല്ലൊരു കുടുംബമായിട്ട് സന്തോഷമായിട്ട് പോകും. പിന്നെ അതിനോടുള്ള ചർച്ചിലെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവർ ഞങ്ങളോട് പറയും, നമ്മളെ സംബന്ധിക്കാത്ത കാര്യത്തിൽ നമ്മൾ ടെൻഷൻ എടുക്കണ്ട, എന്തെങ്കിലും പറയാനുണ്ടെ അവർ നമ്മുടെ അടുത്ത് വന്നു. എന്റെ മൂത്ത മോള് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട്, പറഞ്ഞു തരും, എല്ലാം പറഞ്ഞു തരും. അച്ചാച്ചനോടും പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാ കാര്യങ്ങള്. നമ്മള് പറയാത്തോ നമ്മൾ ചെയ്യാത്തോ അല്ലാതെ കാര്യം നമ്മൾ ഒരിക്കലും ടെൻഷൻ എടുക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടേ നമുക്ക് അവരെ നമ്മളോട് വന്ന് പറയുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എന്നും പറഞ്ഞ് ഇപ്പോഴും ഇത് പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ആശ്വാസവാക്ക് പറഞ്ഞ് മുകളിൽ തരും. നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നതല്ലേ, എപ്പോഴും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം അല്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ് എപ്പോഴും തരുമായിരുന്നു ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ മമ്മി ഞാൻ പോയിട്ട് വരാം, ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി, ഇറങ്ങിപ്പോയി. ഇപ്പൊ പോയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നേച്ച് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയെ കയറാനായിട്ട് തിരുവല്ലായിൽ ഒരു കൊച്ച് ഒരുക്കി നിൽക്കും. അവളോടും വിളിച്ചു പറഞ്ഞു, എടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നും പറഞ്ഞ് ബസ് 6:45 7:15 തോന്നുന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി. 7:15 7:30 ഇടയ്ക്ക് സംഭവം. എങ്ങനെ സംഭവിച്ചു? ഓവർ സ്പീഡിൽ പോകുന്ന ആളല്ല, എനിക്കറിയാം, ഞാൻ പോയിട്ടുണ്ടല്ലേ, ഓവർ സ്പീഡിൽ പോകുന്ന ആളല്ല. പക്ഷെ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. അന്ന് അവര് പോയപ്പോ ഗ്ലാസ് തുറന്നങ്ങ് ഇട്ടേക്കായിരുന്ന വെള്ളത്തിലേക്ക് പോയി. അതേക്കുറിച്ച് പിന്നെ അന്വേഷിക്കാനും എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല. ആരോട് അന്വേഷിക്കാൻ, ആര് പോയി അന്വേഷിക്കാൻ? ഞങ്ങൾ 2 പെൺപിള്ളേരാ. അനിയത്തിയുടെ ഒരു ഭർത്താവുണ്ട്, അപ്പനും അമ്മയും തീർത്തു വയ്യ. അമ്മയ്ക്കാണ് 2 കൈക്ക് സ്വാധീനവും ഇല്ല. എല്ലാം ഒരാൾ ചെയ്തു കൊടുത്താലേ പറ്റും. അങ്ങനെ പപ്പായാണ് ഇപ്പൊ അമ്മയുടെ കാര്യം എല്ലാം നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ആര് പോയി അന്വേഷിക്കാന്? വാസ്തവ ചേട്ടന്മാരെ സംബന്ധിച്ച് അവർക്കും എല്ലാവരും അങ്ങ് മനസ്സങ്ങ് തകർന്നു പോയി. ഈ ഒരു 3 പേരുടെ വേർപാട്, ഒരസുഖമായിട്ടിരുന്നവരല്ലേ, നല്ല ആരോഗ്യത്തോടെ ഇറങ്ങിപ്പോയവരല്ലേ, പെട്ടെന്ന് എങ്ങനെ ഇത് സംഭവിച്ചു? ഞാനിപ്പോഴും ചിന്തിക്കും, പാസ്റ്ററിനെ രക്ഷപ്പെടുത്താൻ പോലും ഒരാളെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമല്ലേ, ഈ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ചോദ്യം ഞാൻ ദൈവത്തോട്, ഇവര് എന്ത് തെറ്റ് ചെയ്തൊരു മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ലോകത്തിലേക്ക് ഇറങ്ങിയുള്ള ഭാവസ്വഭാവമോ ഒരു മറ്റുള്ള ചിന്തകളോ ഒന്നും ഇതുങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും ഉള്ള ഒരു കുഞ്ഞുങ്ങളല്ല, നല്ല ആത്മീയമായിട്ട് നല്ലതായിട്ട് നിന്ന് കുഞ്ഞുങ്ങളാണല്ലോ. എന്തുകൊണ്ട് എന്നിട്ട് അവർക്ക് ജീവിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് ഇപ്പോഴും ചോദിക്കരുതെന്ന് പറയുമെങ്കിലും ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ആ കുഞ്ഞുങ്ങൾ ആ വെള്ളത്തിൽ കിടന്ന് ആ ജീവന് വേണ്ടി പെടയുന്ന അവസ്ഥ ദൈവം കണ്ടില്ലേ? സർവശക്തനായ ദൈവമല്ലേ, നമ്മുടെ ദൈവത്തിന് വിടിയിപ്പാൻ കഴിയത്തില്ലേ? എങ്ങനെയും ദൈവം ഒന്ന് വിടിവിച്ചിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും, എങ്ങനെ സംഭവിച്ചെന്ന് ഇന്നുവരെ ഒന്നും അറിയത്തില്ല എന്തുവാന്ന്. പിന്നെ ഞാനൊരു 3-4 അഡ്വക്കേറ്റുമാരുടെ അടുത്ത് ചെന്നു. സാറേ എനിക്ക് സത്യം എന്താണെന്ന് അറിഞ്ഞാൽ മതി, എനിക്ക് പൈസയുടെ ഒന്നുമല്ല എനിക്ക് ആവശ്യം, എനിക്ക് സത്യം ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയണം. കാര്യം ബസ്സുകാർ കണ്ടെന്ന് പറയുന്നു, അപ്പൊ കട്ടിയിട്ട് അവരൊന്ന് രക്ഷപ്പെടുത്താൻ എന്താണ് ശ്രമിക്കാൻ? ഇന്നത്തെ കാലത്ത് ഒരു പട്ടിക്കുഞ്ഞു വെള്ളത്തിൽ പോയാൽ പോലും മനുഷ്യൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നവരില്ല. ഈ 3 പേര് ഒരു കാറ് വെള്ളത്തിലേക്ക് പോകുന്നവരിട്ട് എന്തുകൊണ്ട് ഇവരത് ചെയ്തില്ല? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, പക്ഷെ ഇന്നും അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല.
പിന്നെ എല്ലാരും എന്നോട് പറഞ്ഞു, മോനെ ഇനി നമുക്ക് പോകാനുള്ളത് പോയി, ഇനി നമുക്ക് ഇന്ന ചെയ്തിട്ട് എന്തോ എടുക്കാൻ, അവരെ നമുക്ക് കിട്ടുമെന്നുണ്ടായിരുന്നു, നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് ഇനി അത് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ആ സംഭവം ഉണ്ടായിട്ട് ഞാനിതറിയുന്നില്ല. 10 മണിയായി. ഞാൻ വീട്ടിലെ ഓരോ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ചർച്ചിലെ ഒരു അച്ചായൻ വന്ന് വെച്ച് എന്നോട് പറഞ്ഞ്, ചാണ്ടി പാസ്റ്ററെ ഒന്ന് വിളിച്ചേ, നമ്മുടെ ബൈറജി പാസ്റ്റർ ഒക്കെ ഒരു അപകടം നടന്നതായിട്ട് അറിയുന്നു, ചാണ്ടി പാസ്റ്ററെ വിളിക്കാൻ പറഞ്ഞു. എന്റെ പാസ്റ്റർ, എന്റെ ഫോൺ ഈ 3 പേരും വീട്ടിലുണ്ടായിരുന്നോണ്ട് എന്റെ ഫോൺ നോക്കുന്നേ ഇല്ലായിരുന്നു. അപ്പൊ എന്റെ ഫോണ് കൊച്ചു ഹോസ്റ്റൽ ഫീസ് കൊണ്ടുപോയില്ല, വേവാച്ചി OIT പഠിക്കാൻ പോകുന്ന മോള് ഹോസ്റ്റൽ ഫീസ് കൊണ്ടാതെ പോയപ്പോ ഞാൻ ഇവര് പോയ ഉടനെ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കിയപ്പോ എന്റെ ഫോൺ കേടായിട്ടിരിക്കുക, ഒന്നും അനക്കമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ച്, ചാണ്ടി പാസ്റ്റർ വരട്ടെ, ഇനി കൊണ്ടുപോയി നന്നാക്കാം, ഇനി പിന്നെ കൊച്ചിന് വേണേ വേറെ എന്തേലും കാണിക്കുവോ, അല്ലെ പിന്നെ പിറ്റത്തെ ആഴ്ച കൊടുത്തു വിടാം എന്നാ. ഈ അച്ചായൻ വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആ സഹോദരന്റെ പേര് ബിജു എന്നാ, ബിജായൻ ഒന്ന് വിളിച്ചു നോക്ക് പാസ്റ്റർ, എന്റെ ഫോൺ കേടാന്ന് പറഞ്ഞു. ആ അച്ചായൻ വിളിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാലും നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെയാന്ന്, റേഞ്ച് ഇല്ലാത്ത സ്ഥലമായിരിക്കും അച്ചായ, അതുകൊണ്ടായിരിക്കും കിട്ടാത്ത എന്ന് പറഞ്ഞു. എന്റെ പാസ്റ്റർ, അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ ഞാൻ ജോലി കാര്യങ്ങൾ ചെയ്യുന്നു, എടുക്കുന്നു. ഇവര് പോയി കഴിഞ്ഞ ഉടനെ ഞാൻ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. കാര്യം എന്നും അതുള്ളതാ. കുഞ്ഞുങ്ങളെ ആഹാരം കൊടുത്തു പാസ്റ്ററും പോയി കഴിഞ്ഞ് പിന്നെ ജോലി ചെയ്യണേ ഞാൻ ചെന്നേരം ഇരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോകത്തുള്ളൂ. അപ്പൊ ഇരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് വെച്ച് ഞാൻ എഴുന്നേറ്റ് എന്നപ്പോഴാണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അച്ചായൻ വരുന്നത്. അപ്പൊ അപ്പോഴും ചിന്തിക്കുന്നത് എന്തുവാ, നമുക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലം വല്ലതും ആയിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പരിസരത്തൊക്കെ ആളൊക്കെ വരുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല, നമ്മൾ വീട്ടിനകത്ത് ജോലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് 1-2 പോണം, അന്നേരത്തേക്ക് ഇതെല്ലാം റെഡി ആക്കി നിൽക്കണം കേട്ടോ എന്നോട് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. ഞാനും തിങ്കളാഴ്ച ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെയല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പം തിരിച്ചു വരുമ്പോൾ ഞാൻ 2 പേർ കൂടെ പോരാല്ലോ, 4 പേർ കൂടെ അങ്ങ് പോകാം, കാറിനും അല്ലേ പോകുന്നേ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇച്ചിരി താമസിച്ചുകൊണ്ട് എനിക്ക് ഇവർ ഒരുങ്ങിയ സമയത്ത് ഇവരെ മുടിയെല്ലാം ചീക്കെട്ടി കൊടുത്തു ഒരുങ്ങാൻ എനിക്ക് ഒരു സമയം കിട്ടില്ല, അതാണ് പറ്റിപ്പോയത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്നാ ഇപ്പൊ ജോലികളൊക്കെ കിടപ്പുണ്ടല്ലോ, എല്ലാം അങ്ങനെ കിടക്കുകയാണല്ലോ, പിള്ളേര് പോയിട്ടൊന്നും അടിക്കും പെരിക്കും ഒന്നും വെച്ചില്ല, അതുകൊണ്ട് അങ്ങനെ എന്നാ ഞാൻ പോകുന്നില്ല, പോയിട്ട് വരട്ടെ എന്ന് ചിന്തിച്ചു. അതാ ഞാൻ പോകാതിരുന്നത്. ഞാൻ ഞായറാഴ്ച ചിന്തിച്ചതാ പോകണമെന്ന്. അപ്പൊ അന്ന് സ്വോത്രാഴ്ച വെച്ചാൽ സാധനമൊക്കെ മേടിച്ചോണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് 4000 രൂപയും എടുത്ത് പോക്കറ്റ് വെച്ചു പോയി. അത് കഴിഞ്ഞ് ഈ സംഭവം നടന്ന് 10 മണിയായപ്പോഴത്തേക്ക് 2 അമ്മാമ്മമാര്, നമ്മുടെ ചർച്ചിലുള്ള 2 അമ്മാമ്മമാര് കയറി വരുന്നു. അവരുടെ മുഖത്തോട്ട് ഞാൻ നോക്കി, മേളിൽ നിന്നോണ്ട് തന്നെ നമുക്ക് വഴിയെ വരുന്ന കാണാം. അപ്പൊ മേളിൽ നിന്നോണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോ അവരുടെ മുഖത്ത് എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ. ഞാൻ അമ്മാമ്മ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അമ്മാവ റെഡിയാ, ചാണ്ടി പാസ്റ്റർക്ക് ഒരു അപകടം സംഭവിച്ചെന്ന് പറഞ്ഞു. അയ്യോ, അന്നേരത്തേക്ക് ഞാൻ കരഞ്ഞുകൊണ്ട്, അയ്യോ എന്തോ പറ്റിയ അമ്മാമ, എപ്പോഴും ഇത് ചിന്തിക്കുന്നില്ലല്ലോ, 3 പേരും മരണപ്പെട്ട അപകടം സംഭവിച്ചു, നമ്മൾ ഓർക്കുന്ന വല്ല തട്ടുവോ മുട്ടുവോ വല്ല മുറിവോ ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നത്. അത് അപകടം സംഭവിച്ചെന്ന് പറഞ്ഞു. അമ്മാമ ഒരുങ്ങി, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ ഒരുങ്ങിയിട്ട് ഇവരെന്നെ കൊണ്ടാകാൻ മടിക്കുക. സഹോദരന്മാരും ആ ഭാഗത്തെങ്ങും വരുന്നില്ല. ഒരു കൊച്ചിനെ കണ്ട ഉടനെ ഞാൻ പറയും, മോനെ ആന്റി ഒന്ന് കൊണ്ടുപോകും മോനെ, ആശുപത്രി എത്ര വണ്ടിക്കൂലി എത്രയായാലും ആന്റി തന്നോളാം, കൊച്ചത് കിട്ടുകയല്ലെന്ന് ഓർത്ത് പേടിക്കരുത്. നമ്മുടെ ചർച്ചിലെ അല്ല, വേറെ ഒരു കൊച്ചായിരുന്നു, സമുദായക്കാരനൊരു കൊച്ചു. അവനോട് ഞാൻ പറയും, മോനെ അമ്മാമയെ ഒന്ന് കൊണ്ടുപോകും മോനെ, ആ കൊണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്റെ നിർബന്ധ പ്രകാരം അവര് എന്നെ ഹോസ്പിറ്റലിൽ, അന്നേരം എന്നോട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, കുഴപ്പമില്ല ധൈര്യമായിട്ട്. ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് ചെന്നിറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, മാമ 3 പേരും പോയി. ഫസ്റ്റ് അന്നേരം എന്റെ ജീവിതത്തിൽ എന്താന്ന് എനിക്ക് പറയാനറിയില്ല. എന്റെ ദൈവമേ നീയായിരുന്നു. എനിക്ക് അവരെ 2 പേരെ ഞാൻ ചെന്നപ്പം കണ്ടിട്ട്, ചാണ്ടി പാസ് മൂത്ത മോളുണ്ട്, കൊച്ചിനെ കണ്ടില്ല. കൊച്ചിനെ എടുത്തപ്പോ ഇച്ചിരി അനക്കം ഉണ്ടായിരുന്നു, വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് പ്ലസ് കുഴപ്പമില്ലായിരിക്കും, ഞാൻ അവിടെ നിൽക്കുകയും ചെയ്തത്. പ്ലസ് കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ, എന്താ നേരം പറയേണ്ടത്, ആരെ നോക്കിയാൽ ഇവർക്ക് ജീവൻ കിട്ടും. 24 വയസ്സ് കൊച്ച്, മൂത്താക്കുമായി 19 വയസ്സ്, നസിമോക്കുമായി. ചാണ്ടി പാസ് മരിച്ചു കിടക്കാൻ നമ്മൾ പറയും, ഉറങ്ങി കിടക്കുന്നു, 3 പേരും ഉറങ്ങി കിടക്കുന്നു. ചാണ്ടി പാസ്റ്റർ കണ്ണി കുടിങ്ങനെ വെള്ളം എടുക്കുന്നുണ്ട്, കരയുന്ന പോലെ കരഞ്ഞുകൊണ്ട് കിടക്കും.
വായും തുറന്നിട്ടില്ല, കണ്ണും തുറന്നിട്ടില്ല, എല്ലാം ഉറങ്ങിക്കിടക്കുന്ന പോലെ ചിരിച്ചോണ്ട് 3 പേര് ഒരേ കിടപ്പ്. എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ്? ആ ഒരു സമയം എങ്ങനെ തരണം ചെയ്യുന്നത് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്റെ കർത്താവ് എന്നെ നിർത്തിയെന്നല്ലാതെ എനിക്ക് ഇതിലൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ദൈവത്തോട് ഒത്തിരി പരിഭവം. ഞാനും പറഞ്ഞു, എനിക്ക് ആ കുറെ നാളത്തേക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇനി ജീവിച്ചിരിക്കുന്നില്ല, അവര് 3 പേരും പോയല്ലോ. ഇനി അപ്പൊ കൂടെ എന്റെ അമ്മ എന്നോട് പറയും, പിന്നെ നമ്മൾക്ക് ഇനിയും നമ്മൾ തന്നെ എന്തേലും ചെയ്താൽ അവരെ കാണാൻ പറ്റത്തില്ല, എന്ന് സ്വർഗത്തിൽ നമ്മൾ പോകത്തില്ല. ഞാൻ അമ്മയോട് പറയുമ്പോ പോകുന്ന എവിടോട്ടില്ല. എനിക്ക് അതുപോലെ ചങ്കിനകത്ത് വിഷമം കൂടിയിട്ട് എനിക്ക് ഇപ്പൊ മരിച്ചു പോവോ, എന്നെ മരിച്ചാൽ കുഴപ്പമില്ല, നമുക്ക് എന്തോ സംഭവിക്കുക എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ചങ്ക് പൊട്ടിപ്പോവാൻ തുടങ്ങുകയാണ്. എനിക്ക് എന്തോ ഒന്ന് കണ്ണ് അടയ്ക്കുമ്പോഴേ പോയല്ലോ എന്നുള്ള ചിന്ത പെട്ടെന്ന് അങ്ങ് ഉടരുക, ഉറക്കമില്ല. ഏകദേശം ഒരു 3 മാസം എന്റെ പൊന്നു മാസം കരഞ്ഞ് കരഞ്ഞും കരഞ്ഞു. ഇതുങ്ങളെ കാണാതിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. എന്റെ കുഞ്ഞുങ്ങള് പോയല്ലോ എന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഞെട്ടി ഉണരുക. എന്ത് കണ്ടടയ്ക്കുമ്പോ ഞെട്ടി ഉണരും, പെട്ടെന്ന് ഞെട്ടി അവരുറക്കം എന്നിങ്ങനെ തൂങ്ങി പോയി. ഒന്ന് കണ്ണടയ്ക്കും, അവര് പോയല്ലോ, അവരില്ലല്ലോ. അങ്ങനെ 3 മാസത്തോളം ഉറക്കമില്ല, പ്രാർത്ഥിക്കാനും കഴിയത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല, കരച്ചിലേ ഉള്ളൂ. എന്റെ കുഞ്ഞും എന്റെ എന്റെ എത്ര സ്നേഹമായിട്ട് കഴിഞ്ഞത്, എന്താ ഇത്ര ക്രൂരം കാര്യം ചെയ്തത്? ദൈവം സർവശക്തനായ ദൈവമല്ലേ, ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. ഒരു അപകടമല്ലേ, ഒരു ചെറുതായിട്ടൊരു മുട്ടോ തട്ടോ ഒരു മുറിവോ ചതവാണ്, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്? 3 പേരെ ഒന്നിച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞതോ, കയ്യോ കാലോ വളരുന്നോ, അതുങ്ങളുടെ ഭാവി എന്താകും, അതുങ്ങളുടെ നല്ല കാലം, അതുങ്ങളുടെ കല്യാണം, പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഇതൊക്കെ നമ്മുടെ ചിന്തയിരുന്ന് നടത്തുക, അവരെ വളർത്തുക. അവര് പോകുമ്പം തെങ്ങും പോയിട്ടില്ല. കുഞ്ഞുങ്ങള് പഠിക്കാൻ തുടങ്ങിയ പിന്നെ നല്ലൊരു ഡ്രസ് ഞാൻ ഇട്ടിട്ടില്ല. 2 പെൺപിള്ളേരല്ലേ, അവർക്ക് കോളേജിലും ഒക്കെ പോകുന്നല്ലേ, അവർക്ക് വേണം അവരെ നന്നായിട്ട് നടത്തണം. ഇല്ലായ്മ അവരറിയുന്നത്. 4 പേര് കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോ അവർക്ക് നാണക്കേട് വരുന്നത് എന്തോർത്തോണ്ട് ഞങ്ങൾ 2 പേരും ഞാനും അതിന് എല്ലാം കുറച്ച് വെച്ചു. നിങ്ങളെ നന്നായിട്ട് അതുപോലെ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി പ്രാർത്ഥിക്കൊണ്ടുവന്ന് പഠിപ്പിച്ചു. പഠനത്തിനും ഭയങ്കര നേഴ്സിംഗ് ഒത്തിരി കഷ്ടതകൾ സഹിച്ചു. കൊച്ചു കരയും, ഇതെല്ലാം ചെയ്യും. നമുക്ക് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് നിന്നില്ലേ, അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. നല്ലപോലെ നേഴ്സിംഗ് പഠിക്കാൻ വിട്ട് നല്ലപോലെ പഠിച്ചു. പക്ഷെ ഈ കൊച്ചിനെ നോക്കി എഴുതുന്നവർക്ക് 23 കൊടുക്കും, കൊച്ചിന് 16 കൊടുക്കും. ഈ കൊച്ചിനോടുള്ള തിരിച്ചു വ്യത്യാസത്തില് നമ്മുടെ പിള്ളേർ അവിടെ ചെല്ലുമ്പോഴും അവരോട് തിരിച്ചു വ്യത്യാസം. കൊച്ചിനെ നോക്കി എഴുതുന്നവർക്ക് 23 മാർക്ക് കൊടുക്കും. ഈ മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടത്തുള്ളൂ. ഇവര് കൊടുക്കുന്നു, ടീച്ചർമാർ കൊടുക്കുന്നു. എന്തേലും ഒരു ഇച്ഛ വശകിയാൽ അവർക്ക് പറ്റത്തില്ല. അത് അവിടെ ഒരു കൊച്ചു ഫോണും കൊണ്ട് വന്നു, അവിടെ ഫോൺ അലൗഡ് അല്ല, ഫോണും കൊണ്ട് വന്ന് ഈ പേവാച്ചി പറഞ്ഞില്ലെന്നും പറഞ്ഞ് പേവാച്ചിയോട് നേരെ ഭയങ്കര വഴക്ക്. പേവാച്ചി എന്താ മറ്റൊരു ഫോണും കൊണ്ട് ഇവിടത്തേക്ക് ചാണ്ടിപ്പാസ് അന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ടു, മോളെ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ അവിടെ വിട്ടേക്കും, നീ മറ്റുള്ളവരുടെ ഫോൺ കൊണ്ടുവന്നു, അതൊക്കെ പാടന്മാര് നോക്കിക്കോളും. അത് പറഞ്ഞ ടീച്ചർമാർക്ക് അന്ന് അത്ര പിടിച്ചില്ല. അത് കഴിഞ്ഞപ്പോ മുതൽ ഈ കൊച്ചിനോട് തിരിച്ചു വ്യത്യാസമാണ്. ഈ കൊച്ചിന് മാർക്ക് കൊടുക്കത്തില്ല. പിന്നെ പഠിച്ചെഴുതിയതിനൊക്കെ നല്ല മാർക്കുണ്ട്. ഇവര് കൊടുക്കേണ്ട മാർക്കിന് ഒരു കുറവ് വന്ന പിന്നെ നഴ്സിംഗിന് ഗ്രാജുവേഷൻ 3-ാം സ്ഥാനമായി പോയി, അല്ലെ ഫസ്റ്റ് നിന്ന് വെച്ചാണ്. ഇവര് കൊടുക്കേണ്ട മാർക്ക് കൊടുക്കാതെ അങ്ങനെ പോലും പഠിച്ച് കഷ്ടപ്പെട്ട് ഒത്തിരി പ്രയാസപ്പെട്ടു വന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ. പെട്ടെന്ന് തന്നെ ഒത്തിരി ആഗ്രഹങ്ങളും പറയുമായിരുന്നു. അച്ഛന് പൈസ വേണം, അച്ഛന് ബാങ്ക് ബാലൻസ് വേണം, അച്ഛന് നമുക്ക് നല്ലൊരു വീട് വേണം, ഇതെല്ലാം പറഞ്ഞ് ഒത്തിരി ആഗ്രഹങ്ങൾ ഇരുന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന
ആഗ്രഹിക്കുന്ന ഒന്നുമല്ല നടക്കുന്നത് നമ്മുടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മളെ കുറിച്ച്. അത് മാത്രം നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. കർത്താവേ, അപകടം വരുത്തരുത്, ഇന്നതുപോലെ വരുത്താവുള്ള, ഇന്നതുപോലെ ആകുള്ള, നല്ല മരണം തരണേ, നല്ല ഇത് തരണേ, നല്ല ഭാഗ്യം. പക്ഷേ ഇതൊന്നുമല്ല. കർത്താവിന്റെ ഹിതം എന്തോ അതേ നടക്കത്തുള്ളത്. അല്ലെ അതുപോലെ ഇന്ന് പ്രാർത്ഥിക്കുന്നവരെ രഹസ്യ പ്രാർത്ഥനയായിട്ടും കുഞ്ഞുങ്ങളെ ഞങ്ങള് സന്ധിക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞ വെച്ച് അവര് കട്ടില് പോയിരിക്കുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കിടക്കുന്ന കുഞ്ഞുങ്ങളാ. രാവിലെ പോകാൻ നേരം ബൈബിൾ കാർഡ് എടുത്ത് നോക്കി ഏത് വചനമാ കിട്ടുന്നേ എന്നുള്ളത് നോക്കി. ഇതെല്ലാം ആ റൂമിനകത്ത് മുഴുവനും വാക്യങ്ങൾ എഴുതി വെച്ച് അങ്ങനെ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ വന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായി പാസ്റ്റേ, ഞാൻ ഒത്തിരി കാര്യം നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ അതൊന്നും നമുക്ക് നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം മാത്രമേ നടക്കത്തുള്ളൂ. ഇങ്ങനെയൊന്നും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുമെന്നുള്ള ചിന്തയിലായിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നവർ എന്നോടത് അവര് പറഞ്ഞു. പിന്നെ ഞാനൊരു 3 മാസത്തോളം എനിക്ക് ഒരു രക്ഷയിൽ ഉറക്കമില്ല, അങ്ങനെ ഒരു സമാധാനമില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ മരിച്ചേക്കാന്ന് ഈ ചിന്ത വരുമ്പോഴത്തേക്ക് ആരെയും ദൈവദാസന്മാരെ വിളിച്ച് പറയും ഇങ്ങനെ ഒട്ടും ജീവിക്കാൻ പറ്റുന്നില്ല, ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ വിളിച്ചു പറയും. അവരിങ്ങനെ പിന്നെ എന്നെക്കാട്ടി മുമ്പ് ഈ വിവരം അറിഞ്ഞപ്പം മുതൽ ഒത്തിരി ദൈവദാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പാസ്റ്റർ. അത് ആ സമയത്തൊക്കെ ഒന്ന് പിടിച്ചു. ഇപ്പം ഞാൻ ചിന്തിക്കുക എങ്ങനെ ആ സമയത്ത് ദൈവമേ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന്. പക്ഷേ ഈ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി അറിഞ്ഞവര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാ ഇപ്പോൾ എന്നെ വിളിക്കുന്നവരെല്ലാം പറയുന്നത്, സിസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവമേ സിസ്റ്ററെ നിൽക്കാനുള്ള കൃപ കൊടുക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നെല്ലാ ദൈവമക്കളും പാസ്റ്റർമാരാണേലും എന്നെ വിളിച്ചു പറയും. അങ്ങനെയാ അവരുടെ എങ്കിലും എൻ്റെ ഉള്ളിൽ ഭാരമില്ലെന്നല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എങ്ങനെങ്കിലും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചിന്ത. കാര്യം ദൈവജനം അറിയാം, ദൈവജനം പഠിച്ചു. പക്ഷെ നമുക്ക് ഈ ഒരു വേദന വന്നു കഴിയുമ്പോൾ നമുക്കത് പറ്റത്തില്ല, അത് താങ്ങാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ചങ്കിനകത്ത് വേദനയാവും, ഹോസ്പിറ്റലിൽ പോകും. അവിടെ അവര് ടെൻഷൻ മാറാനുള്ള ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ കൗൺസിലിങ്ങിന് പോകും. അവിടെ ചെല്ലുമ്പോൾ അവരോട് ഞാൻ പറയുന്നത് എനിക്ക് ഗുളിക തന്നേച്ചാൽ മതി, ഞാൻ മയങ്ങിക്കിടന്നോളാം, എനിക്കിത് ഓർക്കാൻ പറ്റത്തില്ല. ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഓർമ്മ വരികയില്ല. എനിക്ക് മയങ്ങിക്കിടക്കാനുള്ള മരുന്ന് തന്നേച്ചാൽ മതി, ഞാൻ മയങ്ങി കിടന്നോളാം. ഇത് കാണുമ്പം ഞാൻ ഈ കൗൺസിലിങ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ ഗുളിക കഴിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്കും അപ്പനും വിഷമം. എന്തോ പറ്റി കാര്യം ഒരു മന്ദത അടിച്ചിരിക്കുക, എന്തോ അവർക്ക് പേടി, ഇതെന്തോ സംഭവിച്ച്. പിന്നെ ആയപ്പോഴത്തേക്ക് പിന്നെ ഡോക്ടർമാര് ഗുളിക തരത്തില്ല. ഞാൻ പിന്നെ അവരോട് എന്ന് പറയും എനിക്ക് ഉറങ്ങാനുള്ള മരുന്ന്, ഗുളിക ഞാൻ മേടിച്ച് കുറെ നാൾ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു വൈകിട്ട് 5 മണിയാകുമ്പോൾ ഗുളിക കഴിക്കും. അപ്പോഴാകുമ്പോഴത്തേക്ക് 10 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കുമ്പോഴേ ഇതുള്ളൂ. പിന്നെ അനിയത്തി എത്ര നാളെന്നും പറഞ്ഞാ വീട്ടിൽ നിൽക്കുന്നത്. ഏകദേശം ഒരു 2 മാസത്തോളം അവള് നിന്ന് വെച്ചു, അവളും പോയി. പിന്നെ ഞാനും അപ്പനും അമ്മയും തനിച്ചായി. അവരും ഒന്നും കഴിക്കുന്നില്ല, എന്നെ കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ പോയാൽ എങ്ങനെ ഒക്കുന്ന നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഓരോ ആഹാരം എടുത്തു വെക്കുമ്പോഴും കുഞ്ഞുങ്ങളെ കുറിച്ചും പാസ്റ്ററെ കുറിച്ച് ചിന്തിക്കും. അവർക്ക് ഇഷ്ടമുള്ളതായിരുന്നല്ല അവർ കഴിക്കാനില്ല, ഞാനെങ്ങനെ കഴിക്കുന്നത്? അങ്ങനെ ഒത്തിരി ചിന്തിച്ചു എടുത്തു. ഇങ്ങനെ ജീവിച്ച് എന്ത് പറഞ്ഞാലും ദൈവം ഈ ഒരു അവസ്ഥ കൊണ്ടുവന്നു. ഇതുവരെ നിർത്തി സമനില തെറ്റി ഒരു മാനസിക രോഗിയായി പോയാൽ അതും ദൈവനാമം ദുഷിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് കർത്താവ് അതിനിടയാക്കിയില്ല. ദൈവം എനിക്കും ഇത്തരത്തോളം നിൽക്കാൻ കൃപ തന്നു. എൻ്റെ ദൈവമക്കളുടെ പ്രാർത്ഥന ഇതിലാണ് നമ്മള് സഹോദര ബന്ധത്തെക്കാൾ ദൈവസ്നേഹമാണ് പാസ്റ്റർ വലുത്. ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ദൈവമക്കൾ, അവരുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ വചനം കേൾക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട്. ഇനിയും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട്. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇനി എന്ന് കാണാൻ പറ്റും, ഇനി അവരെ കാണാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്തമാണ്. മനുഷ്യനല്ലേ പാസ്റ്റർ, മനുഷ്യനുമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് എന്തുവാ എൻ്റെ അപ്പൊ പാപ്പ എന്നോട് കുറെ നാള് കഴിഞ്ഞപ്പോ എന്നോട് മോനെ ഇങ്ങനെ പോയ ഒക്കത്തില്ല, തനിച്ചു പോയ ഒക്കത്തില്ല, കരഞ്ഞു സങ്കടപ്പെട്ടു, എത്ര കാലം ഇരിക്കും? കൊച്ചിനെ തന്നെ ഇറക്കി എവിടെയോട്ടേലും പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. ഒരാളെ എത്ര നാൾ കൂട്ടിന് പറ്റും? അനിയത്തി അനിയനുണ്ടെന്ന് പറയാം, അവർക്ക് 100 കൂട്ടം കാര്യങ്ങളല്ലേ, എത്ര നാൾ ഇതൊക്കെ പറ്റും?
ഒരാൾ കൊണ്ട് നടക്കാനും ഒരാളെ ആശ്രയിക്കാനും ഒക്കെ എത്ര നാള് പറ്റും. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി തനിച്ച് മരണത്തെക്കുറിച്ചുള്ള പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മരണത്തെക്കുറിച്ചുള്ളതൊക്കെ ചിന്ത അങ്ങ് പോയി. ഇനി എങ്ങനെയും തനിച്ച് ജീവിക്കുക, ഇനി ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയും വിചാരവും വേണ്ടല്ലോ, അല്ലെ കുഞ്ഞുങ്ങളെ ഭാവി കാണണം, അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തണം, ഇങ്ങനെയുള്ള എല്ലാം എന്റെ ജീവിതത്തിൽ നഷ്ടം അസ്തമിച്ചു പോലെ. ഒരു മാതാപിതാക്കൾക്ക് എന്താ ആഗ്രഹമുണ്ട് മാസ്റ്ററെ, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ അതുപോലെല്ലാം ആഗ്രഹിച്ചവളാ ഞാനും. പക്ഷേ ഒന്നുമില്ലാതെ ഓരോ കുഞ്ഞുങ്ങളുടെയും കല്യാണം നടക്കുമ്പോൾ ഞാൻ എന്നെ ചങ്കോട്ട് എവിടെയെങ്കിലും പോയി യാത്ര പോകുമ്പോൾ എനിക്ക് ഈ ഒരു ഇപ്പോഴാന്നേലും അത് ഞാൻ പോകുമ്പം ഇങ്ങനെയുള്ള ചിന്തകളാ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ എങ്ങനെയാ വെള്ളത്തിൽ കിടന്നു പോയി. പിന്നെ ഞാനങ്ങ് ആശ്വസിക്കും, കർത്താവരെ അവിടെ വെള്ളത്തിലേക്ക് പോയതേ അവരുടെ ജീവൻ എടുത്തു കാണും, അവരെ കാടിനകത്ത് കിടന്ന് കഷ്ടപ്പെടാനിടയായി കാണും. നമ്മളിങ്ങനെ അങ്ങ് ധൈര്യപ്പെടുക. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ പോയപ്പോഴേ ഇങ്ങനെ ഇവിടെ നമ്മുടെ ചർച്ച കൂടുതൽ വാസൊക്കെ എന്നെ അറിയായിരുന്നു. ഓമ്പല വെച്ച് വലിയ ഓവർസിയർ ആയിരുന്നു ഇവിടെ. മത്തായി പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർക്ക് നമ്മള് എഴുമറ്റൂരായിരുന്നു. അപ്പൊ ആ ചർച്ചിൽ വന്നു ഓവർസിയർ ആയിരുന്നു പുള്ളിക്കാരൻ ആദ്യം ചർച്ചക്കോടിൽ തന്നെ. അപ്പം ചാണ്ടി പാസ്റ്റർ അറിയാം ഇപ്പൊ ഈ കാര്യം നടന്ന ഈ പാസ്റ്റർ അറിയാം. അപ്പം എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞപ്പോ ഞാൻ സത്യം പറയാം ഒത്തിരി പ്രായമുള്ള മനുഷ്യനെ ഞാൻ അങ്ങ് ദേഷ്യപ്പെട്ടു. അപ്പച്ചൻ എന്നോട് അങ്ങനെയുള്ള കാര്യം ഇനി പറഞ്ഞേക്കരുത്, ഞാനൊരു അങ്ങനെയുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നില്ല, എനിക്കിനി ഒറ്റപ്പെട്ട് താമസിച്ചു മോളെ, അങ്ങനല്ല, നമുക്ക് ഇത്രയും ഇതായിട്ടുള്ളൂ മോള്, തനിച്ചിരുന്നാ പറ്റത്തില്ല, ഒരു കുഞ്ഞെങ്കിലും കൂട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിനെ നോക്കി സത്യവാസ ഒരാളെങ്കിലും 3 പേര് നമുക്ക് വേണമെങ്കിലും ഒരാളെങ്കിലും ഒരു കൂട്ടുണ്ടെ നമുക്ക് അതുങ്ങൾ വേദനിപ്പിക്കുമല്ലോ, അതുങ്ങളുടെ ഭാവി. അല്ലെങ്കിൽ എന്താ, ആരെങ്കിലും ഒരാളെങ്കിലും ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതായ കാര്യമില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കും ഇതായി കാര്യം, എവിടോട്ടേലും ഒന്ന് പോകാനോ ധൈര്യമായിട്ട് വരാനോ പിന്നെ 100 പേരുടെ വിളി, അതൊന്നും ഒരു സന്തോഷമില്ലാതെ ഈ ഒരു ദുഃഖം അനുഭവിച്ച് കൂടുതൽ പിന്നീട് എനിക്കൊരു മാനസികമായിട്ട് പലരുടെ ഈ വിളിയും അതെന്നെ ഒരു വല്ലാത്ത ഒന്ന് അലട്ടി. കാര്യം എന്നാന്ന് വെച്ചാൽ വല്ലാത്തൊരു അന്തരീക്ഷം, ഈ ലോകം മുഴുവൻ അറിഞ്ഞതുമല്ല ഈ കാര്യം. അപ്പൊ ഞാൻ തനിച്ചാണെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോഴത്തേക്ക് എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത എന്നെ അങ്ങ് അലട്ടി. പക്ഷെ ഈ ഫോണിനകത്തൂടെ പലരും വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ഒരു സംസാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് തനിച്ചിരുന്ന പറ്റത്തില്ല, ഒരാൾ കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആരും വിളിക്കത്തില്ലല്ലോ, വിളിക്കുക ഇങ്ങനെയുള്ള കാര്യം പറയത്തു. എന്നാൽ എനിക്ക് ഒത്തിരി പേരുടെ അടുത്ത് എൻ്റെ ആലോചനകൾ വന്നു. പക്ഷേ എന്നെ ദൂരോട്ടെങ്ങും വിടുന്നില്ല. ആ ഭാഗത്ത് എവിടെയെങ്കിലും മാതാപിതാക്കൾ ആലോചിച്ച് ഇടുന്നോട് ആരും അന്വേഷിക്കാനും വരാൻ. ആകെ ഒരു അനിയത്തിയുണ്ട്, ഒരനിയനുണ്ട്, അവർക്ക് 100 കൂട്ടം അപ്പനും അമ്മയ്ക്കും വയ്യാതിരിക്കുന്നു. പിന്നെ ആരോ 100 കൂട്ടെങ്ങും വിടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ഹിതം ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ വന്നു. ദൈവകൃപയാൽ അത് ഞാനും അങ്ങ് സമ്മതിച്ചൊന്ന് സമാധാനിപ്പിക്കല്ല. ഞാൻ ഇരുന്ന് കരയുമ്പോ മാതാപിതാക്കൾ ഇരുന്ന് കരയും. ഒരു സമാധാനവും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു ആ ഒരു കുറെ നാളുകള്. ഒന്നും ഒരു മനുഷ്യരോട് മിണ്ടാനും ഇല്ല, പറയാനും ഇല്ല. ഫോൺ വിളിച്ചാല് നമുക്ക് കൂടുതൽ ഫോൺ വിളിച്ച് സംസാരിക്കാനും പറ്റത്തില്ല. നമ്മുടെ ഈ മനസ്സ് തകർന്നിരിക്കുകയില്ല. നമ്മള് അവര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെങ്കിൽ ഞാൻ മരിച്ചതിന് തുല്യമായിട്ടാണ് എൻ്റെ ജീവിച്ചിരുന്ന ആ സമയം. കാര്യം അപ്പം നമുക്കൊരു ഫോൺ വിളിക്കാനും ഒന്നും ഒരു സുഖവും ഇല്ല. കഴിക്കാനും വേണ്ട, എങ്ങനെയാലും ഇങ്ങനെ ഇരിക്കുക, കുറെ നേരം ഇങ്ങനെ ഇരിക്കുക, കുറെ കരയുക, ദൈവത്തെ വിളിക്കുകയല്ല, ദൈവത്തോട് കുറെ പരിഭവം പറയും. എന്തിനത് എന്തിനത് എന്നുള്ള ചോദ്യം മാത്രം ചോദിക്കും. ദൈവത്തെ വിളിക്കത്തുമില്ല, പ്രാർത്ഥിക്കുകയല്ല. പ്രാർത്ഥിക്കുമ്പോൾ ഇതാ പറയുന്നത്, എന്റെ വിചാരം എന്റെ കുഞ്ഞുങ്ങളെ എന്തിനാ കർത്താവേ ചെയ്ത്, എന്തിനാ അവരെ എടുത്തത് എന്നുള്ള ഈ ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എന്തോ പ്രാർത്ഥിക്കാനോ, മറ്റേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞ പിന്നെ എന്നാ പ്രാർത്ഥിക്കാനോ, എന്ത് പ്രാർത്ഥിക്കാനോ? അതുവരെ പ്രാർത്ഥിച്ചും ആരാധിച്ചും സന്തോഷിച്ചും ജീവിച്ച ജീവിതത്തിന്റെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ പ്രാർത്ഥിക്കാനാന്ന് ചോദിച്ചു ഇങ്ങനെ ചില നേരം ഇരിക്കും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി കിടക്കും. ചിന്തിച്ച് 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 അങ്ങ് കിടക്കും. നീ ഗുളിക കഴിക്കുന്നുണ്ട് അങ്ങ് ഉറങ്ങും. അങ്ങനെ രാവിലെ എഴുന്നേക്കും. പിന്നെ വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വകയും ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. പപ്പ എന്തേലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ അത് കഴിക്കും. അന്നേരം പപ്പയ ഉണ്ടാക്കുന്നത് എന്തേലും ഉണ്ടാക്കി തന്നാൽ അത് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്നിരിക്കും, എന്തേലും ഒക്കെ പറഞ്ഞും കരഞ്ഞും കരഞ്ഞും കരഞ്ഞും. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കാര്യം വന്നത് ദൈവകൃപയാൽ അത് പാസ്റ്ററുടെ ഭാര്യ 3 വർഷമായി മരിച്ചു പോയിട്ട്
ഇവിടെ ഇന്ന് പാസ്റ്ററും പ്രാർത്ഥിക്കാൻ ദൈവമേ സുവിശേഷ വേല ചെയ്യാൻ ഒരു കൂട്ടിന് ഒരാളെ വേണത്. ഒരു സുവിശേഷ വേല ചെയ്ത് ഒരു ദൈവദാസിയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുമല്ലോ. അല്ലാതെ ഒരു പുതിയതായിട്ട് വരുന്നവർക്ക് അത് അറിയത്തില്ലല്ലോ. ദൈവദാസിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും പാസ്റ്റർ ദൈവകൃപയാൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടി. എങ്കിലും കരയും സങ്കടപ്പെടും. എന്നും ഒരു ദിവസം ഒന്നേലും കരയും. ഈ കാര്യമൊക്കെ ഓർത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം ഒക്കെ ഓർത്തിരുന്ന് കരയും. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പറച്ചിലും അവരുടെ വിചാരങ്ങളും ചിന്തകളും ഒക്കെ ഓർത്തിരുന്ന് ഞാൻ ഇന്ന് കാര്യം എത്ര സമാധാനവും സന്തോഷമായിട്ട് ജീവിച്ചു പോയ കുടുംബങ്ങൾ നാളുകളുണ്ടായിരുന്നു. പക്ഷെ ദൈവമേ ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും അതിനകത്ത് എനിക്കിതിൽ നിന്ന് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേർപാടിന്റെ ദുഃഖവും വേദനകളും കഷ്ടതകളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോകാനിടയാകരുത് എന്ന് ഒരു യഥാർത്ഥ ദൈവഭക്തന്റെ പ്രാർത്ഥന. ദൈവമേ കർത്താവിനെ വിട്ട് മാറിപ്പോകാനിടയാകല്ലേ എന്ന് ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടത്. കാര്യം പ്രതികൂലമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഏത് സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആരുടെ അന്ത്യം എന്തുവാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപകടമാണോ, രോഗമാണോ, പ്രതികൂലമാണോ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഇന്നൊന്നും വരല്ലേ കർത്താവ്, ഇങ്ങനെയാകരുത് എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. മറ്റേ ഞാനോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം കാര്യങ്ങളും ഇങ്ങനെ നടക്കും, കുഴപ്പമില്ല എന്നൊക്കെയാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മനസ്സിലായി ഇവര് 3 പേരും പോയതോടെ എനിക്ക് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിക്കാം, ദൈവത്തോട് പറയാം ഇന്നതുപോലെ. പക്ഷെ ദൈവത്തിനൊരു ഹിതമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവത്തിന്റെ ഹിതം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. ഈ ദൈവം എന്ന് ബന്ധേക്കും നമ്മുടെ ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ആ ദൈവം മാത്രം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. കർത്താവ് മാത്രം എല്ലാ നാളും കൂടെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. മറ്റുള്ളവരെല്ലാം മാറിപ്പോ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷ വെച്ചതും ആശിച്ചതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവും. എന്റെ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ വളരെ വിടുതല. എന്നെ ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയത് ആ ഒരു ഇത് മാത്രമാണ്. അല്ലാതെ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ മാനുഷികമായിട്ട് ഒരു മനുഷ്യന് പോലും നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോയവർക്ക് മാനുഷികമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയായി. ദൈവകൃപയൊന്ന് മാത്രമാണ്. ഞാൻ ഇത്രയും നിൽക്കുന്നത് എൻ്റെ ദൈവമക്കളോട്, എന്നെ സ്നേഹിക്കുന്നവരോടെല്ലാം എനിക്ക് പറയാനുള്ള, നമുക്ക് കർത്താവിന്റെ കൃപ വേണം. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ മേൽ വേണം. അതിന് അനേകരുടെ പ്രാർത്ഥനയാകാം, നമ്മുടെ തന്നെ പ്രാർത്ഥനയാകാം. വചനത്തിനുള്ള വചനത്തിന്റെ ആ കേൾവി നമ്മുടെ ജീവിതത്തിൽ ബലമാകാം. ആളുകളായി നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നവരാണ്. ആ വചനം നമ്മളെ ജീവിപ്പിക്കുന്ന വചനമാണ്. ഇതൊക്കെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും പറയാനില്ല മാസ്റ്റർ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു അനുഭവത്തിലൂടെ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയി. ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന് ഇപ്പോൾ എനിക്ക് കൂട്ടായിട്ടൊരു ദൈവദാസനെ കർത്താവ് തന്നു. അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 ആൺമക്കളാണ്. ഒരാള് പഠിക്കാൻ ജർമ്മനി കടന്നു വയ്ക്കുന്നു, കൊച്ചാള് BCAക്ക് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ 2 പേരും കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇങ്ങനെ സന്തോഷമായിട്ട് കടന്നു. ദൈവം ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നു. ഈ ദൈവം ഇങ്ങനെ കഷ്ടത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുക. ഇതുപോലെ എന്നെ നടത്തിയ പോലെ, എന്നെ ദൈവം ബലപ്പെടുത്തിയ പോലെ, എന്നെ ജീവിപ്പിച്ചതുപോലെ ഈ ദൈവം എല്ലാ കഷ്ടത്തിലും ഭാരത്തിലും ആയിരിക്കും ദൈവമക്കളെ കർത്താവ് ആശ്വസിപ്പിക്കും. എനിക്കിതുപോലെ ഒരു അവസരം ഒരുക്കി തന്ന ഡാനിയൽ ജോൺ പാസ്റ്ററോട്, പിന്നെ ഡോമ TV-യിലുള്ള എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഇനിയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേക ദൈവദാസിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, സ്തുതിക്കുന്നു. എന്നെ സ്നേഹിച്ച് എന്നെ കരുതി ഇത്രത്തോളം പിടിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ ദൈവയുടെ ആക്കിയല്ലോ. നന്ദിയോടെ ഓർക്കുന്നു. എന്നെ സ്നേഹിച്ചു എന്നെ കരുതി എനിക്ക് നന്മ നിന്ന് സഹായിച്ചവരുണ്ട്, എന്നെ വിളിച്ചു ഫോണിലൂടെ പ്രാർത്ഥിച്ചവരുണ്ട്. എൻ്റെ എൻ്റെ മക്കളെ പോലെ ഇന്നും എൻ്റെ വേവാമ്മയുടെ കൂട്ടുകാരെല്ലാം എന്നെ മമ്മി എന്നാ വിളിക്കുന്നത്. എന്നെ ഒത്തിരി, എൻ്റെ 2 മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഒത്തിരി മക്കൾ എന്നെ സ്നേഹിച്ചു, ഒത്തിരി മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചു. അങ്ങനെ ഒത്തിരി കരുതലും സ്നേഹം അനുഭവിച്ചതാണ് ഞാൻ. പാസ്റ്ററോട് ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയും, ഇതുപോലൊരു അവസരം തന്നതിന്. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരോടും, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെല്ലാം ദൈവം ബലപ്പെടുത്തട്ടെ. ദുഃഖത്തിലും കഷ്ടത്തിലും ദൈവം മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. ദൈവമേ നമ്മളെ ബലപ്പെടുത്തുകയുള്ളൂ. മനുഷ്യന്റെ വാക്കുകൾക്കെല്ലാം ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എല്ലാ കാലത്തും നമ്മുടെ സങ്കടങ്ങൾ അറിയാൻ കർത്താവിന്റെ സന്നിധി നമുക്ക് നമ്മുടെ സങ്കടം പറയാം, നമ്മുടെ വേദന തുറന്നു പറയാം.
അതല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യരോടൊന്നും പറയേണ്ട, ദൈവത്തോട് പറയുക, ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഇത്രയും അവസരം ഒരുക്കുന്ന നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. Praise the Lord. അരോമ TV-യുടെ ഈ ചാനലിലൂടെ അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതാനുഭവം, സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പല പ്രിയപ്പെട്ടവരും എന്നോട് മാസങ്ങൾക്ക് മുൻപ് എന്നോട് ആവശ്യപ്പെട്ടു, പ്രിയ ഷാൻഡി സിസ്റ്ററിനെ ഒന്ന് വിളിക്കണം. ഷാൻഡി സിസ്റ്ററിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ദൈവം നിർത്തിയിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്, അറിയാൻ ആഗ്രഹമുണ്ട്. ഷാൻഡി സിസ്റ്ററിനെ ഒന്ന് വിളിച്ച് പക്ഷേ ഒരവസരം കൊടുക്കണമെന്ന് എന്നോട് പലപ്പോഴും പറയുകയുണ്ടായി. ഇപ്പോഴൊക്കെ എന്നോട് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഷാൻഡി സിസ്റ്ററിൻ്റെ സാഹചര്യങ്ങൾ എന്താണ്, എങ്ങനെയാണെന്ന്. എങ്ങനെയാണ് സിസ്റ്ററിനെ വിളിക്കുക, അല്ലെങ്കിൽ വിളിച്ചാൽ സിസ്റ്റർ എങ്ങനെയാണ് വന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസാരിക്കുക എന്ന് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം, സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ കാര്യം പിന്നീടൊരു അവസരത്തിലാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ നല്ല ഒരു നിയോഗം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഷാൻഡി സിസ്റ്ററിനോട് ഈ കാര്യം ആവശ്യപ്പെടുകയുണ്ടായത്. എന്നാൽ സിസ്റ്റർ യാതൊരു വൈമനസ്യവും കൂടാതെ സന്തോഷത്തോടെ തന്നെ പക്ഷേ ഞാൻ സമയം വിനിയോഗിക്കാം, സംസാരിക്കാം എന്ന് എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഇങ്ങനെ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ നടത്തിപ്പുകളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസി സമയം വേർതിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ വിചാരിക്കുകയായിരുന്നു, സിസ്റ്റർ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിലെ അനുഭവങ്ങളും വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ സിസ്റ്ററിനെ പോലെ നമ്മുടെ കേൾവിക്കാരിൽ പലരുമുണ്ട്. എന്നാൽ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന കടന്നു പോകുന്ന വേദനയിൽ അവർ പല നിലകളിലൂടെയുള്ള ആശ്വാസങ്ങൾ കണ്ടെത്തുമ്പോൾ ഷാൻഡി സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയും വചനത്തിലൂടെയും ദൈവമക്കളുടെ സ്നേഹത്തിലും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ ആശ്വാസം, അതിനെക്കുറിച്ചുള്ള വാക്കുകൾ, വചനങ്ങൾ കേൾക്കുവാൻ സാക്ഷ്യത്തിലൂടെ ഇടയായി തീർന്നു. ആ ദിവസം, ആ സമയം ആർക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, വിശ്വസിക്കാൻ പോലും കഴിയാത്ത ആ നിമിഷങ്ങൾ, ആ കൂരിരുൾ പോലെ നിറഞ്ഞു നിന്നതായ ആ ദിനരാത്രങ്ങൾ, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആ ദിനങ്ങളിലൊക്കെ സിസ്റ്ററിൻ്റെ കരം പിടിച്ച് കൂടെയിരുന്ന ആ കർത്താവ് ഇന്നും കൂടെ ഇരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മുഖത്ത് നിന്ന്, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ച് കളയുന്ന, നമ്മുടെ മുഖത്ത് സന്തോഷം പുതുക്കുന്ന, നമ്മുടെ ഹൃദയത്തിന് ആനന്ദം തരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ തരുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് തിരിച്ചു തരാൻ കഴിയത്തുള്ളൂ. മനുഷ്യൻ്റെ വാക്കുകൾ പലപ്പോഴും നമ്മളെ കണ്ണുനീരിലേക്കും വേദനയിലേക്കും നിരാശയിലേക്കും വലിച്ചിഴയ്ക്കുമ്പോൾ, തള്ളിയിടുമ്പോൾ അരുമനാഥനായ കർത്താവ് നമുക്ക് തരുന്ന ആ വാക്കുകളാണ്, ഉറപ്പാണ്. ക്രൂശിലെ കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നതായ ആശ്വാസത്തിൻ്റെ വാക്കുകൾ, ഉറപ്പ്, ധൈര്യം ഓരോ ദിവസവും ജീവിക്കുവാനുള്ള ഊർജമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ്. ഏറെ സ്നേഹിച്ച, ദൈവത്തിൻ്റെ ദാനമായിരുന്ന, ദൈവം കൂട്ടിനായി തന്ന ജീവിത പങ്കാളി, പ്രിയതമനും കുഞ്ഞുങ്ങളും ഒരു നിമിഷം, ഒരു ദിവസം നമ്മെ വിട്ട് കടന്നു പോയെങ്കിലും ഒരു ദൈവവേദലിൻ്റെ വലിയ പ്രത്യാശയാണ്. അവർ ദേഹം കൊണ്ടുള്ള വേർപാട് മാത്രമാണ് അവർക്ക് നടന്നിട്ടുള്ളത്. അവർ മരിച്ചിട്ടില്ല, അവരിന്ന് ജീവിക്കുന്നു. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ കർത്താവിൽ വസിക്കുന്നവനാണ്. ശരീരം വിട്ടാലും അവൻ കർത്താവിൽ വസിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നാമും ഇനിയും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടുന്നവരാണ്. അവർ നമ്മളെക്കാൾ മുന്നേ പോയി എന്ന് മാത്രം. അതുകൊണ്ട് നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. അവരിന്നും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അവർ നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ നിത്യതയ്ക്കായിട്ട് നമുക്കും പ്രത്യാശയോടെ
നമ്മുടെ നാളുകൾ മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രിയ ഷാൻഡി സിസ്റ്ററിന് 2 ആൺകുഞ്ഞുങ്ങളും ഒരു ജീവിത പങ്കാളി കൂട്ടാളിയെയും കർത്താവ് കൂട്ടിനായി തന്നു എന്ന് ഉള്ള വാക്കുകൾ കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കർത്താവ് സൗഖ്യവും ആരോഗ്യവും അവസരങ്ങളും തന്ന് കർത്താവിൻ്റെ ദാസിയെ ധൈര്യത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളെ, ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിന് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കൂട്ടായ്മ ഈ കർത്താവിൻ്റെ ദാസിക്ക്, കുടുംബത്തിന്, ശുശ്രൂഷയ്ക്ക് ഇനി മുതൽക്കൂട്ടായി തീരേണ്ടതിന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെങ്കിൽ സമാനതകളില്ലാത്തതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇതിനേക്കാൾ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന്, കർത്താവിൻ്റെ ശബ്ദത്തിന്, കർത്താവിൻ്റെ കരുത്തിന് കഴിയും എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്ന, സകല കണ്ണിൽ നിന്നും കണ്ണുനീര് തുടയ്ക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആണിപ്പിഴുതുള്ള കരം നമ്മെ എല്ലാവരെയും ധൈര്യപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തേജോമാനായ ദൈവമേ, സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, അരോമ ടിവിയുടെ ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ആയിരക്കണക്കിന് പ്രേക്ഷകർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും അവരുടെ വേദനകളെ അവിടുന്ന് വഹിക്കുകയും അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ദൈവം അവരോട് കൂടെയിരുന്ന് അവരെ ജയോത്സവമായി വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രത്യേക കർത്താവേ, അവരിലൊരു വ്യക്തി എന്ന പോലെ അവരോട് ചേർന്ന് നിന്ന് കർത്താവെ അങ്ങയുടെ നാമത്തെ സാക്ഷീകരിപ്പാൻ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ പറയുവാൻ, അങ്ങ് നടത്തിയ അത്ഭുതകരമായ വഴികളെ ആമയെക്കുറിച്ച് ഒന്നുകൂടി സ്മരിക്കുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷാൻഡി സിസ്റ്ററിനെ ദൈവം ഈ അവസരത്തിൽ ഉപയോഗിച്ചതിനായി സ്തോത്രം. പ്രിയ, നിൻ്റെ മകൾ കടന്നു പോയതായ അതിവേദനയുടെ ദിനരാത്രങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. കർത്താവ് അവിടുന്ന് അത്ഭുതകരമായി വിടുവിച്ചല്ലോ. ജീവിതം പോലും മടുത്ത് ഇനിയും ജീവിക്കുവാൻ ആഗ്രഹമില്ല എന്നുള്ള ചിന്ത പോലും ഹൃദയത്തിൽ വന്നപ്പോൾ വീണ്ടും ജീവങ്കലേക്ക് വഴി നടത്തുന്ന സർവശക്തൻ കരം പിടിച്ച പ്രിയമകളെ മുന്നോട്ട് നയിക്കുവാൻ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തതിനായി സ്തോത്രം. തനിക്ക് നഷ്ടപ്പെട്ട ജീവിത പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കും പകരമായി കൂട്ടിനായി ഇപ്പോൾ 2 കുഞ്ഞുങ്ങളെയും കൂട്ടാളിയെയും കർത്താവ് കൊടുക്കുവാനിടയായി തീർന്നു. ഇപ്പോൾ അവർ കുടുംബസ്ഥരായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവെ, പ്രിയമകളുടെ കണ്ണിൽ നിന്ന്, തൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭാരങ്ങളെയും കണ്ണുനീരിനെയും കർത്താവ് തുടച്ചു മാറ്റി സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണമേ. സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കണമേ. ഒരേ കുടുംബമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതങ്ങളെ ചെയ്യണം. മകളുടെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ വിടുതലിന് കാരണമായി തീരട്ടെ. ദൈവനാമം മഹിമപ്പെടട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളെ അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തുടർന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ നിറയ്ക്കണം. ഒരുവിനായി ഒരുക്ക വേണം. ക്രിസ്തുവിനുള്ളതായ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടത് അവിടെ ഉത്തരമെള്ള മാറാകണ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങളും ദൈവീയ ഇടപെടലുകളും ദൈവസന്നിധിയിൽ നന്ദിന ഹൃദയത്തോടെ അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഏറെ ബലപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ. അവസരങ്ങൾ പിന്നെയും കർത്താവ് ഒരുക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ കേട്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ
ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com